ഏത് മൂഡ് ഏത് മൂഡ് ഏത് മൂഡ്? വിറ്റുമൂട് എന്ന് വെച്ചാ പൊളിമൂട് എന്നാണ് പറയണം. ശരി, അപ്പൊ ഈ എപ്പിസോഡ് ഇത് അടുത്ത പ്രാവശ്യം അടുത്ത എപ്പിസോഡ് കറക്റ്റ് ആയിട്ട് പിടിക്കാം. ഈ മണ്ടന്മാർക്ക് ട്രെയിനിങ് കൊടുക്കണം. ജോൺ ജോ ഒക്കെ ആയിരുന്നെങ്കിൽ ആക്ടിങ് ട്രെയിനിങ്. ജോൺ ജോണ് നിന്നെ ആട്ടിയനെ ഇപ്പൊ ഇത് പറഞ്ഞേന്. ഇതാണ് പുതിയതായിട്ട് എന്തൊരു സാധനം കൊണ്ടുവന്നാലും റെസിസ്റ്റൻസ് ആണ്. ഇത് ദീപക് ഇന്നലെ ബസ്സിൽ വന്നോണ്ടിരിക്കുമ്പോ എഴുതി കൊണ്ടുവന്ന സാധനമാണെന്നാണ് പറഞ്ഞത്. യെസ്, അപ്പൊ ഇന്ന് നമ്മുടെ വിഷയമാണ് ആവിഷ്കാര സ്വാതന്ത്ര്യം. വെൽക്കം ടു യെറ്റ് അനദർ എപ്പിസോഡ് ഓഫ് വിറ്റ് ടോക്സ്. അതിൽ എൻ്റെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൽ തുടങ്ങാം. എൻ്റെ ഏറ്റവും വലിയ ആവിഷ്കാര സ്വാതന്ത്ര്യം എന്നുള്ള ആ ലിബറേഷൻ പ്രഖ്യാപനമായിരുന്നു എനിക്ക് അഡൾട്ട്സ് ഉള്ളി സ്റ്റാൻഡപ്പ് ഷോ ചെയ്യണം എന്നുള്ളത്. അതെ അതെ, അനീസിക്ക എനിക്ക് ആദ്യം തൊട്ടേ അനീസിക്കയുടെ ഒരു വിഷൻ എന്ന് പറഞ്ഞാൽ അനീസിക്ക സ്റ്റാൻഡപ്പ് കോമഡി എന്ന് പോലും പറയുന്നില്ല, അഡൾട്ട്സ് ഉള്ളി സ്റ്റാൻഡപ്പ് ഷോ. പുള്ളിയുടെ പ്രയോറിറ്റി ക്ലിയർ ആണ്. അതായത് പച്ചയ്ക്ക് തുണ്ട് പറയാൻ പറ്റില്ല, ഇതിൽ തമാശ വേണമെന്ന് എനിക്ക് നിർബന്ധമില്ല. അത് അങ്ങനെയല്ല. എനിക്കൊന്ന് പുള്ളിയുടെ വിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്ത് പറയണോ അതെനിക്ക് പറയാൻ പറ്റണം, അത് പബ്ലിക്കിൽ പറയാൻ പറ്റണം, എവിടെയായാലും എനിക്ക് പറയാൻ പറ്റണം. അതിനകത്തൊരു സ്ക്രീനിങ് ഉണ്ടാവാൻ പാടില്ല. അതിന് പുള്ളി ഉപയോഗിക്കുന്ന ഒരു ലേബൽ മാത്രമാണ് ഈ സ്റ്റാൻഡപ്പ്. പുള്ളിയുടെ പൊളിറ്റിക്കൽ ഒപ്പീനിയൻസിനെ പറ്റിയൊന്നും അത്ര ഓപ്പൺ ആയിട്ട് സംസാരിക്കാറില്ല. സ്റ്റാൻഡപ്പിൽ ഞാൻ അങ്ങനെ പറയാറില്ല, ലൈറ്റ് ആയിട്ട് പറഞ്ഞു പോകാറില്ല. ഇല്ല, ഇടയ്ക്ക് ഇങ്ങനെ സംസാരിച്ച് വന്നപ്പോൾ ഞാൻ കേട്ടായിരുന്നു കുറച്ചൊക്കെ. അപ്പോൾ ഇത് ചിലപ്പോൾ നമുക്ക് സെഡീഷനിലോ ഒരു പ്രശ്നമാണ് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ. ഏത് കാര്യം നിർദ്ദേശിക്കുന്നത്? ഞാൻ ഒരുപാട് കാര്യം പറയാറുണ്ടല്ലോ. അതൊക്കെ നമ്മൾ ഒരു ദിവസം പറയും. ഇപ്പം റിൻഷാദ് പറഞ്ഞത് എന്താണെന്ന് അറിയണമെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യണം. റിൻഷാദ് എൻ്റെ ചെവി പറഞ്ഞത് എന്താണെന്ന് അറിയേണ്ടവർ കമന്റ് ചെയ്യണം. അത് നിനക്ക് ആ സബ്ജക്ട് അറിയത്തില്ല, അതുകൊണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല. ഞങ്ങൾ ഡിസ്കസ് ചെയ്യാൻ അന്ന് നീ ഇല്ലായിരുന്നു. ഇതാണ് പ്രശ്നം. നമുക്ക് പറയേണ്ടത് നമ്മളെ കൊണ്ട് പറയാൻ പറ്റില്ല. ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഒന്ന് പറയാനുള്ള പേടി, മടി. ഇല്ല, നമ്മുടെ ടോപ്പിക്കിലേക്ക് കിടക്കുന്ന എൻ്റെ പ്ലേസ്മെന്റ് നടത്തിയിട്ട് ഞാൻ പോട്ടെ. അപ്പം ജൂലൈ 19 അങ്ങനെ എനിക്ക് പറയാൻ പാടില്ലെന്ന് നിങ്ങൾ വിചാരിക്കുന്ന കുറേ കാര്യങ്ങൾ ഞാൻ സ്റ്റാൻഡപ്പ് സെറ്റായിട്ട് എൻ്റെ അഡൽട്ട്സ് ഉള്ളി സ്റ്റാൻഡപ്പ് സ്പെഷ്യൽ എ ഫോർ അനീസ് ഞാൻ ജൂലൈ 19 ബാംഗ്ലൂർ കോറമാംഗല മിനിസ്ട്രി ഓഫ് കോമഡിയിൽ വെച്ച് ചെയ്യുകയാണ്. ജൂലൈ 19 ശനിയാഴ്ച രാത്രി 8 മണിക്ക്. ഞാൻ ബാംഗ്ലൂരിൽ കഴിഞ്ഞ വർഷം ജസ്റ്റ് BLR കോമഡി ക്ലബ്ബിൽ, അത് അതിൻ്റെ സ്ഥലം MG റോഡ്, MG റോഡിൽ ജസ്റ്റ് BLR കോമഡി ക്ലബ്ബിൽ ചെയ്തായിരുന്നു. അന്ന് വന്ന് കണ്ടവർക്ക് അറിയാം, ആ ഷോ തന്നെയാണ് വീണ്ടും വരുന്നത്. അതുകൊണ്ട് അന്ന് കണ്ടവർക്ക് വരണമെന്നില്ല. ഇത് കോറമാംഗൽ ഏരിയയിലേക്ക് മാറ്റിയതിൻ്റെ ഉദ്ദേശം അത് തന്നെയാണ്. സോ നിങ്ങൾ സ്റ്റാൻഡപ്പിനെ ഇഷ്ടപ്പെടുന്നവരാണ്, അനീസിക്കെ ഇഷ്ടപ്പെടുന്നവരാണ്, വിറ്റ് ടോക്സിനെ ഇഷ്ടപ്പെടുന്നവരാണ്, അഡൾട്ട്സ് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ദിസ് ഷോ ഈസ് ഫോർ യു പീപ്പിൾ. ബുക്ക് മൈ ഷോയിൽ ടിക്കറ്റ്സ് ഉണ്ട്. ജൂലൈ 19 ബാംഗ്ലൂർ കോറമാംഗല വെച്ച് കാണാം. See you there. എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട്, എനിക്ക് സ്റ്റാൻഡപ്പിൽ വരുന്ന ഒരു ആകർഷണം എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രൈവറ്റ് ആയിട്ട് പറയുന്ന കുറച്ച് കാര്യങ്ങൾ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്ന് പറയുമ്പോഴാണ് ഒരു രസം. കാരണം നമ്മളെപ്പോഴും ആ സ്റ്റാൻഡപ്പ് ഷോ ആ ഒരു വൈബാണല്ലോ, നമ്മളെല്ലാവരും ഫ്രണ്ട്സാണ്. നാച്ചുറലി ഫ്രണ്ട്സിൻ്റെ അടുത്ത് പറയുന്ന ഒരു സാധനം തന്നെയാണ് നമ്മൾ അവിടെ വന്ന് പറയുന്നത്. അപ്പം തുണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ കേട്ടിട്ടുള്ളതെന്ന് പറഞ്ഞാൽ വളരെ വലിയ സ്റ്റാറുകൾ വരെ അവർ സെറ്റിൽ ഫുൾ തുണ്ടാണ് പറയണെന്നുള്ളതാണ് അല്ലേ? അങ്ങനെയാണല്ലോ എല്ലാവരും ഒരു 4-5. ഇത് ലാലേട്ടനെ ഉദ്ദേശിച്ചാണോ? അല്ല, ഉദ്ദേശിച്ചാണോ? എനിക്ക് തോന്നുന്നു നമ്മുടെ ഒരു സർക്കിളിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ പല കാര്യങ്ങളും പറയും അല്ലേ? പക്ഷെ അത് ഈ സർക്കിൾ മാറുന്നതിനനുസരിച്ച് അല്ലെങ്കിൽ പ്ലാറ്റ്ഫോം മാറുന്നതിനനുസരിച്ച് നമ്മളെ തന്നെ സെൻസർ ചെയ്തുകൊണ്ടിരിക്കും. അത് അങ്ങനെയാണ്. ഇത് ശരിക്കും നമ്മുടെ ടോപ്പിക് ആവിഷ്കാര സ്വാതന്ത്ര്യം, അഭിപ്രായ സ്വാതന്ത്ര്യം, ഇതിന്റെയൊക്കെ ബൗണ്ടറി എന്താണ്? അങ്ങനെ ഒരു ബൗണ്ടറി എന്നൊരു സംഭവം ഉണ്ടോ, ഈ കോൺസെപ്റ്റ് ഉണ്ടോ എന്നുള്ളത്. ഞാനാണെങ്കിൽ എൻ്റെ ജീവിതത്തിലൊരു കഥ പറയാം, അതിൽ നമുക്ക് ശരിയും തെറ്റും അനലൈസ് ചെയ്യാം. തെറ്റായിരിക്കും. അപ്പോൾ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലൊരു ഗ്രൂപ്പുണ്ട്, സ്മാർട്ട് കടി. അപ്പോൾ അതിലെന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഇൻസ്റ്റാഗ്രാമിൽ വരുന്ന കുരിശുതൽ നിറഞ്ഞ റീലുകൾ, അല്പവസ്ത്രധാരികൾ ഒക്കെ ഷെയർ ചെയ്യാൻ പറയരുത്. പിന്നെ അതിനൊരു പേരുണ്ട്, പറയും ആ പേര് പറയാം. അല്ല, GRWM അല്ല, സ്പെസിഫിക്കലി കുറച്ച് എലിമെന്റ്സ് ഉള്ള ബോഡി പോസിറ്റിവിറ്റി, അവർ പബ്ലിക്കായിട്ട് ഷെയർ ചെയ്യുന്ന റീലുകൾ, ബോഡി പോസിറ്റീവ് റീലുകൾ, അതെ, ഷെയർ ചെയ്യുന്ന റീലുകൾ. അപ്പോൾ അത് നമ്മൾ ഒരു 7-8 ബോയ്സ് നമ്മളൊരു ഗ്രൂപ്പുണ്ട്, നമ്മൾ ഷെയർ ചെയ്യണ ഒരു ഗ്രൂപ്പുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ. അതൊരിക്കൽ നമ്മുടെ ഗ്രൂപ്പിലെ വേറൊരു ഫീമെയിൽ ഫ്രണ്ട് കണ്ടുപിടിച്ചപ്പം അവൾ ഭയങ്കരമായിട്ട് ഒഫൻഡഡ് ആയി. എന്റെ കൂട്ടുകാർ ഇത്രക്കാരാണോ? അതെ, എന്റെ കൂട്ടുകാർ ഇത്രക്കാരാണോ? ഇതിനകത്ത് ഏറ്റവും വലിയ തെറ്റെന്താന്ന് വെച്ചാല്, ജോൺ ജോ, മഹാദേവൻ, ഞാൻ, റിൻഷാദ് ഈ ഗ്രൂപ്പിൽ ഇല്ല. ഞങ്ങൾ ഞങ്ങളില്ല.
ഇത് നമ്മുടെ കോളേജ് ഗ്രൂപ്പ് ആയിരുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് കാണണ്ടേ? കുറച്ച് മുന്നേ ആയിരുന്നു അത്, ശരിയാ. പക്ഷെ എന്താണെന്നറിയോ, ആ ഒരു സമയത്ത് തന്നെ ഡൽഹി ബേസ്ഡ് ആയിട്ട് സ്കൂൾ പിള്ളേരുടെ ഒരു ഗ്രൂപ്പ്, ഇതേപോലെ കുറച്ച് ഗ്രൂപ്പില് ഇപ്പോഴും വരുന്നുണ്ടല്ലോ, കുറച്ച് ആണുങ്ങളുടെ ഗ്രൂപ്പ് ഉണ്ട്. അവരിങ്ങനെ പെണ്ണുങ്ങളെ ഒബ്ജക്ടിഫൈ, റേപ്പ് ചെയ്യുക, അങ്ങനത്തെ ഒരു ഐഡിയ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഗ്രൂപ്പ്സ് ഉണ്ട്. അപ്പോൾ പെട്ടെന്ന് ഇക്വേറ്റ് ചെയ്ത്, അതായത് നമ്മുടെ ഗ്രൂപ്പ് അതുപോലൊരു ഗ്രൂപ്പാണ്. അപ്പോൾ നമുക്ക് ആക്ച്വലി പറഞ്ഞു നിൽക്കാൻ ഡിഫൻസ് ഇല്ല. കാരണം ആ സമയത്ത് ആ ഒരു ഇഷ്യൂ കത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു ഗ്രൂപ്പ് പുള്ളിക്കാരുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. ശരിയാ, അങ്ങനെ നമ്മളെ ക്യാൻസൽ ചെയ്തു. അപ്പോഴും എനിക്ക് തോന്നിയൊരു സാധനം എന്ന് പറഞ്ഞാൽ, നമ്മുടെ ബൗണ്ടറിയിൽ ഇപ്പം ഞാൻ ആക്ച്വലി ആൾക്കാരെ നമ്മൾ ബാക്ക് ബിച്ചിങ് നല്ലൊരു സാധനമാണ്. അതായത് ഇപ്പം എനിക്കാണെങ്കിൽ ജയനെ പറ്റി കുറ്റം പറയുകയാണെങ്കിൽ എനിക്ക് മുഖത്ത് നോക്കി പറയരുത്, മനസ്സിലായില്ല, അത് ജയന് ഹെർട്ട്ഫുള്ളാണ്. ഞാനും റിൻഷാദും അനീസും ഇരിക്കുമ്പോൾ നമുക്കൊരു എൻ്റർടൈൻമെൻറ്റ് ശരി, അഖിലിനെ പറ്റി നമുക്കാണെങ്കിൽ കുറ്റം പറയാം, അതിൽ ചിരിക്കാം, അഖിലിനെ റോസ്റ്റ് ചെയ്യാം, അഖിലിൻ്റെ കുറവുകൾ നമുക്ക് പറഞ്ഞ് പൊട്ടിച്ചിരിക്കാം. പക്ഷെ അതൊരിക്കലും നമ്മൾ അഖിലിനെ കാണുമ്പോൾ പറയരുത്, കാരണം അത് അഖിലിന് ഹേർട്ട്ഫുള്ളാണ്. ഓക്കെ, ഇനി ഇത് അഖിൽ അറിയാൻ പാടില്ല, മനസ്സിലായില്ല. അതുകൊണ്ടാണ് നമ്മൾ ആ ഒരു ട്രസ്റ്റഡ് ഗ്രൂപ്പിൽ മാത്രം ചെയ്യുന്നത്. പക്ഷേ ഞാൻ ബേസിക്കലി ഞാൻ ഫോർ ഇൻസ്റ്റൻസ് ഞാനിതാണ് ചെയ്തത്. ഞാൻ അഖിലിനെ പറ്റി നിങ്ങളുടെ അടുത്ത് കുറേ കുറ്റം പറഞ്ഞു, നമ്മൾ വളരെ എൻജോയ് ചെയ്തു. ഓക്കെ, കുറച്ച് കുലിസിതം പറഞ്ഞു, എല്ലാം പറഞ്ഞപ്പം നിങ്ങളും ഹാപ്പി, ഞാനും പറഞ്ഞതിൻ്റെ ഒരു ഹാപ്പി. അഖിലിനൊന്നും നടന്നിട്ടില്ലല്ലോ. അഖിൽ എന്ന വ്യക്തി അഖിലിൻ്റെ ജീവിതമായിട്ട് പോവല്ലേ. അപ്പോൾ അങ്ങനെ എൻ്റെ സ്പേസിൽ ഞാൻ അഖിലിനെ കുറ്റം പറയുന്നതിൽ തെറ്റുണ്ടോ? അഖിൽ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടുമാണ്. ഈ ഒരു ഹെൽത്തി ലെവൽ ഓഫ് ഗോസിപ്പ് എന്ന് പറഞ്ഞാലുണ്ടോ? ശരിക്കും നമ്മുടെ ടോപ്പിക്കിൽ നിന്ന് വിട്ടു എന്നാലും ഞാൻ പറയാം, തെറ്റും ശരിയും സാധനം ഇല്ല. ബേസിക്കലി തെറ്റും ശരിയും ഇല്ല. കാരണം തെറ്റ് ശരിയെന്ന് പറഞ്ഞാൽ ഒരു ലോക തെറ്റ് അല്ലെങ്കിൽ ലോകത്തിൻ്റെ മൊത്തങ്ങളിൽ തെറ്റ് ശരി അങ്ങനെയൊന്നുമില്ല. നീ പറയുന്ന ഏത് കാര്യത്തിനും ഒരു തെറ്റ് അല്ല ശരിയെന്ന് പറയുന്നത് ഓരോ സിസ്റ്റത്തിന്, ഇപ്പം റിലീജിയസ് പരമായിട്ട് നോക്കുകയാണെങ്കിൽ നീ പറയുന്നത് തെറ്റാണ്. ഇന്ത്യൻ റൂൾ പ്രകാരം നോക്കുകയാണെങ്കിൽ നീ പറയുന്നതിനകത്ത് തെറ്റൊന്നൊരു പ്രശ്നമില്ല. അപ്പം നീ ഇത് ഏത് കണ്ണിൽ എവിടെ നിന്ന് നോക്കുന്നു മാത്രമേ ഉള്ളൂ പല കാര്യങ്ങളിലും. അഖിലിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ അഖിലത് കേട്ടാൽ നീ ചെയ്യുന്നത് തെറ്റാണ്. നീ അത് എൻജോയ് ചെയ്യുന്നവർക്ക് ആർക്കും അത് തെറ്റായിട്ട് തോന്നത്തില്ല. ഇനി ഇതല്ലാതെ മൂന്നാം നില കേട്ടാൽ അവരുടെ അഭിപ്രായമല്ലേ പറയുന്നത് എന്ന് വിചാരിച്ച് കണ്ണു. അഖിലിനെ ഇഷ്ടമുള്ള ഒരാൾ നിങ്ങളെ ഇഷ്ടമില്ലാത്ത ഒരാൾ കേട്ടാൽ അയാൾക്ക് തെറ്റാണ്. അതുകൊണ്ട് തെറ്റും ശരി എന്നുള്ളൊരു സ്പെസിഫിക് ബൗണ്ടറി ഇല്ല ഒരു കാര്യത്തിലും. തെറ്റും ശരി, അതുകൊണ്ടാണല്ലോ ആൾക്കാർ ബ്ലാക്കും വൈറ്റും മാത്രമല്ല ഗ്രേ ബോർഡേഴ്സ് ഉണ്ട്, ഗ്രേ ഷെയ്ഡ്സ് ഉണ്ട് എന്ന് പറയുന്നത്. ഇതിനകത്ത് തെറ്റ് ശരിയൊന്നുമില്ല. നീ പറഞ്ഞു, ഇനി പറഞ്ഞു. അപ്പോൾ അഖിലിനെ കുറ്റം പറഞ്ഞാൽ അപ്പോൾ ആക്ച്വലി പൊളിറ്റിക്കൽ കറക്റ്റ്നസും അങ്ങനത്തെ ഒരു സാധനം പറയുന്ന ഒരു സ്ട്രോങ് ആയിട്ട് ഒബ്ജക്ട് ചെയ്യുന്ന ഒരാളാണ് പൊളിറ്റിക്കൽ കറക്റ്റ്നസ്. അങ്ങനെ നോക്കേണ്ട കാര്യമില്ല. അങ്ങനെ കാലഘട്ടത്തിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സാധനം കൂടിയാണ്. ചില പഴയ സിനിമകളിൽ അക്സെപ്റ്റഡ് ആയിരുന്നു, അല്ലെങ്കിൽ അന്ന് ഓഡിയൻസ് എൻജോയ് ചെയ്യുന്ന സാധനങ്ങൾ ഇപ്പോൾ അതിപ്പോൾ എല്ലാ കാലഘട്ടത്തിലും ഇങ്ങനെ നമ്മളെ അപ്ഡേറ്റ് ചെയ്യുന്ന സ്വയം വിശ്വസിച്ച് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ മനുഷ്യൻ പുരോഗമിക്കുകയാണ് അല്ലെങ്കിൽ പ്രോഗ്രസീവ് ആവുകയാണ്, റിവൈവ് ചെയ്യുകയാണെന്നൊക്കെ വിചാരിച്ച് ചെയ്യുന്ന കാര്യങ്ങൾ നമുക്ക് അതാത് കാലഘട്ടങ്ങളിൽ അത് ശരിയെന്ന് തോന്നുന്ന കുറേ കാര്യങ്ങൾ പിന്നീട് തെറ്റായിട്ട് മാറിയേക്കാം. ചിലപ്പോൾ പിന്നീട് ശരിയായിട്ട് തന്നെ നിലനിന്നേക്കാം. അത് ബാക്കിലേക്കുള്ളവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത, മുന്നോട്ടുള്ളവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ആവും. അതങ്ങനെ തന്നെ നിൽക്കും. ഇതിങ്ങനെ മനുഷ്യൻ പോയിക്കൊണ്ടേയിരിക്കും. ഞാൻ ആക്ച്വലി ഇപ്പോൾ US-ലൊക്കെ എൻ്റർടൈൻമെൻറ്റിൽ വളരെ വലിയൊരു ഷിഫ്റ്റ് വരുന്നുണ്ട്. കാരണം കൂടുതൽ ഡോമിനേറ്റ് ചെയ്യുന്ന ഇന്ത്യയിൽ നിന്നും ചൈനയിൽ നിന്നുമുള്ള ഈ ഓഡിയോ സ്റ്റോറീസും മൈക്രോ ഡ്രാമ പ്ലാറ്റ്ഫോംസും ഒക്കെയാണ് ഡോമിനേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനെപ്പറ്റി നേരത്തെ പറഞ്ഞിട്ടുണ്ടോ? അപ്പോൾ ഇതിനെപ്പറ്റി ഒരു ആർട്ടിക്കിൾ വന്നിട്ടുണ്ട്, ന്യൂയോർക്കറിൽ എന്തോ വന്നിട്ടുണ്ട്. ബേസിക്കലി എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മളൊരു മൈക്രോ ഡ്രാമ പ്ലാറ്റ്ഫോം എടുക്കും. മൈക്രോ ഡ്രാമ എന്ന് പറഞ്ഞാൽ ഈ റീൽ സീരീസ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉള്ളൊരു പ്ലാറ്റ്ഫോം ഇപ്പോൾ കുറേ ഉണ്ട്. ഇപ്പോൾ ഇന്ത്യയിലും കുറേ റീൽ ഷോർട്സ്, റീൽ ഡ്രാമ അങ്ങനെ കുറേ പ്ലാറ്റ്ഫോം വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ പെനിട്രേഷൻ, ഇത് ഭയങ്കര പെനിട്രേഷനുള്ള സാധനമാണ്. അതായത് കൂടുതൽ കേൾക്കുന്നത് ലേമെന്നും ഇതേപോലെ ഡ്രൈവേഴ്സ്, ജാനിറ്റേഴ്സ്, അങ്ങനെ ഉള്ള കോമൺ മാനാണ് ഇത് കേൾക്കുന്നത്. അപ്പോൾ ആർട്ടിക്കിൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ ഹോളിവുഡ് വളരെ പൊളിറ്റിക്കലി കറക്റ്റ്നെസ് പിടിച്ച് അവർ ആക്ച്വലി ഒരു മാസിന് എന്താണ് വേണ്ടത് എന്നുള്ളതിൽ അവർക്കൊരു ഡിസ്കണക്റ്റ് ഉണ്ടായിട്ടുണ്ട്. ആ ഒരു ഗ്യാപ്പാണ് ഈ ഇന്ത്യനും ചൈനീസ് ആപ്പും കവർ ചെയ്യാൻ നോക്കുന്നത്. കാരണം ഇപ്പം ഇത് കൊടുക്കുന്ന ചൈനീസ് ആപ്സിൻ്റെ സ്റ്റോറീസ് എടുക്കുകയാണെങ്കിൽ അതിൽ ഹീറോയിൻ സുന്ദരിയായിരിക്കും, ഗോർജിയസ് ആയിരിക്കും, ഹീറോ എന്ന് പറയുന്നത് പണക്കാരനായിരിക്കും, എക്സ്ട്രീംസ് ആണ്, എന്ന് വെച്ചാൽ ബില്ലിനിയർ ആണ്, അങ്ങനെ സാധാരണ പണക്കാരൻ, ഫാൻറ്റസിയുടെ മാക്സിമത്തിൻ്റെ ഇതാണ്.
അപ്പോൾ ഒരുപക്ഷെ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് എന്ന് പറയുന്ന സാധനം നോക്കി അമേരിക്കൻ നിങ്ങൾക്ക് ഇത് ഒരു കണക്ട് ചെയ്യാൻ പറ്റാതെ പോയിന്റ് നീ പണ്ട് പറഞ്ഞിട്ടുണ്ട് അല്ല പറഞ്ഞിട്ടില്ലേ, നീ അന്ന് ഫ്രെയിം ചെയ്ത് വേറെ രീതിയിലാണ്ട് നമുക്ക് ആദ്യം കണക്ട് ചെയ്യാൻ പറ്റാതെ വരും. അതുകൊണ്ട് കേൾക്കുന്നവർക്ക് ഫ്രഷ് ഐഡിയ ആയിട്ട് തോന്നും. അതെ. പിന്നെ വേറൊരു സാധനം എന്ന് പറഞ്ഞാൽ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് എനിക്ക് തോന്നുന്നില്ല. നമുക്ക് നമ്മുടെ മേജർലി നാച്ചുറൽ ട്രേറ്റ്സ് എന്ന് പറയുന്നത് ഇവല്യൂഷൻ സപ്പോർട്ട് ചെയ്യുന്ന ട്രേറ്റ്സ് ആണ്. ഒരിക്കലും പൊളിറ്റിക്കലി കറക്റ്റായ ഒരു വ്യക്തി വെറുപ്പിക്കുന്ന ഒരു വ്യക്തിനെ പണ്ട് നമ്മളൊരു കൂട്ടമായിട്ട് ജീവിക്കുമ്പോൾ നമ്മൾ കട്ട വെറുപ്പീരാണെങ്കിൽ ചിലപ്പോൾ നമ്മൾ അടിച്ച് കൊല്ലാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷെ കൂടുതൽ വെറുപ്പിക്കുന്ന ഈ ഭയങ്കര പൊളിറ്റിക്കലി കറക്റ്റ്നെസ് പറഞ്ഞു വരുന്ന ആൾക്കാരല്ലേ. അതായത് ഇപ്പോൾ അനീസിക്കൊക്കെ വല്ലവരെ അടിക്കാനൊരു ചാൻസ് കിട്ടുവാണെങ്കിൽ, ഒരു ഫ്രീ റൈഡ് കിട്ടുവാണെങ്കിൽ, ഇതേപോലെ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് പറഞ്ഞു വരുന്നവരല്ലേ. നേരത്തെ എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ട്, അതായത് ഈ ഡ്യുവൽ മൈൻഡഡ് അല്ലെങ്കിൽ ഇരട്ടത്താപ്പ്, ഡ്യുവൽ ഫേസ്ഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ടല്ലോ. അതായത് ഇത് പറയുകയും നമുക്കത് പ്രവർത്തിക്കാൻ പറ്റത്തില്ലെന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യം. സത്യത്തിൽ ഇത് പ്രവർത്തിക്കാൻ പറ്റും. നീ പറഞ്ഞ പോലെ എന്തൊക്കെ നമ്മൾ പബ്ലിക്കിൽ പറഞ്ഞാലും അതിൻ്റെ അവരുടെ പേഴ്സണൽ ബൗണ്ടറിയിൽ നമ്മൾ ഇതെല്ലാം ബ്രേക്ക് ചെയ്യുന്നവരാണ്. കാരണം മനുഷ്യൻ അങ്ങനെയാണ്. മനുഷ്യൻ അത്രയും ലിമിറ്റഡ് വീക്കായിട്ടുള്ളൊരു ജീവിയാണ്. അപ്പോൾ ഇത് ശരിക്കും അപ്പോൾ ആൾക്കാർ പറയുന്ന ധാരണ നമ്മളതൊരിക്കലും പുറത്ത് കാണിക്കാൻ പാടില്ല. നമ്മുടേതായ പ്രശ്നങ്ങളുണ്ടെങ്കിൽ നമ്മളത് ഉള്ളിൽ പ്രശ്നം പരിഹരിക്കുക എന്നുള്ളതാണ്. അല്ലാതെ നിങ്ങൾ ഇതിനെ ഗ്ലോറിഫൈ ചെയ്ത് പുറത്ത് കാണിക്കുമ്പോൾ അത് ബാക്കിയുള്ളവർക്കും ചെയ്യാൻ ലൈസൻസ് ആകും എന്നുള്ളതാണ്. അപ്പോൾ അത് അങ്ങനെ തന്നെ ചെയ്ത് ഇത് ഒതുക്കി വെക്കുന്ന മനുഷ്യൻ ഇത് ചുമ്മാ ഇങ്ങനെ കാണിക്കുന്നത്, അതാ അങ്ങനെ ചെയ്ത് ഇങ്ങനെ ചെയ്ത്. പക്ഷെ ഇവൻ ബേസിക്കലി ഇങ്ങനെയാണ്. പക്ഷെ ഇവൻ പറച്ചില് ഭയങ്കര ഏറ്റവും ബെസ്റ്റ് ഹ്യൂമൻ ബീയിങ് ആയിട്ട് പ്രസന്റ് ചെയ്യുകയും ചെയ്യും. ഇങ്ങനെയാണ് നിങ്ങളുടെ ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്, ഇതിനകത്ത് നിർത്തി വേണം ചെയ്യാന്ന് പറയും. അവന്റെ ഇതിലാണ് നിൽക്കുന്നത് എന്നുള്ളത് നമുക്ക് അറിയുകയും ചെയ്യാം. വെർച്യൂ സിഗ്നലിംഗ് എന്ന് പറയും. അതിനൊരു വാക്കുണ്ട്, വെർച്യൂ സിഗ്നലിംഗ് എന്ന് പറയും. അതാണ് ഇപ്പം റേസിസത്തിനെ പറ്റി ഏറ്റവും കൂടുതൽ ആക്റ്റീവ് വൈറ്റ് വുമണാണ്. നോക്കുകയാണെങ്കിൽ വൈറ്റ് ആൾക്കാരുടെ റേസിസം, ഇപ്പം നമ്മളൊരു റേസിസ്റ്റ് തമാശ ഉണ്ടാക്കുകയാണെങ്കിൽ ഒഫൻഡഡ് ആവുന്നത് വൈറ്റ് ആൾക്കാരാണ്. കാരണം അവർക്ക് ഗിൽറ്റുണ്ട്, അവർക്ക് അവരുടെ പ്രിവിലേജിൻ്റെ ഗിൽറ്റുണ്ട്. അപ്പോൾ അവർക്ക് ആ വെർച്യൂ സിഗ്നലിംഗ് ചെയ്താലേ അവർക്കൊരു നോർമാലിറ്റി അല്ലെങ്കിൽ ആ ഒരു സാധനത്തിലോട്ട് വരാൻ പറ്റുള്ളൂ. അപ്പോൾ പലപ്പോഴും നമ്മളിപ്പോൾ ഒരു ഫിസിക്കലി ചലഞ്ച്ഡ് ഒരാളെ പറ്റി തമാശ പറയുകയാണെങ്കിലും ആ ഫിസിക്കലി ചലഞ്ച്ഡ് ആൾക്ക് അതൊരു പ്രശ്നമല്ലെങ്കിലും, അതാണല്ലോ ലേറ്റൻറ്റിൽ ഒരു ഫിസിക്കലി ചലഞ്ച്ഡ് ആൾ വന്നിട്ട് അയാളുടെ അടുത്ത് ചോദിച്ചു, ഞാൻ നിങ്ങളെ ലങ്കടാന്ന് എന്നെ ലങ്കടാന്ന് വിളിച്ചോ, മനസ്സിലായില്ലേ? അത് അയാൾ ഫൺ വൈബിലാണ് എടുത്തത്. പക്ഷേ ഏതോ ഒരു അസോസിയേഷൻ അതിൻ്റെതിരെ എഫ്ഐആർ കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ അസോസിയേഷൻ്റെ തലപ്പത്തിരിക്കുന്ന ചിലപ്പോൾ ഡിസേബിൾഡ് ആൾക്കാരായിരിക്കില്ല, ഡിസേബിൾഡ് ആൾക്കാരുമായിട്ട് ബന്ധമുള്ള അവരെ അപ്ലിഫ്റ്റ് ചെയ്യണമെന്ന് ആഗ്രഹിച്ച്, അല്ലെങ്കിൽ അവരുടെ ഫ്രീ ടൈം ഞാൻ ഈ കാശൊക്കെ ഉണ്ടാക്കി എൻ്റെ ഫ്രീ ടൈം എന്തെങ്കിലും ചെയ്യണം, ഞാൻ എൻ്റെ നാടിന് ഇതിൽ തിരിച്ചു കൊടുക്കണം എന്നൊക്കെ വിചാരിച്ച് ചെയ്യുന്ന ആൾക്കാരാണ് എൻ്റെ തലപ്പത്തിരിക്കുന്നത്. ഇതിലെനിക്ക് ഭയങ്കര റോങ് ആയിട്ട് തോന്നുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, അതിൽ നമ്മൾ ബേസിക്കലി പറയുന്ന, ഇപ്പം ഞാനാണ് അപ്ലിഫ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന മാന്യൻ എന്ന് വെച്ചാൽ, ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അവർക്കൊരു സെൻസ് ഓഫ് ഹ്യൂമർ ഇല്ല, മനസ്സിലായില്ലേ? അതായത് അവർക്ക് സ്വയമായിട്ട് ചൂസ് ചെയ്യാനോ എക്സ്പ്രസ് ചെയ്യാനുള്ള സ്പേസ് ഇല്ല. അതായത് അവർക്ക് ഇതിനെപ്പറ്റി ഒഫൻഡഡ് ആയ ഞാനാണ് അവരെ റെപ്രസെന്റ് ചെയ്യുന്ന എന്ന് ഞാൻ എന്നെ ചെറുതായിട്ട് സെൽഫ് അപ്പോയിന്റ് ചെയ്തിരിക്കുകയല്ലേ. അവരൊന്നും പറഞ്ഞില്ല, അവരാണ് ഒഫൻസ് എടുക്കുന്നതും പ്രതികരിക്കുന്നതും. ഇതിനകത്ത് ഏറ്റവും റീസെന്റ് ആവിഷ്കാര സ്വാതന്ത്ര്യം അല്ലെ അഭിപ്രായ സ്വാതന്ത്ര്യമായി ബന്ധപ്പെട്ട ഏറ്റവും റീസെന്റ് 2 ഇഷ്യൂസ് ഞാൻ നോട്ട് ചെയ്തു ഈ പരിപാടിക്ക് നമ്മൾ ഷൂട്ട് ചെയ്യാൻ ഇരിക്കുന്ന സമയത്ത്. ഇത് ജൂൺ 11 നമ്മൾ ഷൂട്ട് ചെയ്യാനിരിക്കുമ്പോൾ ഏറ്റവും റീസെന്റ് 2 ഒപ്പിയിലെ പ്രശ്നം ഞാൻ കണ്ടു. ഈ എപ്പിസോഡ് ഇറങ്ങണ മുമ്പേ ചിലപ്പോൾ നമ്മൾ ക്യാൻസൽഡ് ആവും അല്ലേ? ആ 2 ഇഷ്യൂസിൽ ഒന്ന് മറ്റേ ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്നുള്ള സുരേഷ് ഗോപി സിനിമ. ജാനകി എസ് എന്നാക്കാൻ പറഞ്ഞ ജാനകി വി ജാനക വി കേരള അങ്ങനെ ആക്കും. ജാനകി വി എസ് കേരള എന്നാക്കേണ്ടി വരും. അല്ല ശരിക്കും ഇതിനകത്ത് നമ്മളിപ്പോൾ എമ്പുരാൻ സംഭവം വന്നപ്പോൾ നമ്മൾ പറഞ്ഞൊരു സംഭവം ഉണ്ട്. ഇത് പകുതി ഒരു കൊമേഴ്ഷ്യൽ മാർക്കറ്റിംഗ് സംഭവം ഉണ്ട് ഇതിനകത്ത്. അതായത് സെൻസർ ബോർഡ് അത് കട്ട് ചെയ്യണമെന്ന് എമ്പുരാൻ ടീമിനോട് പറഞ്ഞിട്ടില്ലായിരുന്നു. ലൈക്ക് വൈസ് ഇതിൻ്റെയും കേസിൽ സെൻസർഷിപ്പ് നീണ്ടുപോയി. അതായത് ജൂലൈ സ്റ്റാർട്ടിങ്ങിലെങ്ങാണ്ട് റിലീസ് ചെയ്യാൻ പറ്റുന്ന പടം, അല്ലെങ്കിൽ ജൂൺ ലാസ്റ്റ് റിലീസ് ചെയ്യാൻ പറ്റുന്ന പടമാണെന്ന് തോന്നിയത്. അവരുടെ സെൻസറിങ് പ്രോസസ്സ് കംപ്ലീറ്റ് ആവാതെ നിൽക്കുകയും ആ സമയത്ത് സെൻസർ ബോർഡിൻ്റെ പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ പോലെയാണ് ഇത് വരുന്നത്. അതായത് ആ പേര് ജാനകി എന്നുള്ള പേര് സെക്ഷലി അസോൾട്ടഡ് അല്ലെങ്കിൽ അസോൾട്ടഡ് ആയിട്ടൊരു പെൺകുട്ടിയും സ്റ്റേറ്റിന് അഗേൻസ്റ്റുള്ള കോർട്ട് ഡ്രാമയായിരിക്കും പടം. അപ്പോൾ ആ ജാനകി അസോൾട്ടായ ഒരു ആളാണ് പ്രൈം കഥാപാത്രം ഇതിനകത്ത്. അപ്പോൾ അത് ജാനകി സീതയുടെ പേരാണെന്നും, അപ്പോൾ അസോൾട്ടായ ഒരു ലേഡിയുടെ പേര് ഇതിനകത്ത് വന്നാൽ അതൊരു ഒഫൻസായിട്ട് ആൾക്കാർ ചിലപ്പം ഹൈന്ദവ വികാരം വ്രണപ്പെട്ടേക്കാം എന്നുള്ളൊരു ദീർഘവീക്ഷണത്തിൽ സെൻട്രൽ ബോർഡ് ഓഫ് ഈ പറയുന്ന കമ്മിറ്റി പേഴ്സണലി ഇവരോട് പറഞ്ഞത് പേര് മാറ്റിക്കൂടെ എന്ന് പറഞ്ഞതും ആ സെൻസറിങ് പ്രോസസ്സ് നീണ്ടുപോയത് കൊണ്ട്
ഇതെടുത്തിട്ട് എന്നാൽ പിന്നെ ഇതായിരിക്കും പ്രശ്നം എന്ന് ചോദിച്ചാൽ അങ്ങനെ അത് ന്യൂസായി വന്നതാണ്. അല്ലാതെ എനിക്ക് തോന്നുന്നില്ല ഒഫീഷ്യലി അവർ പേപ്പറിൽ ഇത് മാറ്റണം എഴുതി കൊടുത്തില്ല, അങ്ങനെ കൊടുക്കാനും പറ്റത്തില്ല. കാരണം ഇതേ പ്രശ്നത്തിൻ്റെ മുന്നേ ഒരാൾ പത്മകുമാർ എന്ന് വേറൊരു ഡയറക്ടർ പറഞ്ഞത് അയാളുടെ പടത്തിൻ്റെ പേരിൽ ജാനകി ഉണ്ടായിരുന്നു, അവസാനം ഒരു പേര് മാറ്റേണ്ടി വന്നു. അതും അയാൾക്ക് ഒഫീഷ്യലി അവർ എങ്ങും എഴുതി കൊടുത്തിട്ടില്ല. ഇതിങ്ങനെ മാറ്റം അതായിരിക്കും നല്ലത്, നമുക്ക് എളുപ്പം സെൻസർഷിപ്പ് പൂർത്തീകരിക്കാൻ അവർ പേഴ്സണലി പറഞ്ഞതിൻ്റെ വാട്സപ്പ് മെസ്സേജിൻ്റെ പേരിൽ അയാൾ പേര് സീതയുടെ വേറൊരു പേരാണ് ജാനകി ശരിക്കും. എന്നിട്ട് ഇവരിപ്പം അവർ തന്നെ സജസ്റ്റ് ചെയ്തതാണെന്ന് തോന്നുന്നു. എന്നാൽ പിന്നെ ഞങ്ങൾ പേര് ഇങ്ങനെ ഒരു ഇനീഷ്യലിട്ട് മാറ്റാം, പിന്നെ ഇടയ്ക്കിടയ്ക്ക് ആ പേര് ഇതിനകത്ത് സിനിമയ്ക്കകത്ത് ഇത്രയാണ് പറയുന്നുണ്ട്. അപ്പോൾ ജാനകി അസോൾട്ട് ചെയ്യപ്പെടുന്ന ഡയലോഗ് ചിലപ്പോൾ കാണും അതിനകത്ത്. അതായത് ഈ കേസ് കോടതി വാദിക്കുമ്പോൾ എന്തായാലും പറയുന്നുണ്ടല്ലോ ജാനകി അസോൾട്ട് ചെയ്ത സമയത്തൊന്നും സുരേഷ് ഗോപി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് ഇവരിങ്ങനെ ഇൻ്റർപ്രറ്റ് ചെയ്യുക എന്നുള്ളത് സത്യത്തിൽ ചുമ്മാ ബാലിശ്യമായ വാദങ്ങളാണ്, അത് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ ഇതിന് അറൗണ്ട് ഇന്നൊരു സാധനം ബിൽഡ് ചെയ്താൽ അത് വർക്കാവുമെന്നും സോഷ്യൽ മീഡിയയിൽ ചർച്ചയാവുമെന്നും എല്ലാവർക്കും അറിയാം. അത് പ്ലസ് ആയിട്ട് മൈനസ് ആയിട്ട് എടുക്കാം, സിനിമയ്ക്ക് പ്രയോജനം ചെയ്യുന്നത്. പ്ലസ് മറ്റേ ഈ പറയുന്ന പ്രൊപ്പഗാൻഡ യൂസ് ചെയ്യുന്നവർക്ക് അത് ഒരു ടൂളായിട്ട് യൂസ് ചെയ്ത് പറയാം, കേട്ടോ ഹിന്ദുക്കളെ എണ്ണപ്പെടുത്തുമെന്ന് പറയാം. സത്യത്തിൽ മെജോറിറ്റി ഹിന്ദുക്കൾ ഇതിനെപ്പറ്റി ബോധഡ് അല്ലെന്നുള്ള സത്യമാണ്, നമുക്ക് വ്യക്തമായിട്ട് അറിയാം. മെജോറിറ്റി ഹിന്ദുക്കളും ബോധറില്ല ഇതിനെപ്പറ്റി. അതായത് അങ്ങനെ ബോധറില്ലായിരിക്കും. പക്ഷേ ഇപ്പം അല്ല, എൻ്റെ ഒരു കാഴ്ചപ്പാടില്ല ഞാൻ പറയുന്നത്, എനിക്ക് തോന്നുന്നത്, എൻ്റെ തോന്നലാണ്. അല്ലെങ്കിൽ തന്നെ നമ്മളിവിടെ പറയുന്നത് ഏറ്റവും ഒതന്റിക് ആയിട്ടുള്ള കാര്യങ്ങളല്ല. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ പത്രം വായിക്കുന്നത് ഏറ്റവും ഒതന്റിക് ആയിട്ട് വിശ്വസിക്കുന്നതിനേക്കാൾ വലിയ മണ്ടത്തരമായിരുന്നു. നമ്മുടെ എക്സ്പ്രഷൻ, ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ, ഫ്രീഡം ഓഫ് സ്പീച്ച്, അത് നമ്മുടെ ഐഡിയാസ് പറയുന്നുള്ളതല്ലാതെ ഹിന്ദുക്കളുടെ എല്ലാവരുടെയും പേര് മിക്കവാറും ദൈവങ്ങളുടെ പേരാണ്. ഇപ്പം നമുക്ക് നീലകണ്ഠൻ എന്നുള്ള സുഹൃത്തിനെ അറിയത്തില്ലെങ്കിലും നമുക്ക് മംഗലശ്ശേരി നീലകണ്ഠനെ അറിയാമല്ലോ, മോഹൻലാലിൻ്റെ ക്യാരക്ടറിനെ. ആൻഡ് കാർത്തികേയൻ അതൊരു ദൈവത്തിൻ്റെ പേരാണ്, അത് മോഹൻലാലിൻ്റെ ക്യാരക്ടേഴ്സാണ്. ആൻഡ് മോഹൻലാലിൻ്റെ കുറേ ക്യാരക്ടേഴ്സ് ദൈവങ്ങളുടെ പേരാണ്. ഇപ്പം നമുക്ക് പരിചയമുള്ള ആൾക്കാർ ശിവൻകുട്ടി, ശിവൻ, അപ്പം അതൊക്കെ ദൈവങ്ങളുടെ പേരാണ്. രാംജി റാവോ വില്ലനല്ലേ? രാംജി റാവിന് ദൈവമായിട്ട് രാമുണ്ടല്ലോ, നമുക്ക് രാമൻ, ഇതൊക്കെ ശരിക്കും ദൈവങ്ങളുടെ പേരല്ലായിരുന്നു. തിരിച്ച് ഏത് കാസ്റ്റിലെടുത്താലും പ്രവാചകന്മാരുടെ, വിശുദ്ധന്മാരുടെ, അല്ലെങ്കിൽ ദൈവത്തിന് അപ്പോയിന്റഡ് ആൾക്കാരുടെ ഒക്കെ പേരുകളാണ് എല്ലാവരും ഇടുന്നത്. അല്ലെങ്കിൽ ദൈവത്തിന്റെ പേരിന്റെ പര്യായങ്ങൾ, ഇതൊക്കെയാണ് എല്ലാവരും ഇടുന്നത്. അപ്പൊ അത് നമുക്ക് ഒഴിവാക്കാൻ പറ്റത്തില്ല ലോക ക്രമത്തിൽ, നമ്മുടെ ജീവിത ക്രമത്തിൽ. എനിക്ക് ആക്ച്വലി ഇത്ര നാളറിഞ്ഞൂടെ ജാനകി എന്ന് പറഞ്ഞ സീതയുടെ പേരാണ്. സീതയുടെ ശരിക്കും പര്യായം തന്നെ ആയിരിക്കും ജാനകി. ജനകന്റെ പുത്രിയാണ് ജാനകി, അത്രേ ഉള്ളൂ. സീത എന്നാണ് എല്ലാവർക്കും ഏറ്റവും പോപ്പുലർ നെയിം സീത തന്നെയാണ്. അപ്പം സത്യത്തിൽ സീത ഏറ്റവും കൂടുതൽ അസോൾട്ട് ചെയ്യപ്പെട്ടത് സീതയുടെ ചരിത്രത്തെ സംശയിച്ച് സൊസൈറ്റിയെ കാണിക്കാൻ വേണ്ടി രാമന് സീതയെ ഉപേക്ഷിച്ചതാണ് ഏറ്റവും വലിയ അസോൾട്ട് എന്ന് പറയുന്നത്. അതായത് രാവണൻ അബ്ജക്ട് ആപേക്ഷികം റിലേറ്റീവ് ആയിട്ടാണ്. ആക്ഷേപിക്കുക എന്ന് വെച്ചാൽ ഞാൻ ഇൻസൾട്ട് ചെയ്തത്. എൻ്റെ കൺസെപ്റ്റിൽ രാമായണം നമ്മൾ കേൾക്കുമ്പോൾ ഏറ്റവും വലിയ അസോൾട്ട് എന്ന് പറയുന്നത് രാവണൻ അബ്ജക്ട് ചെയ്തുകൊണ്ട് പോയി സീതയെ. അപ്പം യുദ്ധം നടന്നത് അതിന് വേണ്ടിയാണ്. രാവണന്റെ ലങ്കയിൽ നിന്ന് തിരിച്ചു പിടിച്ചോണ്ടിരാൻ വേണ്ടി യുദ്ധം നടന്ന് ജയിച്ചു പിടിച്ചോണ്ട് രാവണനെ തട്ടി കൊണ്ടുവന്ന സീത എത്രയും നാൾ രാവണന്റെ കയ്യിലിരുന്നത് കൊണ്ട് സീതയുടെ സ്വഭാവത്തിലും സീതയുടെ ചരിത്രത്തിലും സംശയം ആൾക്കാർക്കുണ്ടായി. അങ്ങനെ റൂമേഴ്സ് പരക്കുന്നു. ചാരന്മാർ പറഞ്ഞതിന് പ്രകാരമാണല്ലോ ശരിക്കും രാമൻ ഒരു തവണ സീതയെ ഉപേക്ഷിക്കേണ്ടി വന്നു. ഒരു തവണയല്ല, അത് ഉപേക്ഷ ലാസ്റ്റ് ആയെന്ന് തോന്നുന്നില്ല. എന്നിട്ട് സീത ഒരു ആശ്രമത്തിൽ പോയി താമസിച്ചു, കുട്ടികളെ പ്രസവിച്ചു. ലവനും കുശനും അവിടെയാണ് ജനിച്ചത്. അതായത് സീതയുടെ പ്രഗ്നൻസി അടക്കം ഡൗട്ടുണ്ട് അവിടെ. അപ്പോൾ അതാണ് സത്യത്തിൽ ഏറ്റവും വലിയ അസോൾട്ട് എന്ന് പറയുന്നത്. പക്ഷെ ആ അസോൾട്ടിന് സൊസൈറ്റി, ഒരു രാജാവ് എന്നുള്ള രീതിയിൽ രാമൻ അത് ചെയ്യേണ്ടി വന്നു. കാരണം പുള്ളിയാണ് അവിടുത്തെ ആൾക്കാർക്ക് ഇതായിട്ട് നിൽക്കുന്നത്. അപ്പോൾ പുള്ളിക്കത് ആ സത്യം അതാണ് ഏറ്റവും വലിയ അസോൾട്ട് എന്ന്. അപ്പോൾ അതിനെ നമ്മളത് ചരിത്രത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുമ്പോൾ ഈ പറയുന്നത് ഒരു ക്യാരക്ടറിന് പേരിടാൻ പറ്റത്തില്ലെന്ന് സത്യത്തിൽ നമുക്കറിയാം. ഇതൊരു ബാലിശ്യമായ ചിന്താഗതിയാണെന്നറിയാം. പക്ഷെ അതിന് മാർക്കറ്റ് ഉണ്ട്. പക്ഷെ അത് പറയുന്നതിന് മാർക്കറ്റ് ഉണ്ട്, അത് പല രീതിയിൽ യൂസ് ചെയ്യപ്പെടുന്നുണ്ട്. പല കാര്യങ്ങളും ജസ്റ്റ് ഇപ്പോൾ മീഡിയയുടെ അതാണ്. എന്ന് തൊട്ട് നമുക്കാണെങ്കിൽ ഈ 24 hour ആദ്യം എന്തായിരുന്നു, ഒരു പത്രം നിറയ്ക്കാനുള്ള ന്യൂസ് മതി. പിന്നെ എന്താ 24 മണിക്കൂർ നിറയ്ക്കാനുള്ള ന്യൂസ് വേണം. ഇന്ന് ഇൻ്റർനെറ്റിൽ ഇത്രയും ആൾക്കാരുള്ള ഒരു പ്ലാറ്റ്ഫോമിൽ അത്രയും നിറയ്ക്കാനുള്ള കണ്ടന്റ് വേണം. അപ്പം പലതും നമ്മൾ സംസാരിക്കാൻ വേണ്ടി സംസാരിക്കുന്ന പോലെ തന്നെ ആയിരിക്കും നമ്മൾ അൾട്ടിമേറ്റ്ലി ഇതിൻ്റെ പോയിന്റ് എന്താണ്, ഇതുകൊണ്ട് സമൂഹത്തിന് എന്തെങ്കിലും മാറ്റമുണ്ടോ, ഇതുകൊണ്ട് ആരെങ്കിലും മാറുമോ, അല്ലെങ്കിൽ ഇത് എന്തിനാണെന്ന് എല്ലാത്തിൻ്റെയും പോയിന്റ് അൾട്ടിമേറ്റ്ലി സംസാരിക്കാൻ എന്തെങ്കിലും വേണ്ടേ? ഇല്ല അതൊന്നുമില്ല. ഞാൻ പറഞ്ഞത് അങ്ങനത്തെ ഒരു പോയിന്റും ഇല്ല. ഇതേപോലത്തെ പല കാര്യങ്ങളും ഉണ്ടായി വരുന്നത് നമ്മൾ മനുഷ്യന്മാരല്ലേ, അതെ, നമുക്കും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാൻ എന്തെങ്കിലും വേണ്ടേ? അപ്പൊ ഇങ്ങനെ ഓരോ വിഷയങ്ങൾ എടുക്കുക. ഈ പറഞ്ഞ പോലെ എൻഗേജ്മെന്റ് ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയയിൽ മൊത്തം എന്ന് പറയുന്നത് എൻഗേജ്മെന്റ് ആണ്. ന്യൂസ് ചാനൽ സൈലൻസ് ചെയ്യുന്നത് ആൾക്കാരെ കൊണ്ട് കമന്റ് ചെയ്യിക്കണം, അങ്ങനെയാണ് റീച്ച് വരുന്നത്, അങ്ങനെയാണ് അവരുടെ ബിസിനസ് നടക്കുന്നത്, അങ്ങനെയാണ് അവർക്ക് ആഡ്സ് വരുന്നത്. റൈറ്റ്. ഇപ്പോൾ ന്യൂസ് പേപ്പേഴ്സ് ആയാലും ഇറ്റ്സ് ഓൾ അബൌട്ട് ആഡ്സ് അല്ലേ, നടത്തിക്കൊണ്ടാണ്, ബിസിനസ് ആണ്. മീഡിയ ആണ് ഏറ്റവും എന്റർടൈനിങ് പിടിക്കാൻ നോക്കുന്ന സാധനം. കാരണം അവർക്കാണ് ഏറ്റവും കൂടുതൽ എൻഗേജ്മെന്റ് വേണ്ട. അവർക്ക് ഫാക്ട് പ്രസന്റ് നിങ്ങൾ
വെൽ അവെയർ ഇൻഫോംഡ് ആവണം എന്നുള്ളതൊന്നും അവരുടെ Fact നെ ഒബ്ജക്റ്റീവ് അല്ല. എങ്ങനെ present നിങ്ങൾ ചെയ്യുന്നു ആങ്ഷ്യസ് എന്നുള്ളതാണ് ആവണം, നിങ്ങൾ ഇമോഷണൽ ആവണം, അങ്ങനത്തെ ഉള്ളതൊക്കെയാണ് മീഡിയയുടെ പ്രയോറിറ്റി. ലോക മീഡിയാസിന്റെ എപ്പോഴും പ്രയോറിറ്റി അവരെ നിലനിർത്തിക്കൊണ്ട് പോകുന്ന ഫണ്ടേഴ്സിനെയും അവരെ സാറ്റിസ്ഫൈ ചെയ്യിക്കുക എന്നുള്ള, അല്ലെങ്കിൽ ഗവൺമെന്റിനെ സാറ്റിസ്ഫൈ യു ഹാവ് ചെയ്യുക, SMS അതായിരിക്കും ഏറ്റവും വലിയ അവരുടെ പ്രയോറിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ അതനുസരിച്ചായിരിക്കും എല്ലാവരുടെയും ചായ ഉണ്ടാവുക. അപ്പോൾ ഇങ്ങനെയുള്ള കേസസ് അവരത് പ്രസന്റ് ചെയ്യും, ന്യൂസ് ഉണ്ടാക്കുന്നതും ന്യൂസ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നതൊക്കെ അങ്ങനെ ആയിരിക്കും. പക്ഷെ നമ്മുടെ പോയിന്റ് അതൊന്നുമല്ല. അതായത് ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ ചുരുളി ഇഷ്യൂ ഉണ്ടായ ഒരു ഇഷ്യൂ ആണല്ലോ. അതായത് ചുരുളിയിൽ തെറിവിളി കൂടുതലാണെന്ന് പറഞ്ഞ് മീഡിയയിൽ എത്ര ദിവസം എന്ന് വെച്ചാൽ ഇപ്പം ആ ഒരു ഇഷ്യൂ നടന്നതുകൊണ്ട് ഇന്ന് എന്തെങ്കിലും മാറ്റമുണ്ടോ? അതായത് നമ്മൾ തെറി വിളിക്കുന്ന കുറഞ്ഞിട്ടുണ്ടോ, അല്ലെങ്കിൽ തെറിവിളി കുറച്ചുകൂടെ ഒരു അക്സെപ്റ്റബിൾ ആയിട്ടുണ്ടോ? ചുരുളിയിൽ പറയുന്നത് പോലെ തന്നെയാണ് സത്യത്തിൽ ഏകദേശം നമ്മൾ പലപ്പോഴും പലരുടെയും പല കമ്മ്യൂണിറ്റിയിലെയും കൂട്ടായ്മകളിൽ നമ്മൾ സംസാരിക്കുന്നത്. അത് ഒരു ആ ഒരു 3 മിനിറ്റ് അടുപ്പിച്ച് കാണുമ്പോൾ നമ്മൾ ചോദിക്കുകയോ ഇങ്ങനെ നമ്മൾ തെറി വിളിക്കാൻ തോന്നിയാലും നമ്മൾ നമ്മുടെ ലൈഫിലേക്ക് നോക്കി ഏതെങ്കിലും ചില സമയങ്ങളിൽ നമ്മൾ ഇങ്ങനെ തെറി പറയുകയും നമ്മൾ വെറുതെ നമ്മൾ ബസ് സ്റ്റോപ്പിൽ നിന്ന് നമ്മൾ മൊബൈലൊക്കെ മാറ്റി വെച്ചൊന്നൊരു 5 മിനിറ്റ് നമ്മൾ എൻവയോൺമെന്റ് ശ്രദ്ധിക്കുകയാണെങ്കിൽ ഒരു 5 പാപ്പു മാത്ത കേൾക്കും നമ്മൾ. അത് ആൾക്കാർ അങ്ങനെ തന്നെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. പിന്നെ ആൾക്കാരുടെ വൊക്കാബുലറിയും അവർ വിചാരിക്കുന്ന സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്ങിനനുസരിച്ച് ഇത് മാറിക്കൊണ്ടിരിക്കും. അത് ഫക്യൂന്നും അല്ലെങ്കിൽ മദർ ഫക്കറെന്നും എന്നായി മാറും എന്നുള്ളതല്ല, അതിന് വലിയ വ്യത്യാസമൊന്നുമില്ല. പിന്നെ നമുക്കറിയാം, നമുക്കൊരു പോളിഷ്ഡ് സാധനത്തിനോടൊരു ക്രൈസും മറ്റേ ബ്രിട്ടീഷുകാർ നമ്മളെ താളിച്ചിട്ട് പോയതിൻ്റെ ഇത് കിടക്കുന്നതുകൊണ്ട് നമുക്ക് ആ ഫക്യൂ മദർ ഫക്കറും ഒക്കെ സ്റ്റാൻഡേർഡും അയോളിയൊക്കെ പറയുമ്പോഴത്തേക്ക് നമുക്ക് കച്ചറ പീപ്പിൾ എല്ലാ ഒരു വെർച്യൂ സിഗ്നലിംഗ് ആണ് എല്ലാവരുടെ അകത്തും. ഇപ്പം നേരത്തെ അനീസിക്ക പറഞ്ഞില്ല, അനീസിക്കയുടെ ഷോ എല്ലാവരുടെ അകത്തും കുലിസിതമുണ്ട് അല്ലേ? എല്ലായിടത്തും ഒരു തെറി വിളിക്കുന്ന ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള ഒരു മൈരനുണ്ട്. എല്ലാവരുടെ അകത്തും ഒരു വില്ലനുണ്ട്. ഇപ്പോൾ തന്നെ നമ്മൾ നേരത്തെ ചെയ്ത റോസ്റ്റ് സാധനത്തിൽ നമ്മൾ ഉദ്ദേശിച്ചത് എന്താണ്? അതായത് ഇതൊരു ഫിക്ഷണൽ ക്യാരക്ടറാണ് നമ്മൾ പ്ലേ ചെയ്യുന്നത്. അതായത് എന്തൊരു ആർട്ടും വർക്കാവണമെങ്കിൽ ഒരു ബേസിക് കോൺസെപ്റ്റാണ് സസ്പെൻഷൻ ഓഫ് ഡിസ്ബിലീഫ്. ലാലേട്ടൻ പറഞ്ഞിട്ടുള്ള ആണെന്ന് തോന്നുന്നു. സസ്പെൻഷൻ ഓഫ് ഡിസ്ബിലീഫ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അതായത് ഒരു സിനിമ വർക്ക് ചെയ്യുമ്പോൾ നമ്മളത് ജോർജ് കുട്ടിയാണ്, മോഹൻലാൽ അല്ല എന്നൊരു ബേസിക് സെൻസ് ഉണ്ടല്ലോ നമുക്ക്. അതാണ് സസ്പെൻഷൻ ഓഫ് ഡിസ്ബിലീഫ്. അതേപോലെ സ്റ്റാൻഡപ്പ് കോമഡി ചെയ്യുമ്പോഴും നമ്മൾ റോസ്റ്റ് ചെയ്യുമ്പോഴും നമ്മൾ അസ്യൂം ചെയ്യുന്നത് എന്താണ്? ആൾക്കാർ ഈ ഒരു സസ്പെൻഷൻ ഓഫ് ഡിസ്ബിലീഫിലായിരിക്കും വരുന്നത്. അതായത് ഇവര് കുണ്ണത്തരം പറയുന്നു ഇവര് കുണ്ണകളാണ് എന്നൊരു ലൈൻ നമ്മൾ അവിടെ കാണുന്നില്ല. നമ്മൾ പറയുന്നു, ഇപ്പം സിനിമയിൽ ഒരാൾ വേറെ ഒരാളെ കുത്തി കൊല്ലുകയാണെങ്കിൽ അയാളെ പോലീസ് അറസ്റ്റ് ചെയ്യില്ലല്ലോ. കാരണം എന്താണ്? ഇതൊരു ഫിക്ഷണലൈസ്ഡ് ഒരു സാധനമാണ്. അപ്പോൾ ഈ ഒരു സസ്പെൻഷൻ ഓഫ് ഡിസ്ബിലീഫ് എപ്പോഴും ഒരു ഞാനിതിനാണ് പറഞ്ഞു തുടങ്ങിയ പറഞ്ഞു തുടങ്ങി എവിടെ ഇടയ്ക്ക് വെച്ചാൽ ഇതിപ്പോ എവിടെ കൊണ്ട് ആവിഷ്കാര സ്വാതന്ത്ര്യം. ഈ പറയുന്ന സാധനം ആൾക്കാർ ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ എടുക്കുന്നത് അവരുടെ ഇഷ്ടത്തിനനുസരിച്ചായിരിക്കും എല്ലാ കാലഘട്ടത്തിലും. ഈ റോസ്റ്റ് നീ നോക്കിക്കോ ഒരു നാൾ ഇതൊരു പോപ്പുലർ പ്രോഗ്രാം ആയിരിക്കും കേരളത്തിൽ. റോസ്റ്റ് എന്ന് സത്യത്തിൽ ഇത് നമ്മൾ പല എപ്പിസോഡിൽ പറഞ്ഞ ഇപ്പോഴും പോപ്പുലറാണ്. പക്ഷേ അത് ഡയറക്റ്റ് പോയി നിൽക്കാതെ ആൾക്കാർ ഈ എപ്പിസോഡുകളിൽ പലയിടത്തുനിന്ന് കട്ട് ചെയ്തിരുന്ന അവരെ തിരിച്ച് റോസ്റ്റ് ചെയ്യുന്ന സാധനം പോപ്പുലർ. അത് ഇൻസൾട്ടിങ്ങെന്നും അബ്യൂസിങ്ങെന്നും അതിൻ്റെ ഏത് ലെവലിൽ വേണമെങ്കിലും ആൾക്കാർ കൊണ്ടുപോകാറുണ്ട്. അതൊക്കെ ഹിറ്റായിട്ടുമുണ്ട്. ഇപ്പം യൂട്യൂബ് മോണിറ്റൈസേഷൻ പോളിസി മാറിയതിന് പ്രകാരം വേറെ ആളുടെ കണ്ടന്റ് എടുക്കുന്നതിന് വലിയ ബെനിഫിറ്റ് ഇല്ലാത്തൊരു കാലഘട്ടം വരുന്നതോടുകൂടി ഈ സാധനം ആൾക്കാർ ഇതിനെ കുറച്ച് റിയാലിറ്റി ഒറിജിനൽ കണ്ടന്റിലേക്ക് എങ്ങനെ കൊണ്ടുപോകാൻ നോക്കും. ഓട്ടോമാറ്റിക്കലി കുറച്ചാൾ കഴിഞ്ഞ് റോസ്റ്റ് ഭയങ്കര പോപ്പുലറാണ്. നമ്മളല്ലെങ്കിൽ വേറൊരാൾ ഇതിനെ ഒരു പോപ്പുലർ കണ്ടന്റാക്കി മാറ്റും. കാരണം എല്ലാ കാലഘട്ടത്തിലും നമുക്ക് ചിലത് ഒരു സമയത്ത് ഒരു സാധനത്തിനോട് ദേഷ്യവും, പിന്നെ അത് മമതയും, പിന്നെ അത് ഇഷ്ടമൊക്കെ ആയിട്ട് മാറും. പിന്നെ ചിലപ്പോൾ പാർട്ട് ഓഫ് ലൈഫായി നമ്മൾ കണ്ടീഷൻഡായി പോകും. ഇപ്പോൾ കുറേ കാലത്തിന് മുമ്പ് നമുക്കറിയാം ആർത്തവം, പീരീഡ്സ് എന്നൊക്കെ പറയുന്നത് ഭയങ്കര മോശമായിട്ടും അല്ലെങ്കിൽ ഇത് രഹസ്യമാക്കി വെക്കേണ്ട സാധനങ്ങളാണ്. ഇപ്പോഴും കുറേ സെറ്റ് ഓഫ് ആൾക്കാർക്ക് അത് പവിത്രമായിട്ട് കാണേണ്ടത് അല്ലെങ്കിൽ മോശമായിട്ട് കാണേണ്ടത്, പുറത്ത് പറയേണ്ടത്, സോഷ്യലി പുറത്ത് പറയേണ്ടാത്ത കാര്യങ്ങളൊക്കെയാണ്. നമുക്ക് കുറേ കാലങ്ങൾക്ക് മുന്നേ നമുക്ക് ഒരിക്കലും ചിന്തിക്കാൻ പറ്റത്തില്ല ഒരു സിനിമയ്ക്കകത്ത് ഇതിനെപ്പറ്റി റെഫറൻസ് പറയുന്നത്. അതൊക്കെ വളരെ ഒളിച്ചൊക്കെ ആയിരിക്കും ഇത് കടത്തി വിടുന്നത്. അതിന് വേറെ പര്യായങ്ങളുടെ ടേംസ് ഒക്കെ ഇട്ടായിരിക്കും ഇതിനെ ഉപയോഗിച്ച് വിടുന്നത്. ആ ദിവസങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ആയിരിക്കും സിനിമയ്ക്കകത്ത് കടത്തി വിടുന്നത്. അങ്ങനെയൊക്കെയാണ് ഞാൻ പറഞ്ഞ ഈ ചോക്ലേറ്റ് കാലഘട്ടമല്ല, ചോക്ലേറ്റ് സിനിമ അതിനും മുന്നേ ശരിക്കും ഇത് പുറത്ത് പറയുന്നത് തെറ്റാണെന്നൊക്കെ വിശ്വസിക്കുന്ന കാലഘട്ടത്തിൽ നിന്ന് ടിവിയുടെ വിപ്ലവം വന്നപ്പം നമ്മുടെ പ്രൈം ടൈമിൽ നമുക്ക് വിസ്പറിൻ്റെയും ഷേപ്പേഴ്സിൻ്റെയും ഒക്കെ പരസ്യങ്ങൾ ഇങ്ങനെ റെഗുലർലി പോകുന്ന സിസ്റ്റത്തിലേക്ക് വന്നു. അതായത് ആൾക്കാർ ഇതിനെ പുറത്ത് പബ്ലിക്കലി പറയരുതെന്ന് പറയുന്നിടത്തു നിന്ന് നമ്മുടെ പ്രൈം ടൈമിൽ നമ്മുടെ മുന്നിൽ ഇത് കാണിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്ന സിസ്റ്റത്തിലേക്ക് കൊണ്ടുവന്നത്. ശരിക്കും അത് ഈ പറയുന്ന കോർപ്പറേറ്റിൻ്റെ ആവശ്യമൊന്നും അതായിരുന്നു.
അത് വന്നു. അപ്പോൾ അതിനാദ്യം ബ്ലൂ കളറായി, പിന്നെ അത് പതുക്കെ റെഡ് കളറായി. ബ്ലഡ് തന്നെയാണ് ആൾക്കാർ എവിഡൻ്റ്ലി കാണിച്ച് നിർത്തിയിരിക്കുന്നത്. ഇപ്പോൾ ആൾക്കാർ ഓപ്പൺലി പറയുന്നു എനിക്ക് പീരിയഡ്സ് ആണ്, എനിക്ക് റെസ്റ്റ് വേണം, അതിന് അവധി കൊടുക്കുന്നു. അപ്പോൾ ആ ലെവലിലേക്ക് എത്തി നിൽക്കുന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇത് മനുഷ്യൻ്റെ പുരോഗമനം തന്നെയാണ് ഒരു ലെവലിൽ പറഞ്ഞാൽ. പക്ഷെ അപ്പോഴും അവിടെയും ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന പേരിൽ ഒരു സമയത്ത് ഇത് പറഞ്ഞാൽ തെറ്റായിരുന്നു വ്യാഖ്യാനിച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അതായത് ആവിഷ്കാര സ്വാതന്ത്ര്യം നീ അതൊന്നും പറയണ്ട. ഞാനിപ്പോ പീരീഡ്സിനെ പറ്റി 2 തമാശ പറയുകയാണെങ്കിൽ കുറച്ച് പേര് ഒഫൻഡഡ് ആണ്. നീ എന്തിനു മേരി അതിനെപ്പറ്റി തമാശ പറയണം, നിനക്ക് യൂട്രസ് ഉണ്ടോ? നോ യൂട്രസ് നോ ഒപ്പീനിയൻ. ആ ഒരു സാധനം ആൾക്കാർ പറയാമല്ലോ. ഇന്നും അതിനുണ്ട്. അപ്പൊ നിന്റെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൽ എന്നും ആൾക്കാർ ഇതേപോലെ പീരീഡ്സിനെ പറ്റി വളരെ ഓപ്പൺ ആയിട്ട് സംസാരിക്കണം. പീരീഡ്സിനെ പറ്റി കോൺവെർസേഷൻസ് വേണം. പീരീഡ്സ് എന്ന് പേരുള്ള പരിപാടികൾ നടത്തുന്ന സെയിം ആൾക്കാർ തന്നെ ആയിരിക്കും നമ്മളിപ്പോൾ പീരീഡ്സിനെ പറ്റി 2 തമാശ പറഞ്ഞ അവർ ഹൗ ഡെയർ യു ടോക്ക് അബൌട്ട് പീരീഡ്സ്. അത് അവർക്കും ആ പ്രോഗ്രസ് പറയുന്നവർക്കും അത് എങ്ങനെ പറയണം എന്ന കാര്യത്തിൽ അവർക്ക് ബൗണ്ടറീസ് ഉണ്ട്, അവരുടെ ചട്ടക്കൂടുകളിൽ. സോ എല്ലാവരും എല്ലാ കാലഘട്ടത്തിലും അവരുടെ കാഴ്ചപ്പാടിൽ ഇത് ഇങ്ങനെയൊക്കെ മതി എന്ന് തീരുമാനിക്കുന്നുണ്ട്. അപ്പോൾ അവരും അവരുടെ ഒരു വേറെ ആവിഷ്കാര സ്വാതന്ത്ര്യം, അഭിപ്രായ സ്വാതന്ത്ര്യത്തിൻ്റെ പേരിലാണ് പറയുന്നത് ഇത് ഇങ്ങനെയൊക്കെ ഓപ്പൺലി സംസാരിക്കണം എന്ന് പറയുന്നത്. പക്ഷേ എല്ലാ കാലഘട്ടത്തിലും മനുഷ്യൻ നമ്മളിങ്ങനെ മറ്റുള്ളവർക്ക് വേണ്ടി നമ്മളിത് വെച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കങ്ങനെ ബൗണ്ടറി ഉണ്ടല്ല, ഇല്ല, അതാരും വെക്കണം എന്ന് എനിക്ക് താല്പര്യമില്ല, അങ്ങനെ വെക്കാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല. പിന്നെ ഇത് റിപ്പർക്കഷൻസ് ഉണ്ടാവുക നമ്മൾ ഫേസ് ചെയ്യണം. ബേസിക്കലി മോറലും ഉണ്ട് ലീഗലും ഉണ്ട്. ഓക്കെ, മോറൽ എന്ന് പറഞ്ഞാലാണ് ആൾക്കാർക്ക് സബ്ജക്റ്റീവായിട്ടുള്ള ശരിയും തെറ്റുകളുമാണ് മോറൽ എന്ന് പറയുന്നത്. ഒബ്ജക്റ്റീവ്ലി ശരിയും തെറ്റുമാണ് ലീഗൽ എന്ന് പറയുന്നത്. അതായത് ഞാനിപ്പം നിന്നെ ഒരു തെറി വിളിച്ചാൽ അത് ചിലപ്പോൾ അനീസിക്കയ്ക്ക് ശരിയായിരിക്കാം, അഖിലിന് തെറ്റായിരിക്കാം. പക്ഷെ ഞാനിപ്പോൾ നിന്നെ അടിക്കുവാണെങ്കിൽ അത് ലീഗലി തെറ്റാണ്, അനീസിക്കയ്ക്കും തെറ്റാണ്, അഖിലിനും തെറ്റാണ്. അപ്പം ലീഗലി ഒരു സാധനം ഞാൻ തെറ്റുകയാണെങ്കിൽ, അതായത് ഞാനിപ്പോൾ ഒരു മേർഡറിനെ പറ്റി ഒരു ജോക്ക് പറയുകയാണെങ്കിൽ അത് മോറലി മാത്രമേ ചിലർക്ക് അത് ഒഫെൻസീവ് ആയിരിക്കുള്ളൂ, മോറലി മാത്രമേ തെറ്റുള്ളൂ, അത് ലീഗലി കറക്റ്റാണ്. പക്ഷേ ഞാനിപ്പോൾ മേർഡർ ചെയ്യുകയാണെങ്കിൽ അത് മോറലിയും ലീഗലിയും തെറ്റാണ്. അപ്പോൾ എൻ്റെ പോയിൻ്റ് എന്താണെന്ന് പറഞ്ഞാൽ നീ പറയുന്നില്ലേ ഞാനിപ്പോൾ നിന്നെ അടിക്കരുത് എന്നുള്ള സാധനം, അത് എല്ലായിടത്തും തെറ്റാണ്, അത് ലീഗലി തെറ്റാണ്. അവിടെ പിന്നെ ഒരു ഡിസ്കഷൻ ഇല്ല അല്ലേ? അപ്പോൾ ഈ മോറലി ലീഗലിയും തെറ്റാവുന്നത് ഞാൻ പറഞ്ഞ ഓരോ സ്ഥലത്തിന് ബൗണ്ടറീസ് ഓരോ രീതിയിലാണ് പോകുന്നത്. ഇതേ സാധനം നീ ഇസ്രായേൽ പലസ്തീൻ പ്രശ്നത്തില് പലസ്തീൻ ഒരാള് ഒരു ബോംബും കെട്ടിവെച്ചുകൊണ്ട് ഇസ്രായേലിന്റെ ബങ്കറിലേക്ക് കയറി ചെന്ന് പൊട്ടിക്കുന്നത് ഒരു സെറ്റ് ഓഫ് ആൾക്കാർക്ക് ഇസ്ലാമിക് ഫത്വ പ്രകാരം അത് മോറലി ശരിയാണ്. ഇന്ത്യ പാകിസ്ഥാൻ ബോർഡറിൽ യുദ്ധം നടക്കുമ്പോൾ പാകിസ്ഥാൻ പട്ടാളക്കാരനെ വെടിവെച്ച് കൊല്ലുന്നത് ഇന്ത്യൻ റൂൾ പ്രകാരം ശരിയാണ്. അപ്പോൾ എന്താണ് നീ പറയുന്നത് ഈ മോറലി ലീഗലി എല്ലാം മാച്ച് ആകുന്ന മർഡർ തെറ്റാകുന്ന എവിടെയാണ്? അങ്ങനെയൊന്നുമില്ല. ഞാൻ സിറ്റുവേഷൻ അനുസരിച്ച് ഓരോരോ കാലഘട്ടങ്ങളിൽ അല്ലെങ്കിൽ ഓരോരോ സമൂഹത്തിന് ആൾക്കാർ അവരുടെ കാഴ്ചപ്പാടും അവർക്ക് തോന്നുന്നതനുസരിച്ച് ഇങ്ങനെ ബൗണ്ടറീസ്, ചെറുതും വലുതായിട്ടുള്ള പല ബൗണ്ടറീസും. ചെറുതെന്ന് വെച്ചാൽ ബൗണ്ടറി ചെറുതല്ല, അതായത് ഈ ഏരിയ ഞാൻ പറയുന്നത്, ഈ ഏരിയക്കകത്ത് ഇത് തെറ്റ്, ഈ ഏരിയക്കകത്ത് തെറ്റ്, ഈ ഏരിയക്കകത്ത് തെറ്റേ അല്ല, അങ്ങനെ പോകുന്നത്. അതായത് ഈ പറയുന്ന ഇന്ത്യ എന്നുള്ള ബൗണ്ടറിയുടെ പുറത്ത് ആരെ കൊന്നാലും അത് നമ്മുടെ കടന്നുകയറ്റമായിട്ട് നമുക്ക് വ്യാഖ്യാനിച്ച് കൊല്ലാമെന്നും അതുപോലെ ഇത് നമ്മുടെ ചെറുത്തുനിൽപ്പാണെന്ന് വിശ്വസിക്കുകയും ചെയ്യുന്ന ആൾക്കാർ ഉണ്ട്. ഞാൻ പറഞ്ഞ ഇപ്പോൾ അനീസിക്ക നേരത്തെ പറഞ്ഞില്ല, അതായത് എനിക്ക് ബൗണ്ടറീസ് ഒന്നും ഇല്ല എന്ന് പറഞ്ഞു. അപ്പൊ റിൻഷാദ് പറഞ്ഞ് പക്ഷെ അടിക്കരുത് അങ്ങനത്തെ ഒരു സാധനം. ഫിസിക്കൽ അല്ലെങ്കിൽ റിപ്പർക്കഷൻസ് ഉണ്ടാവുന്നത് ഫിസിക്കൽ അല്ലെങ്കിൽ. അപ്പൊ അവിടെ ഞാൻ പറഞ്ഞ പോയിന്റ് എന്തെന്ന് പറഞ്ഞാൽ അനീസിക്ക ബൗണ്ടറീസ് ഇല്ല എന്ന് പറയുമ്പോഴും അനീസിക്കയുടെ മൊറാലിറ്റിയാണ്. ഇപ്പൊ ലീഗലി അനീസിക്ക ഒരു തെറ്റ് പറയുകയാണെങ്കിൽ അത് ലീഗാലിറ്റി റെസ്പെക്ട് ചെയ്യണം. നമ്മളിപ്പോൾ ഒരു ഭൂമിയിൽ നമ്മൾ താമസിക്കുന്ന സ്ഥലത്തിന്റെ ലീഗൽ സാധനം നമ്മൾ റെസ്പെക്ട് ചെയ്യണം എന്നുള്ളതാണല്ലോ. അല്ല, ഞാൻ ഇപ്പം ചോദിക്കുന്നത് എനിക്ക് എന്നെ സംബന്ധിച്ചപ്പോൾ നമ്മൾ ഇന്ത്യയിൽ ജീവിക്കുന്ന ഞാൻ ഇന്ത്യൻ നാഷണാലിറ്റി ഉള്ള ആളാണ്. പക്ഷെ എന്നെ സംബന്ധിച്ചത് ഇന്ത്യയിലെ റൂൾസ് എല്ലാം അക്സെപ്റ്റബിൾ അല്ല. അപ്പോൾ എനിക്ക് തോന്നുന്നുണ്ട് ഇപ്പോൾ അത് ഒരാളുണ്ടാക്കി വെച്ച സാധനം വർഷങ്ങളായിട്ട് ഓരോ ഗവൺമെൻറ്റിനും അവരുടെ പോളിസീസ് അനുസരിച്ച് ഇത് പുതുക്കിക്കൊണ്ടിരിക്കും. ഇപ്പോൾ എന്നെ സംബന്ധിച്ച് എനിക്ക് ഇഷ്ടമുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് കാട്ടിൽ പോയി താമസിക്കണമെന്നുണ്ട്. പക്ഷെ നമുക്ക് കുറച്ച് ഫോറസ്റ്റ് അടിയില്ല, നീ കാട്ടിൽ പോ. അനീസിക്കയ്ക്ക് നാളെ തൊട്ട് തുണിയില്ലാതെ നടക്കണം എന്നാണ് അനീസിക്കയ്ക്ക് തോന്നുന്നു. തുണി എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ്റെ ഒരു ക്രിയേഷനാണ്, അതിൽ കാര്യമില്ലല്ലോ. അതുകൊണ്ട് അനീസിക്ക നാളെ തുണിയില്ലാതെ നടക്കുകയാണ്. അത് ലീഗലി തെറ്റല്ലേ? തെറ്റാണ്, അവർക്ക് തെറ്റാണ്. പക്ഷെ അത് ഇയാളുടെ ഒരു വിശ്വാസ പ്രമാണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെയാണ്. ഇത് ഇവിടെ അത് തിരിച്ചു വന്ന, അതായത് അങ്ങനെ നമ്മുടെ നാട്ടിലുണ്ട് നമ്മളിത് കോൺട്രവേഴ്സി ഉണ്ടാക്കാൻ. ഇപ്പൊ കാശിയിൽ പോയി നമ്മളിങ്ങനെ നടന്നാൽ അത് തെറ്റല്ല, നമ്മൾ കുംഭമേളയ്ക്ക് വേഗം നടന്നാൽ തെറ്റല്ല. ഇരിക്കുമ്പോൾ മൊത്തം ഞാൻ അറിയുന്നത് ദൈവം ഇത് പൂട്ടി പോകട്ടെ. എന്നാ ഞാൻ രണ്ടു കോൺട്രവേഴ്സി പറയാം. ഇത് എനിക്ക് കോൺട്രവേഴ്സി അല്ല, ഞാൻ പറഞ്ഞില്ല. ഇതെല്ലാവർക്കും നിങ്ങൾ എങ്ങനെ ചിന്തിക്കുന്നുള്ള. ഇതിപ്പം
ഈ സാധനം ഒന്നും അറിയാതെ പോകുന്ന സെറ്റപ്പ് ആൾക്കാരുണ്ട്. അവരുടെ കാര്യം നോക്കി ജീവിച്ചിട്ടങ്ങ് പോകും. ഇത് അറിയുന്ന കുറേ ആൾക്കാരുണ്ട്, അവർ പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കും. നമ്മളിപ്പോൾ എന്ത് ചെയ്താലും റിപ്പർക്കഷൻസ് ഉണ്ടാകും എന്നുള്ളത്. നമ്മളിപ്പോൾ ഒരു സിനിമ പോലെ വലിയൊരു പ്ലാറ്റ്ഫോമിൽ പറയുന്നത്. ഇത് കുറേ നാൾ മുന്നേ നമ്മുടെ നാട്ടിലൊരു കോളേജ് അധ്യാപകൻ അയാളുടെ വിദ്യാർത്ഥികൾക്കിടുന്ന ക്വസ്റ്റ്യൻ പേപ്പറിൽ അയാളൊരു കഥയിലെ എക്സേർട്സ് എടുത്ത് യൂസ് ചെയ്തപ്പോൾ അയാളുടെ ഒരു ആവിഷ്കാര സ്വാതന്ത്ര്യം കാണിച്ചു. അതായത് ആ എക്സേർട്സിനകത്തും അവിടെ കഥാകാരൻ സാധാരണ ഇപ്പോൾ നമുക്കൊരു ക്വസ്റ്റ്യനകത്ത് നിന്ന് ഏതെങ്കിലും വൈലോപ്പിള്ളി ഒരു കവിത എടുത്തിട്ടൊക്കെ ആയിരിക്കും ഇടുന്നത്. അപ്പോൾ അതുപോലെ ഒരു ശകലം എടുത്തിട്ട് അതിൽ നിന്ന് ആ ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കുന്നത്. പക്ഷേ എടുത്തിട്ട സമയത്ത് ആ കഥാകാരൻ യൂസ് ചെയ്യാത്ത നെയിംസ് അയാൾ യൂസ് ചെയ്തു. അതിനകത്താണ് ഈ പ്രശ്നം കിടക്കുന്നത്. സംഭവം ഞാൻ പറഞ്ഞത് എല്ലാവർക്കും കൈവിട്ട് കേസാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പോൾ ഈ ജോസഫ് എന്ന് പറഞ്ഞ അധ്യാപകൻ ആ ഒരു സാഹിത്യ ശകലം എടുത്ത് ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് യൂസ് ചെയ്തു. പക്ഷേ അതുപോലല്ല എടുത്തിട്ട് പുള്ളിയുടെ ന്യായം ഇതാണ്, ഞാൻ എടുത്തപ്പോൾ അത് അതുപോലെ യൂസ് ചെയ്തു എന്ന് പറയാതിരിക്കാൻ വേണ്ടി അത് എടുത്തിട്ട് ഞാൻ ക്യാരക്ടേഴ്സ് നെയിം മാറ്റി. അപ്പോൾ ക്യാരക്ടേഴ്സ് നെയിമിലൊരു മുഹമ്മദ് വന്നു. ആ മുഹമ്മദും പ്രവാചകനെ അവഹേളിച്ചു എന്ന് പറഞ്ഞിട്ട് ഒരു സെറ്റ് ഓഫ് ആൾക്കാർ ഒഫൻഡായി. അയാളുടെ വിരലുകളോ കൈപ്പത്തി ഇറക്കം വെട്ടിമാറ്റി. അത് തൊടുപുഴ സംഭവം, ന്യൂമാൻ കോളേജിലാണ്. ആ സംഭവത്തിൽ അന്ന് ഭയങ്കര ഇഷ്യൂസ് ഉണ്ടായി, ഒരു കലാപത്തിൻ്റെ സെറ്റപ്പൊക്കെ ഉണ്ടായി. പക്ഷേ ആൾക്കാരെ അറസ്റ്റ് ചെയ്തു. ഈ സംഭവം ശരിക്കും ആവിഷ്കാര സ്വാതന്ത്ര്യമാണോ അതോ ഇത് ഒഫൻസ് ആവുകയാണ്? ഇതാണ് ഇവിടെ ഈ കാര്യത്തിൽ എപ്പോഴും രണ്ട് അഭിപ്രായം. അത് ഏതാ മറ്റേ ഫ്രഞ്ച് ന്യൂസ് പേപ്പറിന്റെ കാർട്ടൂൺ ബാൻ ചെയ്ത് പ്രവാചകൻ കിട്ടുന്നൊരു. പക്ഷെ ഞാൻ പറഞ്ഞത് ഇതൊക്കെ ശരിക്കും ഞാനൊരു മുസ്ലിം ആയിട്ടാണ് എന്നെ വളർത്തിക്കൊണ്ട് വന്നത്. മുസ്ലിം എന്ന് വെച്ചാൽ ശരിക്കും അനുസരണയുള്ളവരാണ് ഞാൻ, പക്ഷേ അനുസരണയുള്ളവനല്ല. അതുകൊണ്ട് എന്നെ മുസ്ലിമായിട്ട് വളർത്തിക്കൊണ്ടെന്ന് പറയാൻ പറ്റത്തുള്ളൂ. എന്നെ സംബന്ധിച്ചാൽ മതി ഇതെനിക്ക് ഒരിക്കലും ഒഫൻസീവ് ആയിരുന്നില്ല. ഞാൻ പറയുന്നത്, ഞാൻ നേരത്തെ ശ്രീരാമന്റെ കേസ് പറഞ്ഞ പോലെ തന്നെയാണ് ഞാൻ ഇതിനെ പറയുന്നത്. ആൾക്കാർക്ക് ശരിക്കും ഒഫൻസ് ആവേണ്ടത് എന്താണെന്നുള്ളത്. ഇപ്പം പ്രവാചകനെ ആൾക്കാർ ഇവിടെ ഞാനടക്കമുള്ള ഇൻസൾട്ട് ചെയ്യുന്നുണ്ട്, പക്ഷെ നിങ്ങൾ അറിയുന്നില്ല. മനസ്സിലായോ? അതാണ് ശരിക്കും ഒഫൻസ്. ഞാൻ കാണുന്ന ഒഫൻസ് അതാണ്. അത് അവിടെ ശരിക്കും എന്റെ ജീവിതം കൊണ്ട് ഞാൻ പുള്ളിയെ അസോൾട്ട് ചെയ്യുന്നുണ്ട്, ഞാൻ ഒഫൻഡ് ചെയ്യുന്നുണ്ട്. അതായത് ഞാൻ പുള്ളിയുടെ ഞാൻ അതാണ് ശരിക്കും അതിനെയാണ് ഞാൻ വെയിറ്റ് കൊടുത്ത് കാണുന്നത്. അപ്പൊ നിങ്ങൾ പറയുന്നത് ഇപ്പൊ ഒരാള് നിങ്ങൾ എന്ത് എഴുതിയാലും ചെയ്താലും ഗാന്ധിജിയുടെ മഹത്വം കുറയുന്നോ ഇല്ല, കൂടുന്നുമില്ല. പക്ഷേ സത്യത്തിൽ നമ്മൾ അല്ലാതെ വേറെ രീതിയിൽ പുള്ളിയെ നോട്ടിനകത്ത് അടിച്ചിട്ട് അത് നമ്മൾ ഇലക്ഷൻ അട്ടിമറിക്കാൻ വേണ്ടി ആ നോട്ട് വിതരണം ചെയ്യുമ്പോൾ ശരിക്കും പുള്ളിയെ നമ്മൾ അസോൾട്ട് ചെയ്യുന്നുണ്ട്, ഒഫൻസ് ചെയ്യുന്നുണ്ട്, നമ്മൾ പുള്ളിയെ കുറച്ച് കാണിക്കുന്നത്. അതിന് ശിക്ഷകളുണ്ടല്ലോ. ഉണ്ട്, പക്ഷേ ഇവിടെ സിസ്റ്റത്തിനകത്താണ് ഇതൊക്കെ. ഇപ്പൊ സിസ്റ്റം നിലനിർത്താൻ വേണ്ടി ഈ പറയുന്നത് നിങ്ങൾ ആസ് എ വ്യക്തി ചെയ്യുന്ന കാര്യങ്ങൾ അത് നിങ്ങളുടെ ഇടയിൽ തന്നെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ ആണെന്നാണ് അവിടെയുള്ള ജനറൽ പെർസെപ്ഷൻ ഞാൻ പറയാം. പക്ഷെ നിങ്ങൾ അതെടുത്തൊരു പ്ലാറ്റ്ഫോമിൽ ഇടുമ്പോൾ അല്ലെങ്കിൽ നിങ്ങളുടെ ഒപ്പീനിയൻ നിങ്ങൾ വോയിസ് ചെയ്യുമ്പോൾ ഈ പറഞ്ഞ പോലെ അത് കേൾക്കുന്നത് ചിലപ്പോൾ ഇത്രയും ജനങ്ങളിലോട്ടാണ് പല ആൾക്കാരും പല പെർസെപ്ഷനിലാണ് എടുക്കുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു പേപ്പറിനകത്ത് എഴുതുന്നത് കൊണ്ട്, ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരാളുടെ പേര് എഴുതിയത് കൊണ്ട് അയാൾക്ക് ഒരു പ്രശ്നവും വരാൻ പോകുന്നില്ല എന്നുള്ളതാണ് സത്യത്തിൽ നമ്മൾ ഞാൻ വിശ്വസിക്കുന്ന കാര്യം. അപ്പോൾ അതിൽ ട്രിഗർ ചെയ്യേണ്ട കാര്യമില്ല. പക്ഷെ അതിൽ ട്രിഗർ ആവുന്ന ആൾക്കാരുണ്ട്. അതുപോലെയുള്ള ഏത് കാര്യത്തിൽ ആൾക്കാർ ട്രിഗർ ആവുകയും അവരതനുസരിച്ച് പ്രതികരിക്കുകയും ചെയ്തു. ശരിക്കും പറഞ്ഞാൽ ഇതിൽ പറയുമല്ലോ, മനുഷ്യൻ സാമൂഹിക ജീവിയാണ്. നമ്മളെല്ലാവരും സെൽഫ് വർത്ത് എടുക്കുന്ന അല്ലെങ്കിൽ നമുക്ക് ഒരു ലെവൽ ഓഫ് എന്താന്ന് വെച്ചാലുണ്ടല്ലോ, നമുക്ക് ഒരു ലെവൽ ഓഫ് നമ്മുടെ നിലപാടുകൾ വ്യക്തമായിട്ട് പറഞ്ഞാലേ നമുക്കൊരു ഇമ്പോർട്ടൻറ്റ് പേഴ്സൺ ആവാൻ പറ്റുള്ളൂ. അതായത് നമ്മൾ ചെറുതായിട്ടൊരു സാധനം പറയണം, അതായത് ഞാൻ നിങ്ങളുടെ നിന്ന് മാറി ചിന്തിക്കുന്നു, അതിലാണ് എനിക്കൊരു ഫോളോവേഴ്സ് വന്ന് ഞാനൊരു സർക്കിളിൻ്റെ സെൻറ്ററിലോട്ട് പോകുന്നത്. പക്ഷേ ഇതേ സെൻറ്ററിലോട്ട് പോകാനുള്ള സർക്കിളിൻ്റെ സെൻറ്ററിലോട്ട് പോവുകയാണെന്ന് പറഞ്ഞാൽ എന്താണ്, എൻ്റെ സർവൈവലിൻ്റെ ചാൻസ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ആൾക്കാർ എന്നെ ഒരു വലിയ ആളായിട്ട് കാണുന്നു. കാരണം എൻ്റെ ചിന്ത എന്ന് പറയുന്നത് നിങ്ങളുടെ നിന്ന് വേറിട്ടൊരു ചിന്തയും അതിലൊരു പോയിന്റ് ഉണ്ട് എന്ന് എനിക്ക് നിങ്ങളെ കൺവിൻസ് ചെയ്യാൻ നോക്കുമ്പോഴാണ് ഞാൻ നിങ്ങളുടെ നടുക്ക് ഒരു ഇമ്പോർട്ടൻ്റ് ആളായി എൻ്റെ സർവൈവലിൻ്റെ ചാൻസ് കൂടുന്നത്. പക്ഷേ ഇതേപോലെ വേറിട്ട് ചിന്തകൾ ഞാൻ പ്രസൻറ്റ് ചെയ്യുമ്പോഴാണ് അത് ഇതേപോലെയുള്ള ഒഫൻസ് സാധനങ്ങളും. അത് പക്ഷെ അത് ഈ ഗ്രൂപ്പിന് ഒരു ഗുണമുള്ള കേസ് ആവുമ്പോഴാണ്, അല്ലെങ്കിൽ നീ അവരെ വോയിസ് ചെയ്യണം, അതിനെ അവരെ ഒരു പടി മേളിലോട്ട് കൊണ്ടുപോകുന്ന തോന്നുമ്പോൾ മാത്രമാണ് ഈ പറഞ്ഞ പോലെ അവർ നിന്നെ ഫോളോ ചെയ്യുന്ന. ഇപ്പോഴത്തെ ഒരു സാധനം ഞാൻ പറയുന്നത്, ഇപ്പോൾ ആൾക്കാർക്ക് ഒരു കാര്യം എന്താണെന്ന്, ഇപ്പോൾ ആൾക്കാർക്ക് ജനറലി ഫോളോവേഴ്സ് കൂടുതലുള്ള ആൾക്കാർ എന്ത് പറഞ്ഞാലും അത് ശരിയാണ് എന്നുള്ളൊരു സാധനം വരുന്നില്ല. അതായത് ഒരു ക്രിട്ടിക്കൽ മാസ് ഓഫ് ലോയൽ ഫോളോയിങ് നിനക്കുണ്ടെങ്കിൽ, ഒരു 20,000 ആൾക്കാർ റിൻഷാദ് ദൈവമാണ്, റിൻഷാദിൻ്റെ വാക്കിൽ എന്തും എടുക്കാൻ തയ്യാറാണെങ്കിൽ നിന്റെ എതിരെ കിട്ടുന്ന ഹേറ്റ് കുറവായിരിക്കും. കാരണം ഈ 20,000 ആൾക്കാരുടെ എതിരെ പറയാൻ ഒരാൾക്ക് പേടിയാണ്. പക്ഷെ നീ അത്രയും വലിയ തെറ്റ് ചെയ്ത് നിന്റെ എതിരെ ഒരു 60,000 ആൾക്കാർ വന്നാൽ ചിലപ്പം നിന്റെ എതിരെ ഒരു 2 ലക്ഷം ആൾക്കാർ വരും അല്ലേ? കാരണം നിനക്ക് അത്രയും വന്നിരിക്കുന്ന കണ്ട് ദേഷ്യപ്പെട്ട് നടക്കുന്ന ആൾക്കാരുണ്ടല്ലോ. പക്ഷെ ഞാനിപ്പോൾ ഒരു ചെറിയ ഒരു ഫോളോയിങ് ഇല്ലാത്ത ഒരാളാണെങ്കിൽ എന്നെ അടിച്ചിതാക്കാൻ ഭയങ്കര എളുപ്പമാണ് അല്ലേ?
ഹെർഡ് മെന്റാലിറ്റിയാണ്. ബേസിക്കലി നമ്മുടെ സ്ഫിയർ ഓഫ് ഇൻഫ്ലുവൻസ് എത്രത്തോളമാണ് അതിനനുസരിച്ചിരിക്കും നമുക്ക് വരുന്ന റിപ്പർക്കഷൻസ്. അത് ഏറ്റവും ബേസിക് ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു കൊച്ചു ചെറുക്കൻ ഒരു കാറ് പിടിച്ച് ഫുട്പാത്തിൽ ഇരിക്കുന്ന ആൾക്കാരെ ഇടിച്ച് തെറിപ്പിച്ച് എന്നിട്ട് അത് ഇറങ്ങി കഴിഞ്ഞിട്ട് എന്തോ ഡ്രഗ്സിന്റെ ഇൻഫ്ലുവൻസിലാണ് എങ്ങനെ പറഞ്ഞ് ആക്രോശിച്ച് നടക്കുകയാണ്. എന്നിട്ട് ആ പയ്യനെ കൊണ്ട് പോലീസുകാർ ചെയ്യിച്ചെന്ന് ഒരു അപ്പോളജി ലെറ്റർ എഴുതിച്ച് അങ്ങനെ പുറത്തിറക്കിയോ അങ്ങനെ എന്തൊരു ഇൻസിഡന്റ് ഉണ്ടായി, പുറത്തിറക്കണം. പിന്നീട് അതിലെന്താണ് നടന്നത് ഞാൻ ഫോളോ ചെയ്തിട്ടില്ല. പക്ഷേ സംഭവം ഇത് പൂനെ, മുംബൈ, അവിടെ പൂനെയിൽ പോർഷയിൽ ഞാൻ നേരത്തെ മറ്റേ ജോസഫ് ആ ഒരു സംഭവത്തിലൂടെ ഞാൻ വരട്ടെ. അതായത് ഞാനിപ്പം അങ്ങനെ ഒരു പ്രവാചകനെ അവഹേളിച്ചു കൊണ്ടൊരു സാധനം എഴുതി അത് ലീഗലി തെറ്റാണോ? അല്ലെന്ന് എനിക്ക് തോന്നുന്നത്. അതിന് പക്ഷെ റെപ്പർക്കഷൻ ലീഗലി തെറ്റാണ് അല്ലേ? കൈവെട്ടുക ലീഗലി തെറ്റാവും. എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ നമുക്ക് വിദ്വേഷ പ്രസംഗം എന്ന് പറഞ്ഞൊരു ഹെയ്റ്റ് സ്പീച്ച് എന്നൊക്കെ പറഞ്ഞ് എടുക്കുന്ന ആ വകുപ്പ് പെടുത്താൻ പറ്റും. ഇനി ആ സംഭവത്തിൽ എന്ത് സംഭവിച്ചെന്ന് വെച്ചാൽ ആ സംഭവത്തിൽ പുള്ളിയുടെ കൈ പോയി. പുള്ളിക്കെതിരെ ന്യൂമാൻസ് കോളേജ് എന്ന് ചെയ്തതെന്ന് വെച്ചാൽ അവർ ഒരു ഇക്വിലിബ്രിയം സ്റ്റാൻഡ് പിടിക്കാൻ വേണ്ടി, ന്യൂട്രൽ സ്റ്റാൻഡ് പിടിക്കാൻ വേണ്ടി അവർ പുള്ളി അങ്ങ് ആദ്യം പുറത്താക്കി. അത് പുറത്താക്കി നിൽക്കുമ്പോഴാണ് പുള്ളിക്കെതിരെ ഈ പറയുന്ന അറ്റാക്ക് നടക്കുന്നത്. പുള്ളിയുടെ കേസ് നടക്കുന്ന സമയത്ത് അവരുടെ ജോലി പോയി, കേസ് നടക്കുന്നു, പുള്ളിക്കാരുടെ വൈഫ് സൂയിസൈഡ് ചെയ്തു. അങ്ങനെ അവരുടെ ലൈഫ്, പുള്ളിക്കാരുടെ ലൈഫ് ഭയങ്കര ട്രാജഡിയായിരുന്നു. അതിൻ്റെ ആൾ കുറച്ചാൾ ഞാൻ അനുഭവങ്ങൾ ബുക്കായിട്ട് എഴുതിയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കൈയില്ലാതെ ടൈപ്പ് ചെയ്തായിരിക്കും. ഇല്ല, അതിലെന്താണെന്നറിയാം, എന്തുകൊണ്ടാണ് ആൾക്കാർ ഇത്ര ട്രിഗേർഡ് ആവുന്നത്? ഒരാളൊരു അഭിപ്രായം പറയുമ്പോൾ, വാക്കാൽ പറയുമ്പോൾ ആൾക്കാർ എന്തുകൊണ്ട് ഇത്ര ട്രിഗേർഡ് ആവും? മൈരനാണ് മനുഷ്യൻ എന്ന് വെച്ചാൽ ചില കാര്യങ്ങൾ മനുഷ്യൻ എന്ന് പറയുന്നത്, ഞാനെന്ന് പറയുന്നത് ബോഡി മാത്രമല്ല. ഞാനെന്ന് പറയുന്നത് ഇപ്പം എൻ്റെതെന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടല്ലോ, അതാണ് മനുഷ്യനും എൻ്റെ ഐഡന്റിറ്റി. അതാണ് ഇപ്പം എൻ്റെ ഫ്രണ്ട് റിൻഷാദ്, അപ്പോഴാണല്ലോ റിൻഷാദിനെ പറ്റി ആരെങ്കിലും പറയുമ്പം എനിക്ക് ഇത് വരുന്നത്. ഹിന്ദു അല്ലെങ്കിൽ എൻ്റെ ഐഡന്റിറ്റിയാണ്. നീ പ്രൈഡ് എടുക്കുന്ന ഐഡന്റിറ്റി, നീ ഒരു കമ്മ്യൂണിറ്റിയുടെ ഭാഗമാവാൻ വേണ്ടിയിട്ട് നീ സ്റ്റിക്ക് ഓൺ ചെയ്യുന്ന കുറച്ച് സാധനങ്ങളുണ്ട്. നീ അതിലാണ് നിന്റെ മൊത്തം ഈ സെൻസ് ഓഫ് സെൽഫ് വർത്ത് കെട്ടി വെച്ചേക്കുന്ന സാധനങ്ങളുണ്ട്. അതിനെ കുറിച്ച് ഒരാൾ എന്തെങ്കിലും ഒരു സാധനം ഇമോഷണൽ വൂണ്ട് ഉണ്ടാവും, നമ്മൾ അറ്റാക്ട് ആവുന്നു എന്നുള്ളൊരു സാധനം, ഇമോഷണൽ വൂണ്ട് ഉണ്ടാവും. അവിടെയാണ് ഈ ആൾക്കാർ ട്രിഗേർഡ് ആവുന്നത്. പക്ഷെ എനിക്ക് തോന്നുന്നത് എന്തൊരു സാധനമാണെങ്കിലും, ഇപ്പം മറ്റേ ജോസഫിന് പറ്റിയ സാധനമായാലും ഒരു 3 ദിവസം കഴിഞ്ഞ് ഇതിനെപ്പറ്റി ഇത് ഓക്കെ വേറൊരു വിഷയം ഉണ്ടാവും അല്ലേ? അതിൻ്റെ ഇടയ്ക്ക് കൈവെട്ടടയിലാണ് ഇഷ്യൂ. എന്തൊരു സാധനം, ഇപ്പോൾ ഞാൻ തന്നെ ഇപ്പോൾ റിൻഷാൻ്റെ അടുത്ത് എന്തെങ്കിലും ഭയങ്കര ഞാൻ ദേശത്തിൽ എന്തെങ്കിലും പറഞ്ഞിട്ട് പോവുകയാണെങ്കിലും അത് നിന്നെ എഫക്റ്റ് ചെയ്യുന്ന ഒരു ടൈം പീരീഡാണ്. ആ ടൈം പീരീഡിൽ ആ ഫീലിംഗ് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ബാക്ക് ടു നോർമലാണ്. അതായത് തമ്മിലുള്ള ബന്ധം പോലെ ഇരിക്കും അല്ലേ? ആൾക്കാർക്ക് ആ ഒരു എന്തൊരു സാധനത്തിനും അത്ര ലൈഫേ ഉള്ളൂ. ഇതിന്റെ ഇടയ്ക്ക് വാളും സാധനം എടുത്തു പോയി വേറെ ഒരാളെ സമയമുണ്ട് എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. പ്രതികരിക്കാനുള്ള സമയമുണ്ട്, വെട്ടാനുള്ള സമയമുണ്ട്. നിനക്ക് അതിന് വേറെ ഗെയിൻ ഒന്നും ഇല്ല. നിനക്ക് അതിന് പൊളിറ്റിക്കലായിട്ടോ മോണിറ്ററിലി നിനക്ക് ഒരു ബെനിഫിറ്റും ഇല്ല. പക്ഷെ എന്നിട്ടും നീ അതിനൊരു സമയം കണ്ടെത്തുന്നുണ്ടെങ്കിൽ അത് മനുഷ്യന്റെ കാര്യം ഭയങ്കര ട്രിക്കിയാണ്. അതാണ് മനുഷ്യൻ എന്ന് വെച്ചാൽ അതാണ്. ലാഭങ്ങൾ ഉണ്ടാകുന്നത് എങ്ങനെയാണ്? അതെ, എൻ്റെ ഐഡന്റിറ്റീനെ നീ ഇപ്പോൾ ഞാൻ അത്രത്തോളം വിശ്വസിക്കുന്ന എൻ്റെ ദൈവത്തിനെ പറ്റി, ഫസ്റ്റ് ഓഫ് ഓൾ ഞാനൊരു ദൈവത്തിൽ അത്ര വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളിതിൽ ഒഫൻസ് എടുക്കാൻ പാടില്ല. കാരണം നിങ്ങളുടെ വിശ്വാസം അതിൻ്റെ എൻ്റെ തമാശയുടെയും കാട്ടി ശക്തിയായിരിക്കണം നിങ്ങളുടെ വിശ്വാസത്തിന്. ഇനി ഞാൻ അത്രത്തോളം വിശ്വസിക്കുന്ന ദൈവത്തിനെ പറ്റി നീ ഒരു തമാശ പറയുമ്പോൾ അത് ആക്ച്വലി എനിക്കൊരു ഇമോഷണൽ വൂണ്ടാണ്. എന്നെ അറ്റാക്ക് ചെയ്തതുപോലെ തന്നെയാണ്. അതെൻ്റെ തലയെടുക്കുന്നത് എന്താ, ഇവൻ എന്നെ ത്രെറ്റൻ ചെയ്യാണ്, ഇവൻ എന്നെ അറ്റാക്ക് ചെയ്യാൻ വരെയാണ്. അപ്പോൾ ഞാൻ മറ്റേ തിരിച്ചിവനെ അടിക്കണം, ആ ഒരു സാധനത്തിൽ പോയാണ് തിരിച്ചു വന്നിട്ടാ നീ എന്തിനാ അങ്ങനെ പറഞ്ഞു എന്നുള്ളൊരു സാധനം വരുന്നത്. അപ്പോൾ അത് കൂടെ ഒരു 10 പേരും കൂടെ ഉണ്ടെങ്കിൽ ഉഷാർ അല്ല, പിന്നെ ഹർട്ടായി അവൻ എൻ്റെ ദൈവത്തിന്, അത് നിന്റെ ദൈവമല്ലേ ആ ഒരു സാധനം. അപ്പം ഇതൊരു വളരെ സബ്ജക്റ്റീവ് സാധനത്തിലാണ് ശരിയും തെറ്റും എന്ന് പറയുന്നത് ഇവിടെ വരുന്നത് തന്നെ. അവിടെയും തെറ്റും ശരിയും ആൾക്കാർക്കെല്ലാം അവരവർക്ക് ഇഷ്ടമുള്ളത് ഡിഫൈൻ ചെയ്യാനുള്ള എക്സാമ്പിൾസ്, മഹത്വചനങ്ങൾ, സിറ്റുവേഷൻസ്, മുൻ മാതൃകകൾ, അല്ലെങ്കിൽ അതിനെ പറ്റിയ ലീഡേഴ്സൊക്കെ എല്ലായിടത്തും ഉണ്ട്. ഇപ്പം ഞാൻ പറയാം, റിലീജിയൻസ് പഠിപ്പിക്കുന്നതെല്ലാം സത്യത്തിൽ നന്മ അല്ലെങ്കിൽ സമാധാനം തന്നെയാണ്. പക്ഷേ എല്ലാ റിലീജിയൻ്റെയും ഹിസ്റ്ററി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ മാനുഷികമായിട്ടുള്ള പ്രശ്നങ്ങളുടെ റിഫ്ലക്ഷൻസ് അവിടെ ഉണ്ടായിട്ടുണ്ട്. പ്രശ്നങ്ങൾ, കൊലപാതകങ്ങൾ, യുദ്ധങ്ങൾ, പൈസ, അട്ടിമറി, ഇതൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്കപ്പോൾ അതിൽ നിന്ന് ആൾക്കാർ എക്സാമ്പിൾ എടുത്തിട്ട് ഓക്കെ ഞങ്ങൾ അന്നത് ചെയ്തിരുന്നു, പ്രവാചകൻ്റെ കാലഘട്ടത്തിൽ അന്നത് ചെയ്തിരുന്നു, അപ്പോൾ ഇന്നും അത് ചെയ്യുന്നത് ശരിയാണ് എന്ന് വിശ്വസിക്കുന്ന ആൾക്കാർ എല്ലാ കാലഘട്ടത്തിലും ഉണ്ടാവും. നമ്മളും ഓരോ കാര്യം ചെയ്യുന്നുണ്ട്. ഇപ്പം നമുക്കും ഒരു കാര്യം ചെയ്യുന്നതിന് നമ്മൾ
നമ്മുടെ ഐഡിയാസിൽ വരുന്നതിനോടൊപ്പം തന്നെ നമ്മളെ സ്വാധീനിക്കുന്നത്. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, എനിക്കിപ്പോൾ ചില കാര്യങ്ങൾ ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ ഞാനത് ശരി ഞാൻ എടുത്തതിന് ഒരുപാട് റീസൺസ് ഉണ്ടാവും. ആ റീസൺസ് എല്ലാവർക്കും കിട്ടും അവരുടെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം മനുഷ്യൻ ഭയങ്കര ഒരു വൃത്തികെട്ട ജീവിയാണ്. നമ്മൾ ഈ ഉത്കൃഷ്ട ജീവിയാണെന്നുള്ള സാധനമൊക്കെ സത്യത്തിൽ അതാരോ പറഞ്ഞ് ഇപ്പം നമ്മളെ പറ്റി പറഞ്ഞ് പോകത്തില്ല. അങ്ങനല്ല, മനുഷ്യൻ മൃഗത്തേക്കാൾ മോശമാണ്. മനുഷ്യൻ വെറും ഒരു മൃഗമായിരുന്നു ഈ പ്രശ്നമില്ലായിരുന്നു. ഇത് മനുഷ്യൻ ഈഗോ ഉള്ള ഒരു മൃഗമാണ്. അങ്ങനെയല്ല, മനുഷ്യൻ മൃഗം അല്ല എന്ന് മനുഷ്യന് അതിന്റെ അപ്പുറത്തേക്ക് ആവണം എന്ന് ആഗ്രഹിച്ചു. പക്ഷെ മനുഷ്യൻ മൃഗത്തിന്റെ താഴെ നിൽക്കുന്ന ഒരു സാധനമാണ്. അപ്പോ എവിടെ ഇല്ലാതെ മൃഗം നിങ്ങൾക്കറിയാം എന്ത് എക്സ്പെക്ട് ചെയ്യണം എന്നുള്ളത്. എന്ത് ഇപ്പൊ ഒരു സിംഹം എന്റെ ഓപ്പോസിറ്റ് വരികയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഒരു പട്ടിയുടെ മാസ്റ്ററിന് ഒരാൾ തല്ലുവാണെങ്കിൽ പട്ടി വന്ന് അറ്റാക്ക് ചെയ്യൂലേ? അത് പട്ടി സർവൈവലിന് വേണ്ടിയല്ല, പട്ടി സർവൈവലിന് വേണ്ടിയാണ്. പക്ഷെ എന്നാലും പട്ടി അത്ര ലോയലാണ്. അത് പട്ടിയുടെ ഐഡന്റിറ്റിയുടെ പാട്ടാണ്. എൻ്റെ മാസ്റ്റർ എന്ന് പറഞ്ഞാൽ എൻ്റെതാണ്. ആ ഒരു സാധനം പട്ടിക്ക് ആ ഒരു കോൺസെപ്റ്റ് വരുമ്പോഴാണ് പട്ടിയും ഈ സൊസൈറ്റിയുടെ ഭാഗത്തിലോട്ട് ചെറുതായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്ത് വരുന്നത്. അപ്പം ഒരു വശം നമുക്കിങ്ങനെ ഒരു സോഷ്യലി നമുക്ക് വർക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ ഇതുപോലെ കുറെ സബ്ജക്റ്റീവ് മിത്സിലാണ് നമ്മൾ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ശരിക്കും പറഞ്ഞത് ഈ നമുക്കൊരു സൊസൈറ്റി ആയിട്ട് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള ചട്ടക്കൂടുകൾ വേണം. അതില് ഫോൾട്ടുകളുണ്ട്. ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഒരു സൊസൈറ്റി അല്ലെ എന്താ പറയാ, അത് ക്വസ്റ്റ്യൻ ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ്. ഇതിനകത്തുള്ള ഈ സെറ്റ് ചെയ്തിരിക്കുന്ന റൂളുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോരം തരം മനുഷ്യന്മാരാണ് ഈ സൊസൈറ്റിയിലുള്ളത്. എല്ലാവർക്കും അത് കറക്റ്റ് ആയിക്കൊള്ളുന്നില്ല. പക്ഷെ എനിക്കൊന്ന് ക്യാവോസ് കുറച്ച് അത്രയും ഡിസോർഡർ ഇല്ലാതെ ആയി കഴിഞ്ഞാൽ മാത്രം സൊസൈറ്റി ഇത്തിരിയെങ്കിലും സ്മൂത്ത് ആയിട്ട് മുന്നോട്ട് പോകുള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ അടുത്ത സ്റ്റേജ് ഓഫ് എവല്യൂഷൻ നമ്മളെല്ലാവരും ഒരു കംഫർട്ട് സീക്ക് ചെയ്യുന്ന ജീവികളാണ്. അല്ലെങ്കിൽ ഒരു മുന്നേറ്റം, നമുക്ക് എല്ലാ മേഖലകളിലും ഒരു മുന്നേറ്റം മുന്നോട്ട് പോകണം. എന്താണ് നമ്മൾ എന്തിനാണ് ഇത്ര ഓർഗനൈസ്ഡ് ആവുന്നത്? നമുക്ക് കംഫർട്ടബിൾ ലൈഫ് ലീഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണല്ലോ. ചിലര് ചൂഷണം ചെയ്യുമ്പോൾ ആ ചൂഷണത്തിൽ തെറ്റ് കാണാതെ ഇരിക്കുമ്പോഴാണ് ജീവിതം. ഇത് ഭയങ്കര ഡിബേറ്റബിൾ ടോപ്പിക്കാണ്. ഇതിനൊന്നും ഒരു വ്യക്തമായ ആൻസറും ഇല്ല. അല്ല, ഇതിന് വ്യക്തമായ ആൻസറും ഇല്ല ഈ പറയുന്ന സാധനങ്ങൾക്കൊന്നും. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു പോയിന്റ് ആണ്, നമ്മൾ ലീഗലി റെസ്പെക്ട് ചെയ്യണം. മോറലി ഞാൻ എന്താണ് ചെയ്യുന്നത് എന്നുള്ളത്. പക്ഷെ പിന്നെ ലീഗലി പല റൂൾസും എനിക്ക് അക്സെപ്റ്റബിൾ അല്ല. ഈ സാധനം ഇവൻ പറഞ്ഞ ഈ സിസ്റ്റം നിലനിർത്താൻ വേണ്ടി ഉണ്ടാക്കിയ സാധനങ്ങളാണ് ഇതൊക്കെ. അതായത് ഇതൊക്കെ എല്ലാവർക്കും അവരുടെ അഭിപ്രായങ്ങളുണ്ടാവും, എല്ലാവർക്കും അവരുടേതായ താല്പര്യങ്ങളുണ്ടാവും. അപ്പോൾ ഇതൊക്കെ എവിടെയെങ്കിലും ഒരിടത്ത് കൂട്ടിക്കെട്ടണമല്ലോ. അതിനുവേണ്ടി ഈ സിസ്റ്റം നിലനിർത്താൻ വേണ്ടി രാജ്യങ്ങളാക്കിയതും സ്റ്റേറ്റ് ആക്കിയതും പിന്നെ ആ സ്റ്റേറ്റിൻ്റെ റൂൾസ് ഉണ്ടാക്കിയതും പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഇടപാടുകളും ഇതൊക്കെ സുതാര്യമാക്കാൻ വേണ്ടിയൊക്കെ തന്നെയാണ് ഇത് വെച്ചേക്കുന്നത്. എല്ലാവർക്കും എല്ലാം വേണം, ഇത് മൊത്തം വേണം. ഒരു സെറ്റ് ഓഫ് ആൾക്കാർക്ക് മുകളിൽ ഇരുന്ന് കൺട്രോൾ ചെയ്യാൻ വേണം. അപ്പൊ അവരുടെ സൗകര്യങ്ങൾ മൊത്തം വരുന്നത് ശരിക്കും പറഞ്ഞാൽ ശരിക്കും ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ ഇന്ത്യ പാകിസ്ഥാൻ തമ്മിലുള്ള കോൺഫ്ലിക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും എവിടെയാണ് ഏറ്റവും ബേസിക് ആയിട്ട് വരുന്നത്? കാരണം ആ ഒരു പവർ എന്നുള്ള ഒരു സാധനം, അല്ലെങ്കിൽ ഒരു റീജിയന് വേണ്ടിയിട്ടുള്ള ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ട്. അതെ അതെ. എന്നാലേ അത് വെച്ച് കുറെ പേര് കാശുണ്ടാക്കുന്നുണ്ട്. നീ മതങ്ങൾ എടുത്തോ, അതും വെച്ച് കുറെ പേര് കാശുണ്ടാക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള കുറെ വ്യക്തികൾ, അങ്ങനെ താല്പര്യങ്ങളുള്ള കുറെ വ്യക്തികളെ ഇത് കൺട്രോൾ ചെയ്യുന്നിടത്തോളം കാലം കോൺഫ്ലിക്റ്റുകൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അതെ, ഇപ്പൊ തന്നെ യൂട്യൂബിൽ റിയാക്ട് ചെയ്ത് ജീവിക്കുന്ന ആൾക്കാരില്ലേ, എന്നുവെച്ചാൽ അവരുടെ എന്താണ് കോൺഫ്ലിക്റ്റ് ക്രിയേറ്റ് ചെയ്താലേ അവർക്ക് പൊളിറ്റിക്കലി കറക്റ്റ്നെസ് വിളിച്ച് ജീവിക്കുന്ന ആൾക്കാരുണ്ടല്ലോ. അല്ലെങ്കിൽ ഇപ്പോൾ സ്പിരിച്വാലിറ്റി പറഞ്ഞു നടക്കുന്ന ആൾക്കാർ, എനിക്ക് തോന്നുന്നു സ്പിരിച്വലായ ഒരാൾ പറഞ്ഞു നടക്കേണ്ട കാര്യമില്ലല്ലോ. അത് സ്പിരിച്വാലിറ്റിയുടെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു ഐഡിയ അല്ലേ. ഇതുപോലെ നീ പൊളിറ്റിക്സ് എടുത്തോ. ഇപ്പൊ നമ്മുടെ നാട്ടില് സിനിമയില് മാമച്ചന്റെ അടുത്ത് അമ്മ പറയാണ്, നീ കുറെ കക്കുന്ന അറിയാം, പക്ഷെ അവിടെ ആൾക്കാർ ചിരിക്കുക ചെയ്യുന്നത്. കാരണം അത് അക്സെപ്റ്റഡ് ആണ്. ബീങ് എ പൊളിറ്റീഷ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറപ്റ്റ് കൈയിട്ട് വാരും എന്നുള്ളത് നമ്മുടെ ജനങ്ങൾ അക്സെപ്റ്റ് ചെയ്ത് വെച്ചേക്കുക അല്ലേ. അതേപോലെ രാഷ്ട്രീയക്കാരൻ ഒഫൻസീവ് ആയിരുന്നു കാണാം, നല്ല രാഷ്ട്രീയക്കാരുണ്ടാവും. പക്ഷെ എന്നിരുന്നാലും ഈ സൊസൈറ്റി ആസ് ഓൾ ഞാൻ കണ്ടേക്കുന്നത്, ഞാൻ കുറെ തവണ വെള്ളിമുഖ സിനിമ കണ്ടിട്ടുണ്ട്. അപ്പോഴൊക്കെ ആ ഒരു ഏരിയയിൽ ആൾക്കാർ ചിരിക്കുന്നേ ഞാൻ കണ്ടിട്ടുള്ളൂ. കാരണം അത് അക്സെപ്റ്റഡ് ആണ്. എനിക്ക് തോന്നുന്നു ഒട്ടുമിക്ക നമ്മുടെ ഏതൊക്കെ പാർട്ടിയൊക്കെ എടുത്തു കഴിഞ്ഞാലും കുറെയൊക്കെ കറപ്ഷൻ ഉണ്ട്. അപ്പോൾ സിസ്റ്റംസ് ഉണ്ട്, സിസ്റ്റത്തിനെ യൂസ് ചെയ്ത് ജീവിക്കുന്ന കുറെ ആൾക്കാർ. അല്ല, അവിടെ ഈ പറഞ്ഞാൽ നമ്മൾ വണ്ണമുള്ള ഒരാളെ തടിയുടെ പേരിൽ കളിയാക്കരുത്, അത് കളിയാക്കുമ്പോൾ ചിരിക്കുന്ന തമാശയല്ല എന്ന് പറയുന്ന പോലെ ഇപ്പുറത്തൊരു വാദം ഉണ്ടല്ലോ, ശരിക്കും രാഷ്ട്രീയക്കാരെ കളിയാക്കാൻ പാടില്ല എന്നുള്ളതും. ആൻഡ് അത് തമാശയല്ല, പൊളിറ്റിക്സിലെ കറപ്ഷൻ തമാശയല്ല, ഇത് വളരെ സീരിയസ് സാധനമാണെന്ന് പറയുന്നൊരു വാദം ഉയർത്താമല്ലോ. അല്ല, അവിടെ വേറൊരു സാധനം ഉണ്ട്. ഈ പറഞ്ഞ പോലെ ഡെമോക്രസി എന്ന് പറഞ്ഞു കഴിയുമ്പോൾ എപ്പോഴും വിമർശനങ്ങൾ എപ്പോഴും ഉണ്ടാവും അല്ലേ. ശരി പറഞ്ഞാല്
അതായത് മുഖ്യമന്ത്രി നമ്മൾ പറയുന്ന ആരും വിമർശനങ്ങൾക്ക് അപ്പുറത്തല്ല, ഒരു കൂട്ടം ആൾക്കാർ അക്സെപ്റ്റ് ചെയ്യുന്ന വിമർശനങ്ങൾ മാത്രമേ അപ്പൊ എനിക്ക് തോന്നുന്നു ടു എ പോയിന്റ് മോഹൻലാൽ എന്ന് പറഞ്ഞ വ്യക്തി വിമർശനങ്ങൾക്ക് അപ്പുറമാണ്. നിനക്കിപ്പോ മോഹൻലാലിനെ പറ്റി കുറ്റം പറയാൻ പറ്റില്ല അല്ലേ? പറയാൻ പറ്റും, പക്ഷെ അതിന് തിരിച്ചടികളായിരിക്കും നിനക്ക് കൂടുതലുണ്ടാവും. അതായത് അയാളെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ അത്രയും ഇതുണ്ട്. ഡിഫെൻഡ് ചെയ്യാത്രല്ല, നിനക്ക് ഫിസിക്കൽ റിപ്പർക്കഷൻസും നിനക്ക് ജസ്റ്റ് ഇവിടെ നിന്ന് ഇറങ്ങി ഒരു 100 മീറ്റർ നടന്നാൽ കിട്ടും, ഫിസിക്കൽ റിപ്പർക്കഷൻസ് കിട്ടും. വീട്ടിൽ വന്നിട്ട് തരും. ഞാൻ ആദ്യം പറഞ്ഞ ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള പോലെ 2 റീസെന്റ് ഇൻസിഡന്റ് ഞാൻ കണ്ടത്, അത് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെയും രണ്ടാമത് അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ ഒരു ഇഷ്യൂ ഞാൻ കണ്ടത്. ടിനി ടോം ഇന്റർവ്യൂവിനകത്ത് റീസെന്റ് പറഞ്ഞു പ്രേം നസീറിന് അദ്ദേഹത്തിൻ്റെ ലാസ്റ്റ് കാലം, അതായത് പുള്ളി ഞാൻ ഇങ്ങനെ കേട്ടിട്ടുണ്ട്, ഒരാൾ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, പ്രേം നസീറിൻ്റെ ലാസ്റ്റ് കാലഘട്ടങ്ങളിൽ അദ്ദേഹത്തിന് കരിയറിൽ ഒരു സെറ്റ് ബാക്ക് വരികയും പുള്ളിക്കാരന് ഒരു പടം ഡയറക്റ്റ് ചെയ്യാൻ പറ്റാതാവുകയും അല്ലെങ്കിൽ ആക്ട് ചെയ്യാൻ പറ്റാതാവുകയും നല്ല സിനിമകൾ കിട്ടാതാവുകയും പുള്ളി ഒരു പടം മോഹൻലാലിനെ മമ്മൂട്ടി വെച്ചൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹിച്ച് അല്ലെങ്കിൽ അവരോട് അഭിനയിക്കണം എന്നൊക്കെ ആഗ്രഹിച്ച് അടൂർ ബാസിയുടെയും ബഹദൂറിൻ്റെയൊക്കെ വീട്ടിൽ പോയി കരയുകയും ചെയ്തിട്ടുണ്ടെന്ന് ഒരിടത്ത് പറഞ്ഞു. സ്വാഭാവികമായിട്ട് ഇങ്ങനെയുള്ള കട്ട്സ് വൈറലാവുമല്ലോ. ആ കട്ട്സ് വൈറലായി അപ്പോഴത്തേക്ക് പുള്ളിക്കെതിരെ ആൾക്കാർ തിരിച്ചു വന്നിട്ടെന്ന് വെച്ചാൽ നീ അതാരാ പറയാൻ, നീ ആരാ? പ്രേം നസീർ സാർ എവർഗ്രീൻ ഹീറോ ആണ്, അദ്ദേഹത്തിനെ പറ്റി കരിയറിനെ പറ്റി പറയാൻ നീ ആരാ എന്ന് പറഞ്ഞ്. അതായത് ആ ഇൻ്റർവ്യൂ ഞാൻ മൊത്തം കണ്ടിട്ടില്ല, ഞാൻ കട്ട്സ് മാത്രമേ കണ്ടിട്ടുള്ളൂ. അപ്പോൾ എൻ്റെ പോയിന്റ് പുള്ളിയുടെ അഭിപ്രായമാണ് പറഞ്ഞത്, അതും വേറൊരാൾ പറഞ്ഞ കാര്യമാണ് പറഞ്ഞത്. എന്നിട്ട് ടിനിറ്റോ മാപ്പ് പറയേണ്ടി വന്നു. അതായത് ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല, പക്ഷേ എനിക്ക് ഞാൻ പറഞ്ഞതിൽ ഹർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് മാപ്പ് ചോദിക്കുന്നു. ആരോടാ? പ്രേം നസീർ മരിച്ചുപോയി, അദ്ദേഹത്തിൻ്റെ മക്കൾ ആരും സിനിമാ ഫീൽഡിൽ രക്ഷപ്പെട്ടിട്ടില്ല. ഈ പറയുന്ന പ്രേം നസീറിന് വേണ്ടി വാള് പൊക്കിയവർക്ക് ആർക്കും പ്രേം നസീറിന്റെ കരിയറിൽ എന്ത് സംഭവിച്ചെന്ന് അറിയത്തില്ല. സിനിമ കണ്ടിട്ടില്ലായിരിക്കും. ഇനി ആ കണ്ടിട്ടുള്ളത് തന്നെ പ്രേം നസീർ ഈ മറുക് വെച്ച് അഭിനയിക്കുന്നതിനെ കളിയാക്കുകയും അദ്ദേഹത്തിന്റെ ആക്ടിംഗ് ഒക്കെ ഒരു ഡ്രാമാറ്റിക്കലാണെന്ന് പറഞ്ഞ് കളിയാക്കുകയും ചെയ്യുന്ന ആൾക്കാരുണ്ട് ഈ കൂട്ടത്തിൽ. ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ ടിനി ടോം അത് പറയാൻ വേണ്ട. ടിനി ടോമിന്റെ അഭിപ്രായ സ്വാതന്ത്ര്യം എന്താണെന്ന് തീരുമാനിക്കുന്നത് ഞങ്ങളാണെന്ന് ഒരാൾക്കാർ തീരുമാനിക്കുകയും മലയാളം സൊസൈറ്റി അതിനെ സപ്പോർട്ട് ചെയ്യുകയും സോഷ്യൽ മീഡിയ അതിന്റെ കൂടെ നിൽക്കുകയും ടിനി ടോമിനോട് മാപ്പ് പറയുകയും ചെയ്തു. ആ മാപ്പ് പറഞ്ഞ പുള്ളിയുടെ വീഴ്ചയായിട്ടാണ് ഞാൻ കാണുന്നത്. പുള്ളി മാപ്പ് പറയേണ്ട കാര്യമില്ല, കാരണം പുള്ളിയെ സംബന്ധിച്ച് എന്തായാലും പുള്ളി എയറിലാണ്. പുള്ളി എന്തായാലും എയറിലാണ്. ആൾക്കാർ പുള്ളി മാപ്പ് പറഞ്ഞിട്ട് ആൾക്കാർ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഒരാളെ ആൾക്കാർ ഇഷ്ടപ്പെട്ടു, ഹേറ്റ് ചെയ്തു, ഇതിങ്ങനെ മാറി തിരിഞ്ഞിരിക്കും. ഇതിലുള്ള ഒരു ഹേർഡ് മെന്റാലിറ്റി ഉണ്ട്. അതായത് ഇത് അൾട്ടിമേറ്റ്ലി എനിക്കും ഏറ്റവും ഫണ്ടമെന്റലി വേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു ഗ്രൂപ്പിന്റെ പാർട്ട് ആവുക എന്നുള്ളതാണ്. അപ്പോൾ ഒരു ഗ്രൂപ്പ് എങ്ങോട്ടും പോകുന്ന കണ്ടാലും ഞാൻ അതിന്റെ അകത്ത് കയറി നിൽക്കുമ്പം അവിടെ എനിക്ക് ശരിയായിരിക്കും. മനസ്സിലായില്ലേ? ഇപ്പോൾ ചിലപ്പോൾ ടിനി ടോമിന് ഈ ഒരു ഇഷ്യൂവിൽ ടിനി ടോമിന്റെ എതിരെ നിൽക്കുന്ന ഒരു 10 പേരുടെ കൂടെ ഇരുന്ന് ഞാനിപ്പോൾ ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഞാൻ ടിനി ടോമിന്റെ എതിരെ നിൽക്കുന്ന 11ാമത്തെ ആളാവും, അറിയാതെ ആയിപ്പോവും. അങ്ങനത്തെ ഒരു ഹെർഡ് മെന്റാലിറ്റി സാധനം ഉണ്ടല്ലോ. ഈ വിഷയത്തിൽ ഞാൻ ഉടനെ പോയി വിക്കിപീഡിയ നോക്കി. നസീർ സാറിന്റെ ലാസ്റ്റ് കാലഘട്ടം നസീർ സാറിന് സിനിമ കുറവായിരുന്നു. അതായത് 86 വരെ ഒരു വർഷം. അപ്പോൾ പുള്ളിക്ക് എന്ത് പ്രായമുണ്ട്? പുള്ളിക്ക് 60 വയസ്സിലാണ് പുള്ളി മരിക്കുന്നത്. പുള്ളി മരിക്കുന്നതിന് 5-6 കൊല്ലം 75 ആയിരുന്നു പുള്ളി. അല്ല 60 അത് കറക്റ്റ്. എനിക്ക് ഇയർ ഞാൻ കറക്റ്റ് ഓർക്കുന്നില്ല. പക്ഷെ അതായത് മമ്മൂട്ടി മോഹൻലാൽ കാലഘട്ടം പീക്കിലേക്ക് വരാൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നസീർ സാർ ആക്റ്റീവായിട്ടുണ്ട്. എന്നാൽ പടയോട്ടത്തിൽ മോഹൻലാലിൻ്റെ കൂടെ നസീർ സാർ അഭിനയിച്ചിട്ടുണ്ട്. അത് പടയോട്ടത്തിലെ മെയിൻ ക്യാരക്ടർ നസീർ സാറാണ്. പക്ഷേ അതിൽ മമ്മൂട്ടി ഒരു നെഗറ്റീവ് റോളിലുണ്ട്, മോഹൻലാലിൽ ചെറിയ റോളിലുണ്ട്. ആ കാലഘട്ടത്തിൽ പുള്ളിയുടെ ഏറ്റവും വലിയ എനിക്ക് ലാസ്റ്റ് ഹിറ്റ് ചിലപ്പോൾ പടയോട്ടമൊക്കെ ആവാൻ സാധ്യതയുണ്ടെന്നാണ് ചെക്ക് ചെയ്യണത്. പക്ഷേ ഞാൻ നോക്കി വിക്കിപീഡിയ കണ്ടൊരു കാര്യം, അതായത് നമ്മൾ അന്നത്തെ കാലഘട്ടത്തിലില്ല. അപ്പോൾ നമുക്ക് എന്തായാലും നോക്കേണ്ട സോഷ്യൽ മീഡിയ ആണ് നമുക്ക് ബൈക്ക് നോക്കാനുള്ളത്, അല്ലെങ്കിൽ അവരുടെ കൂടെ വർക്ക് ചെയ്ത് ആരെങ്കിലും പറയണം അന്നത്തെ ആൾക്കാർ പറഞ്ഞത്. ഇപ്പം നമുക്ക് ഇന്നറിയാം മമ്മൂട്ടിയുടെ കരിയറിൽ ഒരു പീക്ക് ഉണ്ടായിരുന്നു രാജമാണിക്ക് 2005 സമയത്തിൽ നിന്നും. അത് കഴിഞ്ഞ് നിരത്തി ഫ്ലോപ്പുകളുണ്ടായ ഒരു ഡൗൺഫോൾ ഉണ്ടെന്ന് നമ്മൾ നേരിട്ട് കണ്ട കാര്യമാണ്. ചിലപ്പോൾ 20 വർഷങ്ങൾക്ക് ശേഷം പിന്നെ വേറെ ആരെങ്കിലും അതിനെ ന്യായീകരിച്ച് വേറെ രീതിയിലാക്കിയേക്കാം. പക്ഷേ അത് ഞാൻ കണ്ടിട്ടുള്ള. എന്നിട്ട് അവിടുന്ന് പുള്ളി റിവൈവ് ചെയ്തു, പുള്ളിയുടെ ക്യാരക്ടറൈസേഷൻ പുള്ളി തിരിച്ചറിഞ്ഞു, പുള്ളി ചെയ്യേണ്ട ഡിഫറെൻറ്റ് റോളിനെ പറ്റി തിരിച്ചറിയേണ്ട ഒരു സാധനം ഉണ്ടായെന്നുള്ളത് നമ്മൾ കാണുന്നുണ്ട്. ലൈക്ക് വൈസ് മോഹൻലാലിൻ്റെ കരിയറിൽ ഒരു ഡൗൺ ഉണ്ടായിരുന്നു. അവിടുന്ന് ഒരു പുലിമുരുകൻ ദൃശ്യം ഹാപ്പൻ ചെയ്തു. ലാലേട്ടൻ ഇൻഡസ്ട്രിയുടെ ഞാൻ ഡൗൺഫോൾ നരസിംഹത്തിന് ശേഷം ഡൗൺഫോൾ ആവുന്നത്. നരസിംഹം പോലെ വലിയ സക്സസ് വന്നതിന് ശേഷം പുള്ളിക്ക് ഡൗൺഫോൾ ഉണ്ടായി. നേരത്തെ ഫ്ലോപ്പുകൾ വന്നതിൽ നിന്ന് ഒരു ദൃശ്യവും പുലിമുരുകൻ ഹാപ്പൻ ചെയ്ത് ഇൻഡസ്ട്രിയുടെ ഗ്രോസിംഗ് ടോപ്പിലേക്ക് പുള്ളി എത്തുകയും ചെയ്ത് നമ്മൾ കണ്ടിട്ടുണ്ട് നമ്മുടെ കാലഘട്ടത്തില്ല. നസീറിൻ്റെ കാലഘട്ടം നമ്മൾ കണ്ടിട്ടില്ല. ഞാൻ നോക്കുമ്പോൾ പുള്ളി ഒരു 86 കാലഘട്ടങ്ങളിൽ അല്ലെങ്കിൽ 85 കാലഘട്ടങ്ങളിലൊക്കെ പുള്ളി ഒരു വർഷം 15 സിനിമകളൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ഒരു മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ ലാസ്റ്റ് കാലഘട്ടങ്ങളിൽ ഒരു വർഷം 2 സിനിമ 3 സിനിമയൊക്കെ ഒതുങ്ങി. അതിലും പുള്ളിക്ക് എടുത്തു പറയാൻ ആകെയുള്ളത് ധ്വനി എന്നൊരു സിനിമയാണ് പുള്ളിയുടെ ലാസ്റ്റ് പടം പറയുന്നത്. അത് ജയറാമിൻ്റെ സിനിമയാണ്. ശരിക്കും ക്യാരക്ടർ റോളിലാണ് നസീർ അതിനകത്ത് അടിപൊളിയായിട്ട് പെർഫോം ചെയ്തതിൻ്റെ പേരിൽ അറിയപ്പെടുന്നത്. സോ പുള്ളിക്ക് അത്രയും പീക്കിൽ നിന്ന മനുഷ്യൻ, ഏറ്റവും കൂടുതൽ സ്റ്റാറായിട്ട് നായകനായിട്ട് ഏറ്റവും കൂടുതൽ സിനിമ അഭിനയിച്ച റെക്കോർഡുള്ള മനുഷ്യൻ, ഒരു നായികയുടെ കൂടെ
പെയർ ചെയ്ത് ഷീലയോട് 110 സിനിമകളിലുള്ള ഒന്നിച്ച് അഭിനയിച്ച റെക്കോർഡ്, ഗിന്നസ് റെക്കോർഡൊക്കെയാണ് ഇതൊക്കെ. 700 സിനിമകൾ നായകനായിട്ട് അഭിനയിച്ചിട്ടുണ്ട്, 1000-ഓളം സിനിമ അഭിനയിച്ചിട്ടുള്ള മനുഷ്യൻ, ഇത്ര റെക്കോർഡുള്ള മനുഷ്യൻ്റെ കരിയറിൻ്റെ ലാസ്റ്റിൽ ശരിക്കും പുള്ളിക്ക് സെറ്റ് ബാക്ക് ഉണ്ടായി കാണും, നമുക്കതറിയില്ല. അപ്പോൾ അത് ആരോ പറഞ്ഞു കേട്ടു ടിനി ടോം പറയുമ്പോൾ ഉടനെ ഹെർഡ് മെന്റാലിറ്റി, പ്രേം നസീർ ഈസ് എവർഗ്രീൻ സ്റ്റാർ, നമ്മൾ പുള്ളിയുടെ ജീവിതത്തിൽ അത് ടിനി ടോം പറയാൻ പാടില്ലെന്ന്. അപ്പോൾ അഭിപ്രായ സ്വാതന്ത്ര്യം, ആവിഷ്കാര സ്വാതന്ത്ര്യം ഇതൊക്കെ ഞാൻ തീരുമാനിക്കുന്നിടത്താണ് നിൽക്കുന്നതെന്നാണ് എതിരെ നിൽക്കുന്ന ആൾക്കാരുടെ വിചാരം. അഭിപ്രായ സ്വാതന്ത്ര്യവും ആവിഷ്കാര സ്വാതന്ത്ര്യവും ഒക്കെ ഞാൻ തീരുമാനിക്കുന്നിടത്താണെന്നാണ് ഒരു കൂട്ടം ആൾക്കാരുടെ അല്ലെങ്കിൽ സൊസൈറ്റിയുടെ ചിന്താഗതി. അപ്പോൾ എനിക്കതുണ്ട്, നിങ്ങൾക്കും ഉണ്ട്, പക്ഷെ അത് ഞാൻ തീരുമാനിക്കുന്നിടത്താണ്. അപ്പോൾ അത് ആവിഷ്കാര സ്വാതന്ത്ര്യം അഭിപ്രായ സ്വാതന്ത്ര്യം അല്ലല്ലോ. ഇവിടെ ഇപ്പോൾ പ്രേം നസീർ എന്ന് പറഞ്ഞ ഐഡന്റിറ്റി പ്രശ്നമാണോ എന്ന് വെച്ചാൽ ഇപ്പൊ പ്രേം നസീറിനെ പറ്റി പറഞ്ഞത് പുള്ളി ഇരുന്ന് കരയുമായിരുന്നു ഇങ്ങനെയൊക്കെ. എനിക്ക് ആ സാധനം ശരിക്കും വേറൊരാൾ പറഞ്ഞു എന്ന് പറഞ്ഞു, ആ പറഞ്ഞ ആൾ കൈ കഴുകി, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ശരിക്കും ടിനി ടോം കൈ നിന്നിട്ട് തള്ളിയോന്നായി. ഞാൻ വന്നിട്ട് ഒരു കാര്യം പറയുമ്പോൾ അതിനകത്ത് ചിലപ്പോൾ ഇത് ആർക്കും അറിയില്ല പ്രേം നസീർ കരഞ്ഞില്ലുന്നുണ്ട്. ഞാൻ വേറൊരു ഇന്റർവ്യൂവിൽ കേട്ടിട്ടുണ്ട്, മമ്മൂട്ടിയെ മോഹൻലാലിനെ വെച്ചിട്ട് ശ്രീനിവാസൻ പറഞ്ഞാണ് എൻ്റെ ഒരു ഓർമ്മ, എനിക്ക് ശ്രീനിവാസൻ തള്ളിപ്പോകുന്നില്ല, ശ്രീനിവാസൻ എന്നോട് നേരിട്ട് പറഞ്ഞില്ല, അപ്പോൾ അത് ഇന്റർവ്യൂ ചിലപ്പോൾ ഫയൽസ് കാണും. ശ്രീനിവാസൻ വന്നിട്ട് പ്രേം നസീറിന് ഒരുപാട് ഡയറക്റ്റ് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു മമ്മൂട്ടിയെ മോഹൻലാലിനെ വെച്ചിട്ട്. മോഹൻലാലിൻ്റെ അടുത്ത് നിന്ന് കഥ പറയാൻ ശ്രമിക്കുകയും മോഹൻലാലിന് ഡേറ്റ് ഇല്ലാതെ അത് മോഹൻലാൽ തള്ളിക്കളയുകയും ചെയ്യുന്നുള്ള രീതിയിൽ ശ്രീനിവാസ് ഇടയ്ക്കിടയ്ക്ക് ഈ സൂപ്പർ സ്റ്റാർസിനെ അടിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടല്ലോ, അങ്ങനെ പുള്ളിയെ പറഞ്ഞതാണിത്. മോഹൻലാൽ അത് ഒഴിവാക്കി വിട്ടു എന്നുള്ള രീതിയിൽ പറഞ്ഞ് നസീർ സാറിനെ അത്രയും ആളിനെ റെസ്പെക്ട് ചെയ്യാതെ മോഹൻലാൽ ഇത്തിരി ഒഴിവാക്കി വിട്ടു എന്നുള്ള രീതിയിൽ ശ്രീനിവാസ് ഒരു തവണ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇത് സംഭവിച്ചില്ല നമുക്ക് ആർക്കും അറിയത്തില്ല. ചിലപ്പോൾ പുള്ളി ആഗ്രഹിച്ചാൽ ഒരുപാട് ഡയറക്റ്റ് ചെയ്യണമെന്ന്, അത് ചെന്നപ്പോൾ ലാലേട്ടൻ്റെ കഥ ഇഷ്ടപ്പെട്ട് കാണത്തില്ല. ഇനി ലാലേട്ടൻ്റെ കഥ ഇഷ്ടപ്പെട്ടെങ്കിലും കമ്മിറ്റ് ചെയ്യണം നിർബന്ധമൊന്നുമില്ലല്ലോ. അതായത് സൂപ്പർ സ്റ്റാർ ഒരാൾ വന്ന് ഇപ്പം എമ്പുരാനകത്ത് അഭിനയിക്കണമെന്ന് മോഹൻലാലിന് തീരുമാനിക്കാതിരിക്കാം, രാജു എന്ന് പറഞ്ഞുകൊണ്ട് നിർബന്ധമൊന്നുമില്ലല്ലോ. ഇപ്പം അടുത്തൊരു പടം ചെയ്യുമ്പോൾ ചിലപ്പോൾ അഭിനയിക്കാതിരിക്കാം. അപ്പൊ അങ്ങനെ പൃഥ്വിരാജ് അഭിനയിച്ചില്ലല്ലോ. പൃഥ്വിരാജ് മോഹൻലാൽ സ്ക്രിപ്റ്റ് കൊണ്ട് കൊടുത്തു, രാജ് നൈസായിട്ട് മുങ്ങി, നായകൻ പുള്ളിയായിരുന്നു അല്ല ആ ക്യാരക്ടർ ചെയ്യാൻ വേണ്ടി വന്നു. അപ്പോൾ പൃഥ്വിരാജ് ഞാൻ കണ്ടിട്ടുള്ളത് ഏറ്റവും ഗംഭീര സ്ക്രിപ്റ്റ് എന്നാണ് പറഞ്ഞത് ഈ സ്ക്രിപ്റ്റ് വായിച്ചിട്ട്. ഇങ്ങനത്തെ ഒരു സ്ക്രിപ്റ്റ് കണ്ടിട്ടില്ല എന്നാണ്. ഇത് ചെയ്യാൻ ലാലേട്ടനെ അല്ലാതെ വേറെ ഇൻഡസ്ട്രി ഇല്ല എന്ന് പുള്ളി പറയുകയും ചെയ്തു അതിന്റെ ലോഞ്ചിന്റെ ഒക്കെ സമയത്ത്. എന്നിട്ട് പുള്ളി നൈസായിട്ട് സമയമില്ല, സലാറിന്റെ ഒക്കെ തിരക്കാന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി നൈസായിട്ട് മാറി ആട് ചെയ്ത്. അവ ശരിക്കും പറഞ്ഞാൽ നായകൻ മോഹൻലാൽ തന്നെയാണ് അപ്പോഴും, പക്ഷെ വേറെ ക്യാരക്ടർ ഞാൻ കൊടുത്തിരുന്നു. പൃഥ്വിരാജ് ഡേറ്റ് ഇഷ്യൂ പറഞ്ഞ് അതിൽ നിന്ന് മാറി. അപ്പോൾ വർഷങ്ങൾക്ക് ശേഷം നമുക്ക് വേണമെങ്കിൽ പറയാം ലാലേട്ടൻ അദ്ദേഹത്തിൻ്റെ കരിയറിൻ്റെ ഒരു പീക്ക് സമയത്ത് ഒരു ആവശ്യം ഡയറക്റ്റ് ചെയ്യാൻ വേണ്ടിയേ രാജു ഡയറക്റ്റ് ചെയ്തപ്പോൾ ലാലേട്ടൻ അഭിനയിച്ചു, എന്നിട്ട് ലാലേട്ടൻ ഡയറക്റ്റ് ചെയ്തപ്പോൾ കൊണ്ട് കൊടുത്തിട്ട് ആ മനുഷ്യനെ ആവായിൽ ചിറക്കി വിട്ടു എന്ന് വേണേൽ നമുക്ക് പറയാം. ഇത് ശരിക്കും പറഞ്ഞാൽ കാലം കഴിയുമ്പോൾ ഇതിൻ്റെയൊക്കെ പെർസ്പെക്റ്റീവ് മാറും, ഇതിൻ്റെ നറേഷൻ മാറും, ഇതിൻ്റെയൊക്കെ എഫക്റ്റ് മാറും. അന്ന് ഞാൻ പറഞ്ഞത് ഇപ്പം ഞാൻ നിന്നോട് ഇപ്പം പറയുന്നതിൻ്റെ സാധനം നീ വർഷം കഴിഞ്ഞ് ചിന്തിക്കുമ്പോൾ നിനക്ക് ചിലപ്പോൾ വേറെ രീതിയിൽ എഫക്റ്റ് ചെയ്യും. അത്രേ സംഭവിച്ചിട്ടുള്ളൂ ഇവിടെ. പിന്നെ ഇതൊരു കോണ്ടെക്സ്റ്റ് സാധനമാണ്. ഒരു സമയത്ത് രാജുവേട്ടൻ എന്ന് പറയുന്നത് എന്ത് വേണമെങ്കിലും പറയാവുന്ന ഒരു ടാർഗറ്റ് ആയിരുന്നു. ഇന്ന് അങ്ങനെയല്ല. പുള്ളി എന്ന് പറഞ്ഞാൽ ഇന്ന് മാൻഡിനെസിന്റെയും അഭിപ്രായത്തിന്റെയും ആ സ്റ്റാൻഡിന്റെയും ആളാണ്. പുള്ളിയുടെ സ്റ്റാൻഡാണ് ആൾക്കാർ. അപ്പൊ ഇത് മാറും, ഇനി ഇതും മാറും. അപ്പൊ അതിങ്ങനെ ആൾക്കാർ മാറ്റി മറിച്ചു. ഇതിന്റെ ഇടയ്ക്ക് ആൾക്കാരുടെ കൈവെട്ടാതെ ഇരിക്കുക, ഫിസിക്കലി ആൾക്കാരെ ഹെർട്ട് ചെയ്യാതെ ഇരിക്കുക. എല്ലാവരും ഇതുപോലെ സ്വന്തം കാര്യം മാത്രം നോക്കി ഫിസിക്കലി ഹർട്ട് ചെയ്യാതിരിക്കുക. നമ്മുടെ അഭിപ്രായ സ്വാതന്ത്ര്യം ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനെ പറ്റി ഫിസിക്കലി ഹർട്ട് ചെയ്യാതിരിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം അതെ ഞാൻ എന്റെ ജീവിതത്തിന് പേടിയുള്ളതുകൊണ്ട് പറയുന്നത്. അല്ല, മിഡിൽ ഈസ്റ്റിലെ കുറെ കാര്യങ്ങൾ, പേടിയില്ലാത്ത ജീവിതം, മിഡിൽ ഈസ്റ്റിലെ കുറെ ഏകാധിപതികളെ ആൾക്കാർ ഈ പറയുന്ന ഫിസിക്കൽ ഹർട്ടിലാണ് തല്ലിക്കൊന്നത്. ടുണീഷ്യയിലെ എംബററിനെ ആൾക്കാർ വലിച്ചിറക്കിയിട്ട് അടിച്ചു കൊന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അത് ചെയ്യാതിരിക്കും. നമുക്കങ്ങനെ ചെയ്യാമെന്ന് പറയാൻ പറ്റത്തില്ല. എനിക്ക് തോന്നുന്നു സിറ്റുവേഷൻ അനുസരിച്ച്. ഇപ്പോൾ എൻ്റെ പെങ്ങളെ ഒരാൾ റേപ്പ് ചെയ്യാൻ വന്നാൽ അവനെ കൊന്നോട്ടെ എന്നേ എനിക്ക് വിചാരിക്കാൻ പറ്റത്തുള്ളൂ. ഞാൻ കണ്ടാൽ ഞാൻ ചിലപ്പോൾ കൊന്നുപോകും. ഇതേ സമയത്ത് തന്നെ ഇപ്പുറത്ത് നമ്മൾ പറയുന്നുണ്ട് ഈ പറയുന്ന റേപ്പ് കേസ് ഒരാളെ പിടിച്ചാൽ അയാളുടെ വധശിക്ഷയ്ക്ക് വിധിക്കണം എന്നുള്ളത് ഞാൻ ക്വസ്റ്റ്യൻ ചെയ്യുന്ന സാധനമാണ്. എന്നെ സംബന്ധിച്ചിപ്പോൾ ആൾക്കാർ ഉടനെ അപ്പം തന്നെ കൊന്നുകളയാൻ, ഞാൻ പറയും അങ്ങനെ കൊന്നുകളയാൻ പാടില്ല. ആ പോയിന്റിൽ ആ മൊമെന്റിൽ അവൾക്കത് ചെയ്യാൻ പറ്റുന്നുണ്ട്, അല്ലെങ്കിൽ കണ്ണുണ്ടെങ്കിൽ എനിക്കത് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഞാൻ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളാണ്. അപ്പോൾ ഞാൻ എൻ്റെ സ്റ്റാൻഡ് എവിടെയാണ് നിൽക്കുന്നത്. എനിക്കങ്ങനെ ഞാൻ വ്യക്തമായ നിലപാടില്ലാത്ത ആളാണ്, അങ്ങനെ വേണമെങ്കിൽ പറയാം. അതായത് ആർക്കും വ്യക്തമായ നിലപാടില്ല, നിലപാട് എടുക്കാൻ പറ്റില്ല. ഞാൻ എൻ്റെ 2 പോയിന്റ് ഞാൻ പറയാം. അതായത് റേപ്പ് കേസിന് വധശിക്ഷ കൊടുക്കണമെന്ന് വാദിക്കാത്ത ആളാണ് ഞാൻ. അതേസമയം തന്നെ റേപ്പ് ചെയ്യാൻ വന്നാൽ തല്ലിക്കൊന്നാലും കുഴപ്പമില്ലെന്നുള്ള വിചാരിക്കുന്ന ആളാണ് ഞാൻ. എൻ്റെ തന്നെ ഒരേ സമയത്ത് ഈ പോയിന്റിൽ ഈ മൊമെന്റിൽ ഞാൻ പറയുന്ന 2 വ്യത്യസ്ത സാധനങ്ങളാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെയാണ് കാര്യങ്ങൾ, അല്ലാതെ വ്യക്തമായിട്ടൊരു സംഭവം ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഒരു സാധനം നമ്മളെ എഫക്ട് ചെയ്യുമ്പോൾ ഇതേ സാധനം ഞാൻ പറയട്ടെ, ഇതേ നമ്മളെ എഫക്ട് ചെയ്യുന്ന കേസിൽ തന്നെ ഞാൻ പറയുന്നത്, ഈ കേസിൽ എനിക്ക് വേണ്ടപ്പെട്ട ഒരാളെ റേപ്പ് ചെയ്താണെങ്കിൽ പോലും ഞാൻ വാദിക്കത്തില്ല അയാൾക്ക്
സർക്കാർ ഇടപെട്ട് വധശിക്ഷ വാങ്ങിച്ചു ഞാൻ വാദിക്കത്തില്ല. എൻ്റെ നിങ്ങളുടെ കയ്യിലൊരു തോക്കെന്ന് നിങ്ങൾ ചിലപ്പോൾ ഞാൻ ചെയ്തേക്കും. ഇതാ ഞാൻ 2 പോയിന്റ് വധശിക്ഷയുടെ എതിരെയാണ് ഞാൻ പറഞ്ഞ. സർക്കാർ ഇടപെട്ട ഒരാളെ വധശിക്ഷയുടെ എതിരെയാണ്. ആണ് സർക്കാർ ഇടപെട്ട് പ്രോസിക്യൂട്ട് ചെയ്യുന്നതിനോട് എന്നെ സംബന്ധിച്ചിട്ട് അതൊരു സർക്കാരിന്റെ ജോലിയാണല്ലോ. ഇല്ല, ഞാൻ വിശ്വസിക്കുന്നു. ആ സിറ്റുവേഷൻ അതിന്റെ നീതി ഞാൻ വിചാരിക്കുന്നത് അവിടെ അയാള് കൊന്നോട്ടെ എന്നുള്ളതാണ്. ഇത് വലിയ പ്രശ്നമാണ്. നമ്മൾ മുമ്പ് പലരോടും പറഞ്ഞ ആൾക്കാർക്ക് അവരുടേതായ ജസ്റ്റിഫിക്കേഷനിൽ കൊല്ലുന്ന കുഴപ്പമില്ലെന്ന് വിശ്വസിക്കുന്ന കമ്മ്യൂണിറ്റിയാണ് നമ്മൾ. നമ്മുടെ ജസ്റ്റിഫിക്കേഷനിൽ കൊല്ലുന്നത് കുഴപ്പമില്ലെന്ന് വിശ്വസിക്കുന്ന കമ്മ്യൂണിറ്റി തന്നെയാണ് നമ്മൾ. അത് പല രീതിയിൽ മാറും. പാകിസ്ഥാൻകാരനെ കൊല്ലാൻ കുഴപ്പമൊന്നുമില്ല, പക്ഷേ അമേരിക്കാരനെ കൊല്ലരുത്. കാരണം അമേരിക്ക 1ാം പൗരനാണ്, പാകിസ്ഥാൻ 3ാം കിട പൗരനാണ്. അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് പല വിശ്വാസങ്ങളും നമ്മുടേതായ ചിന്തകളൊക്കെയാണ്. അപ്പം ഇത് എപ്പോഴും മാറും. അതായത് ഒരു കട്ട് ഷോർട്ടായിട്ടൊരു സാധനം ഇങ്ങനെ ഒരു കറക്റ്റായിട്ട് എടുത്തു വെച്ച് റൂൾസ് ഓഫ് സെറ്റ് ഓഫ് റെഗുലേഷൻസ് ഒന്നും എനിക്കില്ല, അങ്ങനെ ഉണ്ടാവാൻ പാടില്ലെന്ന് ഞാൻ വിശ്വസിക്കുകയും ചെയ്യുന്നുണ്ട്. അല്ല, അത് അങ്ങനെ ജീവിക്കുന്ന കുറെ ബുദ്ധിമുട്ടാണ്. അത് എനിക്ക് യന്ത്രം പോലെ ആയി പോകും. അങ്ങനെയല്ല, ഇപ്പൊ എനിക്ക് സ്റ്റാൻഡപ്പ് കോമഡി ചെയ്യാൻ തുടങ്ങി, നിങ്ങളുടെ കൂടെ ഹാങ് ഔട്ട് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ലൂക്ക് കിട്ടിയിട്ടുള്ളത്. പക്ഷെ അത് എനിക്ക് തന്നെ നല്ലൊരു സാധനം. കാരണം ഞാൻ എന്നെ തന്നെ ലൈറ്റായിട്ട് എടുക്കാൻ തുടങ്ങി, മനസ്സിലായില്ലേ? ഊക്കി ഞാൻ തുറന്നു. അപ്പം ഞാനും ഇപ്പം എന്നെ തന്നെ ഭയങ്കര ലൈറ്റായിട്ടാണ് കാണുന്നത്. എനിക്ക് ആ ഒരു ഭാരമില്ല. ഞാൻ മറ്റേതാണ്, എൻ്റെ ഇത് മറ്റേതാണ്, എൻ്റെ ദൈവം അതാണ്, എൻ്റെ ശരി ഇതാണ്, എൻ്റെ തെറ്റ് ഇതാണ്, അങ്ങനെ ഒരു സാധനമില്ല. നമ്മളെ തന്നെ ലൈറ്റായിട്ട് എടുക്കുക എന്നുള്ളതാണ് ഈ ഒരു എൻ്റെ ഊക്കിൻ്റെ ഒരു അല്ലെങ്കിൽ കോമഡിയുടെ ഒരു സാധനം. ഇപ്പം തന്നെ ഒരു നേരത്തെ മാമച്ചൻ കക്കാറുണ്ട് എന്നുള്ളൊരു സാധനത്തിലും അത് ഞാനിപ്പോൾ ഒരു വളരെ രാഷ്ട്രീയക്കാരന്മാർ കക്കാൻ പാടില്ല എന്ന് വിശ്വസിക്കുന്ന ഒരു രാഷ്ട്രീയക്കാരനാണ്. ഞാനതിൽ ഒഫൻസ് എടുക്കുമ്പോൾ ഞാൻ പറയുന്നത് എന്താണ്, അങ്ങനെ തന്നെ ആയിരിക്കണം രാഷ്ട്രീയക്കാരെന്നും ഇങ്ങനെ നടക്കാറില്ലെന്നും അല്ലേ. പക്ഷേ ഇതല്ലല്ലോ റിയാലിറ്റി. അത് നടക്കുന്നൊരു സാധനമാണല്ലോ, അത് നിങ്ങളുടെ കയ്യിലുള്ള ഒരു സാധനമല്ല. അപ്പം നിങ്ങൾ അതിനെപ്പറ്റി എന്തിനാണ് ഇത്ര കിടന്ന് കുണയ്ക്കുന്നത്? ഇതിൽ നിങ്ങൾ എന്തിനാണ് ഇത്ര ഒഫൻഡഡ് ആവുന്നത്? ഇത് ജസ്റ്റ് നിങ്ങൾ ഒഫൻഡഡ് ആവുകയാണെങ്കിലും അത് നിങ്ങളൊരു 2 മണിക്കൂർ മാത്രമേ നിങ്ങളതിങ്ങനെ ഇരിക്കത്തുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ചില്ലാവും, നിങ്ങൾ ചായ കുടിക്കും, നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനെ കാണും. അപ്പോൾ ഈ ഒരു 2-3 മണിക്കൂർ, അതായത് എന്തൊരു ഇഷ്യൂ ഉണ്ടായാലും അത് ആൻഡ് ഓൾസോ നമ്മളൊരു ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ്റെ കൂടെ തന്നെയാണ് ആൾക്കാർക്ക് ഒഫൻഡഡ് ആവാനുള്ള ഫ്രീഡം ഉണ്ട്. അത് ആൾക്കാർ പറയും, ആൾക്കാർ പറഞ്ഞോട്ടെ. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ തെറി വിളിക്കരുത്, അല്ലേ? മാന്യമായിട്ട് പറയുക. അതായത് ശരിക്കും അതും ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ അല്ലേ? എക്സ്പ്രഷൻ എന്താണ് ഇവിടെ നമുക്ക്? ഇല്ല, ഞാൻ പറയാം, എനിക്ക് തോന്നുന്നു ഫിസിക്കലി ഹെർട്ട് ചെയ്യരുത്. അതായത് ഞാനിപ്പോൾ നാളെ ഒരു തമാശ പറഞ്ഞു, അത് 4 പേർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് എന്നെ തെറി വിളിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, പക്ഷെ എന്നെ ഒന്ന് അടിക്കരുത്, അല്ലേ? നീ അപ്പോൾ എന്ത് ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് നിന്നെ അടിക്കാം, അതായത് എന്നെ അടിക്കരുത്. ഞാനും നിങ്ങളെ അടിക്കാറില്ല, നിങ്ങളും എന്നെ അടിക്കരുത് എന്നുള്ളൊരു സാധനം ഉണ്ടല്ലോ. ഇങ്ങനെയുള്ള എന്ത് സംഭവിക്കുന്ന ഒരു ലോകമാണ് നമ്മുടെ. ഐഡിയലി അവിടെ ഒരു ഡയലോഗ് ഉണ്ടാവണം. എന്തുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു എന്നുള്ളത് അതിനെ കുറിച്ച് ആൾ ചിന്തിക്കണം. അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിപരമായിട്ട് എന്താ പറയാ, ബുദ്ധിപരമായിട്ട് ആൾക്കാർ കുറച്ചൊന്ന് ചിന്തിച്ച് ഒരു ചായ. അലിൻ ജോസ് പെരേരയുടെ കഴിഞ്ഞ ദിവസം ആരോ അടിച്ചെന്ന് പറഞ്ഞില്ലേ? അപ്പൊ അലിൻ ജോസ് എന്റെ സ്വാതന്ത്ര്യമാണ് പെണ്ണുങ്ങളുടെ തുണി അയക്കാൻ പറഞ്ഞ എന്റെ പറഞ്ഞു വന്നത്. അതായത് അങ്ങനെ ഒരു ഹെൽത്തി ആയിട്ട് വേണി അങ്ങോട്ടും ഇങ്ങോട്ടും ഡയലോഗ് ആവാം, അല്ലെങ്കിൽ അതിന്റെ ഇടയിൽ കുറച്ച് തെറികളൊക്കെ നടക്കട്ടെ. പക്ഷെ ഐഡിയലി അതാണ് സംഭവിക്കുന്നത്. അപ്പൊ അതിനൊരു ഡിസ്കഷൻ ഉണ്ടാവുന്നു. ഇനിയിപ്പോ ഇയാളൊരു പൊളിറ്റീഷ്യനെ പറഞ്ഞു, അപ്പൊ ആൾക്കാർ ചിന്തിക്കട്ടെ, ഓക്കെ ഇയാളുടെ കയ്യിൽ ഇങ്ങനെ പ്രശ്നങ്ങളുണ്ടോ, അല്ലെങ്കിൽ അവരുടെ പോളിസീസിൽ ഇങ്ങനെ പ്രശ്നങ്ങളുണ്ടോ, അങ്ങനെയുള്ള സംസാരങ്ങൾ ഉണ്ടാവട്ടെ. പക്ഷെ അതിന് പകരം ഏറ്റവും എളുപ്പം അത് വളരെ എളുപ്പമാണ്. അല്ലെങ്കിൽ ഒരു അടി കൊടുക്കുന്നത് വളരെ എളുപ്പം പരിപാടിയാണ്, അടി കൊടുക്കുന്നത്. പിന്നെ ഇത് എനിക്ക് കേസ് കൊടുക്കുന്നതിലും വലിയ താല്പര്യമില്ല. കാരണം ലീഗൽ സിസ്റ്റത്തിന് വളരെ പ്രയോറിറ്റി ആയിട്ട് കുറെ ലീഗൽ സിസ്റ്റം ഭയങ്കര ടയർസം പ്രോസസ്സാണ്. കേസ് കൊടുക്കുന്നത് അതിന്, അതായത് നിന്നെ അതിനകത്ത് ഇട്ട് ബുദ്ധിമുട്ടിക്കാൻ വേണ്ടിയിട്ടാണ് കേസ് കൊടുക്കുന്നത്. നിന്നെ ട്രെയിൻ ചെയ്യിക്കുകയാണ്. അതായത് ഇങ്ങനെയൊക്കെയാണ്, നീ അഡ്ജസ്റ്റ് ചെയ്യണം, സിസ്റ്റം ഇങ്ങനെയൊക്കെയാണ്, അപ്പൊ നീ മാക്സിമം ഒതുങ്ങി ജീവിക്കണം 2 കൂട്ടരെ. അതുപോലെ ഇപ്പൊ ഈ പറഞ്ഞ പോലെ കുനാൽ കാംബ്രയുടെ കേസിൽ പുള്ളിയുടെ ബുക്ക് മേഷ് ഒന്ന് പുള്ളിയുടെ പ്രൊഫൈൽ എടുത്ത് കളയുന്നു. അതായത് ജീവിക്കാനുള്ള അല്ലെങ്കിൽ പുള്ളിയുടെ ജീവിതമാർഗം ബ്ലോക്ക് ചെയ്യുക, അതായത് ഇവൻ ഇനി ശബ്ദം ഉയർത്തരുത്. അപ്പോ അത് പിന്നെ പുള്ളി ഒരു എക്സാമ്പിൾ ആയിട്ട് യൂസ് ചെയ്യുന്നു. അടുത്തൊരു കോമിക്ക്, ഇതൊക്കെ നമ്മൾ മുമ്പ് ഡിസ്കസ് ചെയ്തത്, അടുത്തൊരു കോമിക്ക് ഒരു കാര്യം പറയുന്നതിന് മുമ്പായിട്ട് 2 വട്ടം ചിന്തിക്കണം. ഒരു പൊളിറ്റിക്കൽ ജോക്ക് ഇറക്കുന്നതിന് മുമ്പ് ചിന്തിക്കണം, ഇത് പറഞ്ഞാൽ എനിക്ക് എന്തെങ്കിലും അടി കിട്ടുമോ. സത്യം അങ്ങനെ ചിന്തിക്കുന്നു. സെറ്റിംഗ് ആൻ എക്സാമ്പിൾ, വി മസ്റ്റ് സെറ്റ് ആൻ എക്സാമ്പിൾ ഔട്ട് ഓഫ് പ്രസിഡന്റ്. ഇതിലോട്ട് ഞാൻ വേറെ സാധനം ചോദിക്കാം. ഇന്റർകാസ്റ്റ് മാരേജസ്
അതുകൊണ്ട് ഇന്റർ റിലീജിയൻ മാരേജുകൾ ഇതിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? നല്ല അഭിപ്രായം. ഇത് നമ്മുടെ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് വേണ്ടി നീ ചോദിക്കുന്നതാണ്. ശരിക്കും നമ്മുടെ ടോപ്പിക്കായിട്ട് ബന്ധമില്ലാത്ത ചോദ്യമാണുള്ളത്. ഇത്ര നേരം സൊസൈറ്റിയിൽ അല്ല ഞാൻ പറയാം, ഇന്റർ റിലീജിയൻ മാരേജ് നമുക്കാണെങ്കിൽ ഞാൻ പറയുന്നത് വെച്ചാൽ നമുക്ക് ലീഗാലിറ്റി മൊറാലിറ്റി രണ്ടായിട്ട് കാണാം. ലീഗലി ഇന്റർ റിലീജിയൻ മാരേജ് ഓക്കെയാണ്, എൻ്റെ മൊറാലിറ്റിയിൽ ഓക്കെയാണ്, എൻ്റെ മൊറാലിറ്റിയിൽ ഇന്റർ റിലീജിയൻ മാരേജ് ഓക്കെയാണ്. ഓക്കെ, ഇനി മൊറാലിറ്റിയിൽ 2 മൊറാലിറ്റി ഉണ്ട്. എൻ്റെ ആൾക്കാരുടെ നടക്കുന്ന മൊറാലിറ്റിയും ജനറലി സൊസൈറ്റിയുടെ മൊറാലിറ്റിയും. എനിക്ക് സൊസൈറ്റിയുടെ മൊറാലിറ്റിയിലും ഓക്കെയാണ്. എനിക്കറിയാവുന്ന ആരും ഇന്റർ റിലീജിയൻ ചെയ്യുകയാണെങ്കിലും എനിക്കതൊരു പ്രശ്നമായിട്ട് തോന്നുന്നില്ല. ഇപ്പം എൻ്റെ അവിടെ നീ കണക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ നിന്റെ ഏറ്റവും അടുത്ത സർക്കിൾ അച്ഛൻ, അമ്മ, ഇപ്പം ഞാനിപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എൻ്റെ അച്ഛന് സൊസൈറ്റി ഇന്റർ റിലീജിയൻ മാരേജ് ഓക്കെയാണ്, പക്ഷെ ഞാൻ ഇന്റർ റിലീജിയൻ മാരേജ് ചെയ്യുന്നത് ഓക്കെ അല്ല. മനസ്സിലായില്ലേ? ഒരു സാധനം ഇന്റർകാസ്റ്റ് ആയാലും ഇതേ ബുദ്ധിമുട്ടുകളുണ്ട്. അതെ, ഇന്റർ കാസ്റ്റ് അച്ഛൻ അതേപോലെ ഇന്റർ കാസ്റ്റ് വേറൊരാൾ ചെയ്യുന്നതിൽ വളരെ സൂപ്പർ, അങ്ങനെ ആയിരിക്കണം, നമ്മൾ ഇതിൻ്റെ എതിരെ സംസാരിക്കണം എന്ന് പറയുമെങ്കിലും ഞാൻ ചെയ്താൽ ചിലപ്പോൾ അത് സൊസൈറ്റി. അതെ അതെ. അപ്പം ഇത്രയും ലെയർസ് ഉണ്ട് ഈ ഒരു സാധനത്തിലല്ലേ. ഇതിപ്പോൾ അങ്ങനെയൊക്കെ എത്തിയാലും അപ്പോൾ പുതിയ പ്രശ്നമുണ്ടായി. ഒരു മാതൃകാ സൊസൈറ്റി ആയിട്ട് ഒരിക്കലും മാറത്തില്ല. അങ്ങനെ ഏതെങ്കിലും സൊസൈറ്റി ഉണ്ടോ? പക്ഷെ അങ്ങനെ ആൾക്കാർ ബിലീവ് ചെയ്യുന്നുണ്ടെന്നുള്ളതിലാണ് പ്രശ്നം. അത് എത്തിക്കാൻ വേണ്ടി ഒരു മാതൃക ഉണ്ട്, ഒരു മോഡലുണ്ട്, സൊസൈറ്റി ഓപ്പറേറ്റ് ചെയ്യേണ്ട മോഡലുണ്ട്, ഒരു സോഷ്യലി അക്സെപ്റ്റബിൾ ബിഹേവിയർ ഉണ്ട്. നിങ്ങളിപ്പോ അതങ്ങനെ ഒരു ജനറൽ സാധനമല്ല. അത് എനിക്കിത്, നിനക്കത്, അവനത്, എവനേത് ഏതേലും ഒക്കെയാണ്. അപ്പോൾ ഇതെല്ലാം ഒന്നിപ്പിക്കാൻ ആൾക്കാർ ശ്രമിക്കുന്നതിലാണ് ഈ പറയുന്ന പ്രശ്നമുണ്ട്. അതായത് എനിക്കിത് മഹാത്മാഗാന്ധി സംഭവം, അപ്പോൾ നീയൊന്നും പറയാൻ പാടില്ല എന്നുള്ളത്. എനിക്ക് മഹാത്മാഗാന്ധി സംഭവമൊന്നുമല്ല, എനിക്ക് തോന്നുന്നത് ഈ ദിയമി ഞാൻ നല്ലത് തോന്നുന്നത്. അല്ല, നമ്മളെ ഒരു 100 ആൾക്കാരെ എടുക്കുക, സൊസൈറ്റി എന്ന് വെച്ചാൽ 100 ആൾക്കാരാണെന്ന് വിചാരിക്കുക. ഓക്കെ, ഞാനിപ്പോൾ പറയുകയാണെങ്കിൽ തുണ്ട് പറയും. ഇപ്പം ഞാൻ പറയാം, ഇൻ്റർ റിലീജിയൻ മാരേജ് എന്ന് പറയുന്നത് 20 പേർക്ക് ഇഷ്യൂ ഉണ്ടായിരിക്കും, 80 പേർക്ക് ഓക്കെ ആയിരിക്കും. തെറിവിളി എന്ന് പറയുന്നത് 50 പേർക്ക് ഇഷ്യൂ ആയിരിക്കും, പ്രശ്നമായിരിക്കും. ഇനി ഞാൻ പറയുന്നത് തുണ്ട് പറയുക എന്ന് പറയുന്നത് എഗൈൻ 50 തന്നെ ആയിരിക്കാം. തുണിയില്ലാതെ നടക്കുക എന്ന് പറയുന്നത് ചിലപ്പോൾ 70-30 ആയിരിക്കാം. ഈ പോളിയമ്മരി അങ്ങനത്തെ കോൺസെപ്റ്റ് ചിലപ്പം 3 ആയിരിക്കാം. അപ്പോൾ ഇവിടെ ഒരു ഗ്രേഡിയൻ്റ് ഉണ്ട് അല്ലേ. അപ്പം സാധാരണ ഈ മൊറാലിറ്റി ലീഗാലിറ്റിയിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ നമ്മൾ പറയുന്നത് വെച്ചാൽ ഈ 97-3 ഇല്ലീഗലാക്കുക അല്ലേ, അങ്ങനെയാണ് ചെയ്യുന്നത്. അതായത് അപ്പോൾ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ സോഷ്യലി അക്സെപ്റ്റബിൾ റൈറ്റ് ബിഹേവിയർ, റോങ് ബിഹേവിയറും ഉണ്ട് അല്ലേ. അതായത് ഇപ്പം ഞാൻ പബ്ലിക്ക് വന്നിട്ട് തെറി വിളിക്കുകയാണെങ്കിൽ, ഞാനിപ്പോൾ പബ്ലിക്ക് വന്നിട്ട് ഫോർ ഇൻസ്റ്റൻസ് ഞാൻ പറയുന്നത്, ഞാനിപ്പോൾ പബ്ലിക്ക് വന്നിട്ട് ടിനി ടോമിനെ പറ്റി മോശം പറയുകയാണെങ്കിൽ അത് 2 പേരെ ഒഫൻഡഡ് ആവുകയുള്ളൂ. ഞാൻ മോഹൻലാലിനെ പറ്റി മോശം പറയണമെങ്കിൽ 90 പേര് ഒഫൻഡഡ് ആവും. അപ്പോൾ ഇൻ എ വേ ഞാൻ മോഹൻലാലിനെ പറ്റി പറയരുത് എന്നുള്ളത്, കാരണം ഞാനിപ്പോൾ മോഹൻലാലിനെ പറ്റി പറയുകയാണെങ്കിൽ ശരിക്കും എനിക്ക് അതിൻ്റെ ചിലപ്പോൾ FIR വരെ കിട്ടും അല്ലേ. കാരണം ആൾക്കാരത് അത്രയും സീരിയസ് ആയിട്ട് എടുക്കും. അപ്പോൾ ഒരു ലെവൽ ഓഫ് സോഷ്യലി അക്സെപ്റ്റബിൾ ബിഹേവിയർ ഇതാണ്. അതായത് നമ്മുടെ ഈ നോംസും നിങ്ങൾ പറയുന്നതെന്ന് വെച്ചാൽ ഇത് പലർക്കും ഡിഫറെൻ്റ് ആണെങ്കിലും ഇതൊറ്റ പോയിൻ്റ് ആവറേജിലോട്ട് കൺവേർജ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഇതേ ചെയ്യാവുള്ളൂ, ഇങ്ങനെ ആയിരിക്കണം എന്ന് ഒരു നോർമ് സെറ്റാണ്. അത് കുറേ ലീഗലി ക്യാപ്ചർ ചെയ്യാനും നോക്കിയിട്ടുണ്ട് അല്ലേ. ഇപ്പം ചിലപ്പം ഇപ്പം നേരത്തെ പറഞ്ഞില്ലേ, ഏതൊരു മേർഡർ ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്ന ആൾക്കാരുണ്ടായിരിക്കാം, പക്ഷെ അവർ 1% അല്ലെങ്കിൽ അതിൻ്റെ കാട്ടി കുറവേ ഉള്ളൂ. അല്ലല്ല, അതിൽ കൂടുതലാണ് സിറ്റുവേഷൻസ്. എന്തിന് മർഡർ എന്നുള്ളത് ജനറലി മർഡർ ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്നത്. കൊലപാതകം എന്നുള്ള മൊത്തത്തിൽ പറയാൻ പറ്റുന്നത് ഈ ഇന്ന കാര്യങ്ങളാണെങ്കിൽ കൊല്ലാൻ കുഴപ്പമില്ല, അങ്ങനെയാണ് ആൾക്കാർ വിശ്വസിക്കുന്നത്. ആൾക്കാർക്ക് അവിടെ ഇപ്പം ചിലർ പറയാറുണ്ട് സീരിയൽ കില്ലേഴ്സിന് ആക്ച്വലി മെൻ്റൽ ഹെൽത്ത് ഒരു കണ്ടീഷനാണ്. അപ്പോൾ എന്താണ് ചെയ്യേണ്ടത്? അപ്പോൾ പീഡോഫൈൽസിനെ നമ്മൾ മെൻ്റലി ചികിത്സിക്കുകയാണോ ചെയ്യേണ്ടത്, അതോ അത് ശരിക്കും നമ്മുടെ കുഞ്ഞിനെ അസോൾട്ട് ചെയ്യാൻ വരുന്നതാണെങ്കിൽ അപ്പം തന്നെ നമ്മൾ ചികിത്സിക്കണം. അതെ അതെ. നമ്മൾ ചികിത്സിക്കണം. നമ്മുടെ മൊറാലിറ്റി വേഴ്സസ് സൊസൈറ്റി മൊറാലിറ്റി ഡിഫറെൻ്റ് ഉണ്ട്. ഇപ്പം നിങ്ങളുടെ ഒരു കുട്ടിക്കാണ് പീഡോഫൈലെങ്കിൽ നിങ്ങളത് പറയാം അവൻ്റെ കമ്പനി മോശമാണ്, അല്ലെങ്കിൽ അവനിങ്ങനത്തെ അസുഖങ്ങളുണ്ട്. പക്ഷെ വേറെ ഒരാളാണെങ്കിൽ നമ്മൾ വിട്ട് അവന് അല്ലേ. അത് സബ്ജക്റ്റീവാണ്, ഇതെല്ലാ കാര്യങ്ങളും സബ്ജക്റ്റീവാണ്. പിന്നെ നീ പറഞ്ഞാൽ മെജോറിറ്റി മൈനോറിറ്റിയുടെ വിഷയം വരുന്നത്. അപ്പോഴും മെജോറിറ്റി ശരിയാണെന്നൊന്നുമില്ല. ഇതൊക്കെ മാറിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. ഇപ്പം പണ്ട് പ്രകൃതി വിരുദ്ധമായിരുന്നത് ഇപ്പം പ്രൈഡാണ്.
ഓ നല്ല അതുള്ള അല്ലെ, പ്രകൃതി വിരുദ്ധത്തിൽ നിന്ന് പ്രൈഡിലോട്ട്. അതുപോലെ പീഡോഫൈൽ ഒരു ദിവസം ഇല്ല പീഡോഫൈൽ ഒരു ദിവസം ഓറിയന്റേഷൻ ആണ് ആൾക്കാർ, പ്രൈഡിൽ എന്താന്ന് ഓറിയന്റേഷൻ ആണെന്ന് ആൾക്കാർ നിങ്ങൾ എങ്ങനെ അതിനെ നിങ്ങൾ കൗണ്ടർ ചെയ്യുക എങ്ങനെ ചെയ്യും? അതായത് ഇപ്പൊ എന്റെ സെക്ഷൽ ഓറിയന്റേഷൻ ആണ് ഇത് പറയുന്നത്, പിഡോഫൈൽ ഒരാൾ പറയാം എന്റെ സെക്ഷൽ ഓറിയന്റേഷൻ അതാണെന്ന് പറഞ്ഞ ആൾക്കാർ നിങ്ങൾ അതായത് ജെൻഡർ സ്പെക്ട്രത്തെ ഓപ്പൺ ചെയ്തിട്ട് ഇതിനെ കൺസെന്റ് കൊടുത്തിട്ട് ആൾക്കാർ മറ്റേ ആൾക്ക് കൺസെന്റ് കൊടുക്കാൻ പറ്റില്ല, കാരണം ഒരു കിഡ് അല്ലേ. അതുകൊള്ളാം. ഇല്ല പിന്നെ ചില ആൾക്കാർ പറയുന്നുണ്ട് 14 വയസ്സ് തൊട്ട് കൺസെന്റ്, ആ ഒരു ഏജിലൊരു വ്യത്യാസം വരുന്നുണ്ട്. പിള്ളേരെ പ്രേമിക്കുന്നവരൊക്കെ പറയുന്നത് 14 വയസ്സ് തൊട്ട് കൺസെന്റ് കൊടുക്കണമെന്നാണ് പറയുന്നത്. അതെ, +2 പിള്ളേർ തന്നെ പറയുന്നത് എനിക്ക് പ്രായമല്ലോ, ഞാൻ കൺസെന്റ് കൊടുത്തു. പല +2 ഇതും പറയുന്നത് സൊസൈറ്റിയാണ് അവരെ തടയുന്നത് അല്ലേ. അപ്പോൾ ഈ ഒരു ഇതേപോലത്തെ ഒരു നമ്പർ എടുക്കുന്ന സാധനമാണ്. അതായത് 50% ആൾക്കാർ പറഞ്ഞു 18 വയസ്സാണ് കറക്റ്റ് എന്ന്. ഇതിലൊരു 2% ആൾക്കാരിന് 10 വയസ്സ് കഴിഞ്ഞാൽ അവർക്ക് കൊടുക്കാൻ എന്നുള്ളത് പറയുക. അപ്പം നമ്മൾ ഒരു പോയിന്റിൽ അത് നമ്മുടെ മൊറാലിറ്റി കൺവേർട്ട് ചെയ്ത് അത് ലീഗലി ക്യാപ്ചർ ചെയ്യാൻ നോക്കുന്നുണ്ട്. ശരിക്കും ആൾക്കാർക്ക് കേൾക്കുമ്പോൾ നമ്മൾ പറഞ്ഞ പോയിന്റിൽ ഞാൻ പറഞ്ഞ പോയിന്റിൽ ആൾക്കാർക്ക് തോന്നുന്നു, ഓ ഇത് എവിഡൻ്റ് അല്ലേ എന്ന് തോന്നുന്നു. ഞാൻ പറഞ്ഞ എവിഡൻ്റ് എന്ന് നമുക്കിപ്പോൾ തോന്നുന്നതും, അതായത് നമുക്കറിയാം ഇത് ഈ ഭാഗത്ത് നിൽക്കേണ്ട പിഡോഫൈൽ എന്ന് പറഞ്ഞാൽ ക്രൈമാണെന്നുള്ളത് അയാളുടെ ഭാഗത്തല്ല നിൽക്കേണ്ടതെന്ന് നാം അറിയാം. പക്ഷേ ഞാൻ പറയുന്നത് ഇപ്പോൾ കുറേ കാലഘട്ടം കഴിയുമ്പം എന്താണ് ശരി എന്താണ് തെറ്റെന്നൊന്നും ശരിപ്പം നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റത്തില്ലെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം ഈ നമ്മൾ നേരത്തെ പറഞ്ഞ ജെൻഡർ സ്പെക്ട്രം ഓപ്പൺ LGBTQ ഒക്കെ ഇത്രയും പോപ്പുലറായി വരുമെന്നൊന്നും ആൾക്കാർക്ക് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റത്തില്ല. ഈവൻ ഇപ്പോഴും നമ്മുടെ പേരൻസ് ജനറേഷൻ ഇതിനെ അക്സെപ്റ്റ് ചെയ്തിട്ടുള്ളത് എവിഡന്റ് ആണ്. അല്ല, പക്ഷേ കാലത്ത് ചൈൽഡ് മാരേജ് അക്സെപ്റ്റബിൾ ആയിരുന്നല്ലോ, പീഡോഫീലിയ പണ്ട് അക്സെപ്റ്റബിൾ ആയിരുന്നു. പിന്നെ കഴിഞ്ഞ ദിവസം താലിബാനിൽ ഏതോ ഒരു താലിബാനിലെ ആള് ഒരു 6 വയസ്സ് കുട്ടീനെ കല്യാണം കഴിച്ചപ്പം താലിബാൻ പറഞ്ഞു 9 വയസ്സായിട്ട് വീട്ടിൽ കൊണ്ടുപോക്കോളാം. അല്ലേ എന്നുവെച്ചാൽ അവിടെ അതാണ് മൊറാലിറ്റി. 6 വയസ്സെന്ന് പറഞ്ഞാൽ പീഡോഫീലിയാണ്, പക്ഷെ 9 വയസ്സ് കഴിഞ്ഞാൽ കുഴപ്പമില്ല. 9 എന്നുള്ളതിന് അവര് വെച്ച മാനദണ്ഡം എന്തോ എനിക്കറിഞ്ഞൂടാ, 9 വയസ്സായാലേ കല്യാണം നടക്കാവുള്ളൂ എന്നാണ് അവര് പറഞ്ഞത്. അതിരിക്കുന്ന ഈ പ്രവാചകൻ ആയിഷയെ കല്യാണം കഴിച്ച ചെറിയ പ്രായത്തിൽ ആ സംഭവം അതിലാണ് ഏറ്റവും കൂടുതൽ, അതായത് മുഹമ്മദ് നബി ഏറ്റവും കൂടുതൽ ആൾക്കാർ, ഞാൻ പറയുമ്പോൾ മുഹമ്മദ് നബി തന്നെ പറയാനല്ലോ, ഞങ്ങൾ വിശ്വാസികളാണ്. ഞാൻ വിശ്വാസിയാണ്. ആൾക്കാരെ നമ്മൾ റിലീജിയനെ കുറ്റം പറയും, പക്ഷെ നമ്മൾ വിശ്വാസിയുമാണ്. അങ്ങനെ ഒരു ഇടക്കൂടെ പോകുന്ന ആൾക്കാരാണ്. മുഹമ്മദ് നബി ആയിഷയെ പറഞ്ഞു വെക്കുന്നുണ്ട്, ഒരു മീസാങ്കല്ല് പറയുന്നുണ്ട് 2025. മുഹമ്മദ് നബി ആയിഷയെ കല്യാണം കഴിച്ച പ്രായം ഈ 6 എനിക്കതിൻ്റെ പ്രോപ്പർ ഹിസ്റ്ററി ഇതിൽ 6 ആൻഡ് മുഹമ്മദ് നബി വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയ ഏജ് 9-11 അങ്ങനെ ഒരു ഇതുണ്ട്. അന്നത്തെ കാലഘട്ടത്തിൽ സിനിമയുടെ പ്രീ ബുക്കിംഗ് പോലെ അല്ലേ. അതായത് അവർ പറയുന്ന ഏജ് അന്നത്തെ അവരുടെ കോൺസെപ്റ്റിൽ, അറബി സമൂഹത്തിന്റെ കോൺസെപ്റ്റിൽ കല്യാണം അപ്പോഴേ പറഞ്ഞു വെക്കുന്ന ഒരു രീതിയുണ്ട്. പക്ഷേ ഇപ്പോഴും ഞാൻ പറഞ്ഞ നമ്മളിപ്പോൾ ഒരു പോയിന്റിൽ നിന്നിങ്ങനെ വിമർശിക്കാൻ വേണ്ടി പറയുമ്പോൾ അതേ സാധനം അന്ന് സോഷ്യലി അക്സെപ്റ്റബിൾ ആയിരുന്നു. അവിടെ മാത്രമല്ല, എല്ലായിടത്തും. നമ്മുടെ നാട്ടിലെല്ലാം രാജാക്കന്മാർ അവരുടെ കുട്ടികളെ ചെറുപ്പത്തിലേക്ക് എത്തിച്ചു വയ്ക്കുമായിരുന്നു, എന്നിട്ട് അവരെ തന്നെ പിന്നെയും കെട്ടിക്കുമായിരുന്നു. ചൈൽഡ് മാരേജ് നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. ആൻഡ് നമ്മുടെ ഇവിടെ മറ്റേ ഈ സിനിമ പരിണയം പോലുള്ള സിനിമയ്ക്കകത്ത് കാണിക്കുന്നുണ്ട്, 60 വയസ്സുള്ള ആൾക്കാർ 14 വയസ്സുള്ള പെൺകുട്ടിയെ കല്യാണം കഴിച്ചുകൊണ്ട് അയാൾ അന്ന് തന്നെ മരിക്കുകയും ഇവർ ത്രൂ ഔട്ട് വിധവകളായിട്ട് ലൈഫ് ലോങ് പിന്നെ ജീവിക്കേണ്ടി വരുന്ന സിറ്റുവേഷൻ നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. ആൻഡ് നോർത്ത് ഇന്ത്യൻ സെക്ടറിലാണെങ്കിൽ സതി എന്ന പേരിൽ ആചാരം ഉണ്ടായിരുന്നു, അതായത് മരിച്ചു കഴിഞ്ഞാൽ ഭർത്താവ് കഴിഞ്ഞാൽ തീർന്നു എന്നുള്ള രീതി. ഇതൊക്കെ ഒരു മെയിൽ ഡൊമിനൻറ്റ് കമ്മ്യൂണിറ്റിയിൽ ഫീമെയിൽ ഒപ്രസ്ഡ് ആയിരുന്നത് കൊണ്ട് വന്നതാണ്. അപ്പോൾ അവിടുന്ന് ആൾക്കാർ മാറി വരുമ്പോൾ പുതിയ കാര്യങ്ങൾ, പുതിയ ആചാരങ്ങൾ, അല്ലെങ്കിൽ അത് ഇപ്പോഴത്തെ ന്യൂ നോംസ് ആയിട്ട് മാറുന്നു. അന്നത് ആചാരം മോശമായെന്ന് നമ്മൾ പറയുന്ന സാധനം ഇന്ന് ന്യൂ നോംസ് ആയിട്ട് മാറുന്നു. ഇതുപോലെ എന്ത് 50 വർഷം കഴിഞ്ഞ് മാറും നമുക്കിപ്പോൾ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം പണ്ട് 50 വർഷം കൊണ്ടുണ്ടായ മാറ്റം ഇന്ന് 3 വർഷം കൊണ്ടോ 2 വർഷം കൊണ്ടോ ഉണ്ടാവും, ചിലപ്പോൾ 1 വർഷം കൊണ്ട് മാറ്റം ഉണ്ടാവും അല്ലേ. അപ്പോൾ ഇനി ഈ പറയുന്ന വിപ്ലവത്തിൻ്റെ ടെക്നോളജിക്കൽ വിപ്ലവത്തിൻ്റെ കാലഘട്ടത്തിലും ഭൂമി ഒരു ഗ്ലോബൽ വില്ലേജ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇത്ര സ്പീഡിൽ കാര്യങ്ങൾ മാറുമ്പോൾ 50 കൊല്ലം കഴിഞ്ഞ് ഒരു പോഡ്കാസ്റ്റിൽ ഇരുന്ന ആൾക്കാർ ചിലപ്പോൾ പറയും ഇതൊക്കെ 2025 മരിച്ച അനീസ് പറഞ്ഞിട്ട് 2025 കൈ വെട്ടിപ്പോയി അനീസ്. നാക്ക് കെട്ടിയത് അല്ല, പോപ്പുലർ ഫ്രണ്ട് RSS ഒന്നിച്ച് ജോയിന്റ് ഓപ്പറേഷൻ, ആദ്യത്തെ ജോയിന്റ് ഓപ്പറേഷൻ ആയിരുന്നു. അവരൊന്നിച്ച് കൊട്ടേഷൻ ഇട്ട് ആദ്യത്തെ ജോയിന്റ് ഓപ്പറേഷനിൽ നാക്ക് വെട്ടി ഫസ്റ്റ് ചരിത്രത്തിന്റെ തങ്ക ലിപികളിൽ എഴുതി വെക്കപ്പെടുമെന്ന്. അനീസിക്കയുടെ നാക്കവിടെ മ്യൂസിയത്തിലാണ്. ഈ സൈഡിൽ നിന്ന് ഒരു കത്തി, ആ സൈഡിൽ നിന്ന് കത്തി ഒരുമിച്ച് മുറിച്ചാണ്.
അങ്ങനെ മതസൗഹാർദ്ദം നടക്കുക. അങ്ങനെ അവർ ഒന്നിക്കുന്നിടത്താണ്. അതാണ് ഞാൻ കാനോണിക്കൽ ഇവന്റ്. അതാണ് അവരങ്ങനെ ഒന്നിക്കണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ശരിക്കും ഈ രണ്ട് സംഘടനകളുടെയും ബേസിക് ഐഡിയോളജി ഇത്രേ ഉള്ളൂ. ഇവർ രണ്ട് കൂട്ടർ വിചാരിക്കുന്നത് മറ്റേ കൂട്ടർ വല്ലാതെ വളരുന്നുണ്ട്, നമ്മളെ ഒപ്രസ് ചെയ്യുന്നുണ്ടെന്നുള്ളത്. ശരിക്കും RSS ഫോം ചെയ്തത് ഇസ്ലാം വളരുന്നു എന്നുള്ള ആ ബേസിക് തോട്ടിലും ഹിന്ദുയിസത്തിൻ്റെ സാധനം പ്രൊട്ടക്ട് ചെയ്യണം എന്നുള്ള ഇതിലാണ് നമ്മൾ ചരിത്രത്തിൽ പഠിച്ചത്. RSS വന്ന് താലിക് മൂവ്മെൻറ്റ്സ് വരുന്നു, ഇസ്ലാമിക് മൂവ്മെൻറ്റ്സ് സ്പ്രെഡ് ചെയ്യുന്നു, മുസ്ലിങ്ങൾ കൂടുന്നു. അപ്പോൾ അവർ നമ്മുടെ കമ്മ്യൂണിറ്റി, അതായത് മുഗൾസിൻ്റെ ഒക്കെ അറ്റാക്കൊക്കെ ഉണ്ടായിരുന്നു. അന്നത് കൾച്ചർ അതായിരുന്നല്ലോ. ഇതിനൊക്കെ പേടിച്ച് തുടങ്ങിയ മൂവ്മെൻ്റാണ് RSS എന്ന് പറഞ്ഞത്. ഇതേ സെയിം സാധനം തന്നെ ഇപ്പുറത്ത് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് RSS വളരുന്നു, അവർ നമ്മളെ ഒപ്രസ് ചെയ്യുന്നു എന്ന് പറഞ്ഞ് ഇപ്പുറത്തുനിന്ന് കുറേ ഇസ്ലാമിക് മൂവ്മെൻറ്റ്സ്. സത്യത്തിൽ രണ്ട് കൂട്ടരും ഇവർക്ക് അങ്ങോട്ടും ഇവരെ പേടിക്കണ്ടേ, അവരവരെ തന്നെ പേടിച്ചാൽ മതി എന്നുള്ളതാണ് സത്യം. പക്ഷേ ഇത് ഇവർക്ക് മനസ്സിലാവത്തില്ല, ഒരു കാലഘട്ടത്തിൽ ഇത് കമ്മ്യൂണിറ്റിക്ക് മനസ്സിലാവത്തില്ല. നമ്മളിത് എത്ര ലിബറലായിട്ട് പറഞ്ഞാൽ ആൾക്കാർക്ക് മനസ്സിലാവത്തില്ല. നമ്മളെ മനുഷ്യരെ അങ്ങോട്ടും ഇങ്ങോട്ടും പേടിക്കുന്നത്. ഏറ്റവും കൂടുതൽ പറയുന്നൊരു സാധനമുണ്ട്, ഏറ്റവും കൂടുതൽ ക്രൈം റേറ്റ് കുറവുള്ള കൺട്രീസ് എന്ന് പറയുന്നത് നോർഡിക്. അവിടെയാണ് ഏറ്റവും കുറവ് വെപ്പൺസ് ഉള്ളത്. അതേപോലെ 2 വേ വർക്ക് ചെയ്യുന്ന ഒരു സാധനമാണ്. അതായത് ക്രൈം റേറ്റ് കുറയുന്നതുകൊണ്ട് മാത്രമായിരിക്കില്ല വെപ്പൺസ് കുറയുന്നത്, വെപ്പൺസ് കുറയുന്നതുകൊണ്ട് ക്രൈം റേറ്റ് കുറയുന്നുണ്ടായിരിക്കാം. അതേപോലെ തന്നെയാണ് ഈ ഒരു കുറച്ചുകൂടെ നമ്മൾ പ്രോഗ്രസീവ് ആവേണ്ട ഒരു ഏരിയയാണ് നിങ്ങൾ പറഞ്ഞത്. അതായത് നമ്മുടെ നടുക്കുള്ള പ്രശ്നങ്ങൾ സോൾവായി നന്മയുള്ള നിന്ന് ആലോചിച്ച് ചോദിക്കുക. ഇങ്ങനെ ഇത്രയും നമുക്ക് ഈ പറയുന്ന ഹ്യൂമൻ ആയിട്ടുള്ള, നിങ്ങൾ എന്റെ ദൈവത്തിനെ പറഞ്ഞു, ഞാൻ നിങ്ങളുടെ ദൈവത്തിനെ പറയാം. അതല്ലടാ നീ ഒന്നിക്കൽ വന്നു. നമുക്ക് ഇങ്ങനത്തെ ഈഗോയും അധികാര പിടിച്ചടക്കലും ഈ പറയുന്ന ഇതില്ലായിരുന്നെങ്കിൽ ഇന്ന് ആലോചിച്ച് ചോദിക്കുക, ഇന്ത്യ പാകിസ്ഥാനിൽ ഒരു ബോർഡർ ഉണ്ടാവത്തില്ലായിരുന്നു. നമ്മുടെ എന്തോരം പൈസയാണ് ഈ രണ്ട് ഭാഗത്തെ മിലിറ്ററി സംരക്ഷിക്കാൻ വേണ്ടി കളയുന്നത്. ഇന്ന് ആലോചിച്ച് ചോദിക്കുക. വസീം അക്രം എറിയുന്ന ഒരു ഓവറിൽ വസീം അക്രം സച്ചിൻ ടെണ്ടുൽക്കർ എറിയുന്നൊരു സംഭവമില്ല. വസീം അക്രവും സച്ചിൻ ഒന്നിച്ചെറിയുന്നു. വസീം അക്രം എറിഞ്ഞു പിടിച്ച് ടാർഗറ്റിനെ ഫേസ് ചെയ്യാൻ വേണ്ടി സച്ചിൻ അടിക്കുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. ഈ ഒരു നമ്മൾ ഡിഫൻസ് ബഡ്ജറ്റിൽ കുറേ ചിലവാക്കുന്നുണ്ട്. ആക്ച്വലി നമ്മുടെ ഡിഫൻസ് ബഡ്ജറ്റ് കുറച്ചുകൂടെ നമ്മുടെ സോഷ്യൽ വെൽഫെയർ സ്ഥാനത്തിലൊക്കെ പോയിരുന്നെങ്കിൽ കുറേ ആൾക്കാർക്ക് പോവർട്ടിയിൽ നിന്ന് പുറത്തു വരാനും കുറച്ചുകൂടെ ഓപ്പർച്യൂണിറ്റീസ്. അപ്പോഴും ആൾക്കാർ പറയുന്നത് അതുകൊണ്ടല്ലേ നമുക്ക് അന്ന് ഓപ്പറേഷൻ സിന്ദൂർ നടത്താൻ പറ്റിയത്, അതുകൊണ്ടാണല്ലോ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു പ്രശ്നത്തിൻ്റെ സഫർ ചെയ്യുന്നത് നമ്മൾ തന്നെയാണ്. ഈ ഒരു വിദ്വേഷം മെയിൻറ്റെയിൻ ചെയ്യണത് കൊണ്ട് സഫർ ചെയ്യുന്നത് നമ്മൾ തന്നെയാണ്. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ആലോചിച്ച് കയറി പോയി കഴിഞ്ഞാൽ ആരൊക്കെയോ കളിക്കുന്ന കളികളിൽ നമ്മൾ വെറും ചരട് വലിക്കുന്ന പാവകൾ മാത്രമാണ്. ചരട് വലിക്കപ്പെടുന്ന പാവകൾ. മനുഷ്യൻ എസെൻഷ്യലി ഫ്രീ അല്ല. മനുഷ്യൻ ഫ്രീ അല്ല. അതുകൊണ്ട് സാധനമേ ഇല്ല. ആവിഷ്കാര സ്വാതന്ത്ര്യം, അഭിപ്രായ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് അങ്ങനെ സാധനം ഇല്ല. ആരൊക്കെയോ പറയുന്ന സെറ്റിനകത്ത് നിന്നുണ്ട്, അതിനകത്ത് പറയുന്നതിനെയാണ് നമ്മൾ ഈ പറയുന്നത് എന്നുള്ളതാണ് വിശ്വാസം. അത് ബ്രേക്ക് ചെയ്യണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. പക്ഷെ ഞാനും അതിനകത്ത് പാർട്ടാണ്. നമ്മൾ നമ്മുടെ ഓഡിയൻസിന് ഈ സ്വാതന്ത്ര്യം, മനുഷ്യൻ ഒരുപക്ഷെ ചെറിയൊരു കാക്ക, ഇപ്പൊ പല കാക്ക ഇങ്ങനെ കൂടി കാക്കാന്ന് സൗണ്ട് ഉണ്ടാക്കില്ല. ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ അവൻ നിശബ്ദനും സംസാരിക്കാത്തവരും ഒരുമിച്ച് കൂടുമ്പോൾ കാക്കാന്ന് സൗണ്ട് ഉണ്ടാക്കില്ല. അതേപോലെ തന്നെയാണ് മനുഷ്യന്മാരും. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വരുമ്പോൾ എന്തിനെ പറ്റിയെങ്കിലും സംസാരിച്ചുകൊണ്ടിരിക്കണം, അതിന് കിട്ടണ ഓരോ വിഷയം. അത്രേ ഉള്ളൂ. ഇതിൽ ആൾക്കാരെ കയറി അടിക്കാതെ ഇരിക്കുക, നോയിപ്പിക്കാതെ ഇരിക്കുക. നിന്നെ ആരും അടിക്കത്തില്ല, പേടിക്കണ്ട. വിറ്റിന്റെ കേസിൽ അടി വന്ന ആദ്യം കിട്ടുന്ന എനിക്കായിരിക്കും. നിങ്ങൾ ആരും ജോണും മാതേനടക്കം ആരും പേടിക്കണ്ട, അടി വരുന്ന ആദ്യം കിട്ടുന്ന എനിക്കായിരിക്കും. നാക്കെടുക്കണമെങ്കിൽ ഇയാളുടെ നാക്കെടുക്കണം, ഇയാളുടെ അവയവങ്ങളൊക്കെ. നമ്മൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനോട് ആ സാധനം സത്യം വെക്കുന്നില്ല. നിങ്ങൾക്ക് എന്ത് അഭിപ്രായം വേണമെങ്കിലും പറയാം. നമ്മൾ പല ആൾക്കാരും പേഴ്സണലി കമന്റിലായിട്ടോ DM-ലോ കമന്റിലോ ഒക്കെ വന്ന് എന്തെല്ലാം കാര്യങ്ങളാണ് പറയുന്നത്. അതിനെയൊക്കെ അതിൻ്റെ പോസിറ്റീവ് സൈഡിലോ അല്ലെങ്കിൽ നമ്മൾ പോസിറ്റീവ് എന്ന് കരുതുന്ന കാര്യത്തിലാണ് ഞാൻ എടുക്കുന്നത്, ഞാൻ സംസാരിക്കുന്നത്, തിരിച്ചു കൊടുക്കുന്നത്. അങ്ങനെ നമ്മൾ അവർക്കൊരു അഭിപ്രായ സ്വാതന്ത്ര്യം കഴിഞ്ഞ എപ്പിസോഡിൽ കൊടുത്തായിരുന്നു. അവർക്ക് എഴുതാനുള്ള കാര്യങ്ങൾ എഴുത്തായി എഴുതി അയക്കാം. അങ്ങനെ നമുക്ക് 2 എഴുത്ത് ഫിസിക്കലിയും 3 എണ്ണം നമുക്ക് ഓൺലൈനായും വന്നിട്ടുണ്ടായിരുന്നു. അതിൽ ഏറ്റവും ചെറിയ സാധനം ഇതാണ്, ഒരു പോസ്റ്റ് കാർഡാണിത്. പോസ്റ്റ് കാർഡ് ഈസ് ഫ്രം ഹേംജിത്ത് ML. അതിൻ്റെ അഡ്രസ്സ് നമ്മൾ വായിക്കുന്നില്ല. ഹേംജിത്ത് എനിക്ക് നമ്മുടെ തിരുവനന്തപുരത്ത് നിന്ന് നമ്മുടെ ഷോ കാണാൻ വേണ്ടി കൊച്ചി വന്നിട്ടുണ്ടായിരുന്നു. ഹേംജിത്ത് നാട്ടിൽ ഇപ്പം വെക്കേഷൻ വന്നായിരിക്കും, തിരിച്ചു പോയി കാണുമെന്ന് എനിക്ക് തോന്നുന്നത്. മിഡിൽ ഈസ്റ്റ് ആണെന്ന് എനിക്ക് തോന്നുന്നു. സോ ഈ പോസ്റ്റ് കാർഡ് ഞാൻ വായിക്കാം, നിനക്ക് വായിക്കുന്നില്ല. പ്രിയപ്പെട്ട വിറ്റ്ക്രൂ, ഹേംജിത്ത് നമ്മുടെ വലിയൊരു സപ്പോർട്ടറാണ്. പ്രിയപ്പെട്ട വിറ്റ്ക്രൂ, ആ പഴയ വിറ്റ്രോസിനെ തിരികെ കൊണ്ടുവരണം. പഴയ വിറ്റ്രോസിനെ കൊണ്ടുവരിക. കത്തിന്റെ പരിപാടി തുടരും എന്ന് സസ്നേഹം. ഹേംജിത്ത് നമ്മുടെ ആളല്ല, നമ്മളെ കുരുതി കൊടുക്കാൻ വേണ്ടി ഹേംജിത്ത് പറയുന്നു. ഹേംജിത്ത് നമുക്കും ആഗ്രഹമുണ്ട് വിറ്റ്രോസ്റ്റ് കൊണ്ടുവരണമെന്ന്. പക്ഷേ
ഇതൊരു വളരെ മിസ്അണ്ടർസ്റ്റുഡ് ആയിട്ടുള്ള ഒരു ആർട്ട് ഫോമാണ് കേരളം. അതെ അതെ, നമുക്കാണെങ്കിൽ നമ്മൾ വെറുതെ ഏറിപ്പോകും എന്നുള്ളതല്ലാതെ ശരിക്കും ഒരു സമയം വരും, ആ സമയത്ത് ചെയ്യുന്നുള്ള ഞാൻ എപ്പോഴും എനിക്ക് ചെയ്യണം ഭയങ്കര ആഗ്രഹം. നമ്മളും വളരെയധികം എൻജോയ് ചെയ്തൊരു സാധനമാണ് അല്ലേ. നമ്മൾ ഒരുമിച്ചിരുന്ന് അത് എഴുതുന്ന സമയത്തൊക്കെ നമ്മൾ ആകെ ഒരുമിച്ചിരുന്ന് എഴുതി ഉണ്ടാക്കിയ ഒരു ഔട്ട്പുട്ട് അത് മാത്രമേ ഉള്ളൂ. നമ്മൾ വേറെ മറ്റേ സീരീസ് സാധനമൊന്നും നമ്മൾ ചെയ്തിട്ടില്ല. കാരണം നമ്മളത് അത്രയധികം എൻജോയ് ചെയ്തിട്ടുണ്ട്. ആൻഡ് നമ്മൾ വെറുതെ ഒരു ചില സിനിമകളുടെ ഓപ്പർച്യൂണിറ്റി വരുമ്പോൾ തന്നെ നമ്മളിരുന്ന് എഴുതുമായിരുന്നു. നമ്മൾ ഒരിക്കലും അങ്ങനെ വർക്ക് ചെയ്തിട്ടില്ല. അപ്പം നമുക്കും അത്രത്തോളം താല്പര്യമുള്ളൊരു സാധനമാണ് വിട്രോസ്റ്റ് ചെയ്യുക എന്നുള്ളത്. പക്ഷേ നമുക്കൊരു കുറച്ചുകൂടെ വലിയ പ്ലാറ്റ്ഫോം ഉണ്ടാവുകയാണ്, ഇതിനൊരു അക്സെപ്റ്റബിൾ ക്രൗഡ് ഉണ്ടാവുകയാണെങ്കിൽ അന്ന് നമ്മൾ നമുക്കും ചെയ്യണം എന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നു ഹേംജിത്ത്. രണ്ടാമത്തെ എഴുത്ത് വന്നിരിക്കുന്നത് നയൻതാര അല്ലല്ലേ, ഓ സോറി, അഡ്രസ് ഇല്ല, ഫ്രം അഡ്രസ് ഇല്ല, അനോണിമസ് ലെറ്റർ ഞാൻ വായിക്കാം. Dear Wit Crew, ഇത് മൊത്തം ഇംഗ്ലീഷിലാണ് കേട്ടോ. എന്നാ ഞാൻ വായിക്കാം. I just felt like writing in after hearing this episode that shared the breakup story. Okay. First off, thank you all for being so open, real and fun. Every voice on your podcast brings something special. ആദ്യം എല്ലാവർക്കും കൈയടി. എന്നിട്ട് തിരികെയാണ് ഈ എഴുത്ത് ഇവിടുന്ന് അങ്ങോട്ട് I see you. എവിടെയോ? And I feel you. അത് പുള്ളിയെ ഓർഡർ മാറ്റിയതാണ്. I see you, I feel you എന്നിട്ടല്ല മറ്റേ പാട്ട് പോലെ. It is rare, especially now, to listen to someone who speak about love, connection and emotional depth so genuinely. In a world full of half-hearted situationships, casual flings and commitment fears, you stand out as someone rare someone who loves fully and bravely. It's not weakness. That strength that most people can't even touch. Okay. I know it hurts. ഈ കള്ളം പറഞ്ഞത് ഹർട്ട് ചെയ്യുന്നുണ്ടെന്ന്. Even with years of therapy, even with all the work you do, whatever you have done on yourself, you have done a lot. Thank you. But I hope you know this. You are enough. Oh. Exactly as you are. Oh. You don't need to be in a relationship to be valid. You don't need to be chosen to be worthy. Okay. You already are. കഴിഞ്ഞിട്ടില്ല, ഒരു പേജ് കഴിഞ്ഞു. എന്ത് ബ്ലഡാണ് അവസാനം. In the podcast, each of you bring in different energy and together you create something human. But this story realized a part of me that needed healing too. Okay. Realized തന്നെയാണ്. Okay. By the way, I'm a bit ahead in this path than you. In the breakup ഒക്കെ കഴിഞ്ഞിരിക്കുകയാണ്. I've been where you are. What helped me was stepping back, not chasing love, not searching for the one. Just sitting with myself, writing, reflecting, relearning that real love starts within. Not as a cliche, but as a truth. You have to love yourself fully to recognize love when it comes from others. കൈ കെട്ടിയിരിക്കുകയാണ്. ഞാൻ കേട്ടോണ്ടിരിക്കുകയാണ്. Sometimes what we think is love is actually codependence. The ache, anxiety, the feeling that our worth is tied to someone else's presence. ബ്രാക്കറ്റിൽ Sit with your inner child, hug him and tell him you are there for him. If you അതൊക്കെ ദീപ് ചെയ്യാറുണ്ട്. ദീപ് ഇന്നർ ചൈൽഡ് ആയിട്ട് ദീപ് ആക്കി. If you get this, it is of great help. മനസ്സിലായി കഴിഞ്ഞാൽ നീ രക്ഷപ്പെട്ടു. Love doesn't demand ownership. It doesn't need proximity. It doesn't vanish when someone crosses a border or builds a life without us. We can only just have belongingness for each other, not ownership. You have your therapist to walk with you, but I would say you are your own therapist. You know what you feel. You know what you need. Just sit with yourself. Be kind to yourself. You will be amazed at how much wisdom already lives inside you. So finally, I want to tell you, you are not behind. You are not too much. You are just right.
താങ്ക് യു ഫോർ ബീയിങ് ദ കൈൻഡ് ഓഫ് മാൻ ഹു ഡസന്റ് റൺ ഫ്രം ഫീലിംഗ്സ്. ഫീലിങ്സ്. താങ്ക് യു ഫോർ റീഡിങ് ഇഫ് യു മേഡ് ഇറ്റ് ടിൽ ഹിയർ. യു ഹാവ് മേഡ് ഇറ്റ് ടിൽ ഹിയർ. ഒരു ഫ്ലോയിൽ അങ്ങ് ഒരുപാട് പറഞ്ഞു, ഒരുപാട് എന്നാണ് എഴുതി വെച്ചേക്കുന്നത്. അപ്പോൾ മലയാളം അറിയാത്ത ഒരാളാണെന്ന് തോന്നുന്നു. ഇനി ബാക്കി സിക്ക പറഞ്ഞു തരും. ഓക്കെ. അനീസ് ജോൺ, റിൻഷാദ് ദേവൻ, ലവ് യു ഓൾ. എല്ലാവരോടും ഒത്തിരി സ്നേഹം. ലെറ്റ് പീസ് ഫൈൻഡ്സ് us all. ലെറ്റ് ലവ് വിത്തിൻ us grow. പീസ്. എന്നിട്ട് ചോരയിൽ കുതിർന്ന ഒരു ചോരയാണെന്ന് അറിയില്ല, പക്ഷെ നമ്മൾ പറയുമ്പോൾ ചോരയിൽ കുതിർന്ന ഒരു ഹാർട്ട്, എന്നിട്ട് പേരെഴുതിയോ എന്തോ എഴുതിയിട്ട് വായിച്ചിട്ടുണ്ട്. You people just guess if I am a male or female, not writing my name. ദീപു അച്ചോ ഹാൻഡ് റൈറ്റിംഗ് വെച്ചിട്ട് എന്ത് തോന്നുന്നു ദീപു? സന്തോഷം തോന്നുന്നു, ഒരാൾ ഇത്ര എഫേർട്ട് എടുത്ത് ദീപുവിന് വേണ്ടി ഇത്ര എഫേർട്ട് എടുത്ത ആൾക്ക് വേണ്ടി, അനോണിമസ് ആയിട്ടുള്ള ആൾക്ക് വേണ്ടി നമ്മുടെ സ്നേഹം. ദീപുവിനെ എഴുതുന്നവർക്ക് തിരിച്ചെഴുതാമെന്ന് പറഞ്ഞിരുന്നു. ഇത് ആരാണെന്ന് അഡ്രസ് ദീപുവിന് DM ചെയ്താൽ ദീപു തിരിച്ച് മെസ്സേജ് എഴുതുന്നതായിരിക്കും. ദീപു എഴുതുന്നത് എനിക്കിങ്ങനെ കുറച്ച് പേര് എഴുതിയിട്ടുണ്ട്, അത് തിരിച്ചയക്കണം. DM വന്നിട്ടുണ്ട്. ഇതുപോലെ വേറെ DM വന്ന സാധനങ്ങളുണ്ട്. നിങ്ങൾ താങ്ക് യു. ഇതാരായാലും താങ്ക് യു. ഞാൻ ആൻഡ് നമുക്ക് വന്നതിലൊന്ന് ടോണി ഫ്രാൻസിസ് ആണ്. ഹലോ സിക്ക. സിക്കയുടെ SICK സിക്ക. ഐ എം എ ബിഗ് ടൈം വിറ്റോക്സ് ഫാൻ. ഐ ഹാവ് ബീൻ ഫോളോയിങ് വിറ്റോക്സ് ഫ്രം മേ ബി അണ്ടർ 2K subs and I belong to that core fan base like you always. Believe me, I have heard all the podcasts maybe 2-3 times and really went to come for the stand-ups but have not we really want to come for the stand-ups but have not got an opportunity to since I am outside India. വിദേശത്തുള്ള ആരോ ആണ്. ഓക്കെ, നമുക്ക് നാട്ടിൽ വരുമ്പോൾ അല്ലെങ്കിൽ ഞങ്ങൾ വിദേശ ഷോ വരുമ്പോൾ കാണാം. Felt really bad when you guys said that the podcast may end because you guys are my favorite and my stress relievers. I understand you guys may have a solid reason to do that but definitely will miss you guys. Hope you guys will come up with something better and we can still hear you all. Tell my regards to Devan, Deepak, Rinsha and John. നാട്ടിൽ വരുമ്പോൾ definitely will come and watch your stand-ups. And not consider this as my letter like mentioned for the last episode. ഇപ്പോൾ വിദേശത്തുള്ള ആൾ ഈ ലെറ്റർ എഴുതാനുള്ള ബുദ്ധിമുട്ടുകൊണ്ട് എളുപ്പത്തിന് റൈറ്റ് ചെയ്ത് വിട്ടതാണ്. താങ്ക് യു. ആൻഡ് ടോണി, നമ്മൾ പോഡ്കാസ്റ്റ് നിർത്തുന്നതിനെ പറ്റി അല്ല പറഞ്ഞത്. സോ എലോങ് വിത്ത് പോഡ്കാസ്റ്റ് നമുക്ക് കുറേ കണ്ടന്റ് ചെയ്യണം. അപ്പോൾ പോഡ്കാസ്റ്റിന് ബ്രേക്ക് എടുക്കണം അല്ലെങ്കിൽ ഒന്ന് കുറയ്ക്കണം എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. സോ നമ്മളത് നമുക്ക് സീസൺ 1 സീസൺ 2 നമുക്ക് ഏതാണ് വർക്കാന്ന്. ഞാനും ആക്ച്വലി ആദ്യം പോഡ്കാസ്റ്റ് നിർത്തണതിൻ്റെ ഭയങ്കര എഗെയിൻസ്റ്റ് ആയിരുന്നു. പക്ഷെ എനിക്ക് തോന്നുന്നു വേണമെങ്കിൽ ഒരു മാസം ബ്രേക്ക് എടുത്ത് അല്ലെങ്കിൽ 2 മാസം ബ്രേക്ക് എടുത്ത് വീണ്ടും ഒരു സീസൺ 2 നമുക്ക് പോകാം. എന്നാലേ നമ്മൾ വേറെ കണ്ടന്റിലോട്ട് പോവുള്ളൂ. നമുക്ക് എല്ലാവർക്കും വർക്കാവുന്ന ഒരു ഫോർമാറ്റിലേക്ക് എത്തും. എന്ത് മോഡ് പിടിക്കാൻ നമ്മൾ തീരുമാനിക്കും. നമ്മൾ എന്തായാലും ആഴ്ചയിൽ 1-2 കണ്ടന്റ് കൺസിസ്റ്റന്റ് ആയിട്ട് ഇടും. ഇറക്കിക്കൊണ്ട് പോഡ്കാസ്റ്റ് പോലും വേറൊരു സാധനം ഉണ്ടായിരിക്കും. സോ അടുത്തത് വീണ്ടും ഒരു വിദേശിയാണ്, ബഹ്റിൻ നിന്നാണ്. ഫൈസ്. ഹായ് ബ്രദർ, ഞാൻ ബഹ്റിനിലൊരു സമൂസ ഷോപ്പിൽ വർക്ക് ചെയ്യുകയാണ്. സമൂസ അതോ സമൂസ തെറ്റിപ്പോയതാ? ഇല്ല, സംബൂസ എന്ന് പറഞ്ഞ സാധനം ഉണ്ടോ? സംബൂസ എന്താ എനിക്ക് എന്തെങ്കിലും തിന്നാളല്ലോ. ഗ്രോസറി ഷോപ്പ് നോക്കിട്ട് സംബൂസ. സംബൂസ ബഹ്റിൻ. എന്ത് സ്പെല്ലിംഗ്? SAMBOOSA. ഇപ്പൊ അവിടുന്ന് ഫായ്സ് ഇവിടെ മണ്ടന്മാരെ ഞാൻ അറിയാതെ ബി തെറ്റി അടിച്ചു വരാം. സമൂസയാടാ അത്. എനിക്ക് നെറ്റ് വീക്ക്. സംബൂസ നോക്കട്ടെ. സമൂസ അറബി. സമോസ. ഡിഡ് യു മീൻ സമോസ? ഗൂഗിൾ അപ്പൊ ഞാൻ പറഞ്ഞ സമൂസയൊക്കെ ഫേമസ്. ഫൈസ് എന്നത് തിരുത്ത എന്തെങ്കിലും തിരുത്തും. ഞാനൊരു സമൂസ ഷോപ്പിൽ വർക്ക് ചെയ്യുകയാണ്. എഡ്യൂക്കേഷൻ ഇല്ലാത്തത് കൊണ്ടല്ല, ഞാൻ പഠിച്ചതിന് നാട്ടിൽ സാലറി ഇല്ലാത്തത് കൊണ്ടാണ്. ജിയോളജി ആയിരിക്കും പഠിച്ചത്, ദേവനെ പോലെ. എനിക്ക് 21 വയസ്സും പ്രവാസിയായിട്ട് 4 കൊല്ലവും 19 വയസ്സിൽ ഗൾഫിൽ പോയ മനുഷ്യൻ. ഇവിടെ നാട്ടിലെ ഫ്രണ്ട്സ് ഫാമിലി ഒന്നും ഇല്ലാത്തത് കൊണ്ടും ഇവിടെ ഉള്ളതൊക്കെ എന്നേക്കാൾ ഏജ് കൂടിയവരും അതർ സ്റ്റേറ്റ് കൺട്രി ഒക്കെ ആയവരും ആയതുകൊണ്ട് ഞാൻ നല്ല അടിപൊളി ഡിപ്രഷൻ സ്റ്റേജിൽ കൂടെ ആയിരുന്നു കഴിഞ്ഞ 10 മാസമായി പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെയുള്ളപ്പോഴാണ് പോഡ്കാസ്റ്റ് അറിയാതെ എൻ്റെ ഫീൽഡിലേക്ക് വന്നത്. ഫസ്റ്റ് കേൾക്കുന്നത് സിബ്ലിങ്സ് പോഡ്കാസ്റ്റ് ആയിരുന്നു. ഒരു 3 ദിവസം കൊണ്ട് ഞാൻ ചാനലിലുള്ള എല്ലാ പോഡ്കാസ്റ്റും കേട്ടു തീർത്തു. അതെനിക്ക് വർക്കില്ലാത്തത് കൊണ്ടല്ല, ഓരോ ദിവസവും 14 അവേഴ്സാണ് വർക്ക്. അങ്ങനെ പണിയെടുക്കുമ്പോൾ കേട്ടിട്ടാണ് മൊത്തം തീർത്തത്. ബ്രോ, ഈ 10 മാസത്തിൽ ഞാൻ എൻ്റെ മനസ്സറിഞ്ഞൊന്ന് ചിരിച്ചത് ഈ 3 ദിവസമാണ്. അതിൽ നിങ്ങൾക്കും നിങ്ങളുടെ ക്രൂവിനും മാത്രമാണ് പങ്കുള്ളത്. ബ്രോ, ഈ മെസ്സേജ് കാണുമോ എന്ന് പോലും എനിക്കറിയില്ല. എനിക്ക് അയക്കുന്ന മെസ്സേജ് കാണാതെ പോലെ അന്ന് റോസ് സമയത്ത് എല്ലാവരും എനിക്ക് അയച്ച തെറികൾ വരെ ഞാൻ കണ്ടിട്ടുണ്ട്.
നിങ്ങളെ പൊക്കി പറഞ്ഞതുകൊണ്ട് എനിക്കൊരു ഗുണവുമില്ല എന്നും എനിക്കറിയാം. എന്നാലും ബ്രോ, എനിക്ക് കുറേ കാലങ്ങൾക്ക് ശേഷം എനിക്കൊന്ന് ചിരിക്കാൻ പറ്റിയ സന്തോഷം കൊണ്ട് മാത്രമാണ് ഞാൻ ഈ മെസ്സേജ് അയച്ചത്. ബ്രോ, ബിഗ് താങ്ക് യു ഫ്രം മൈ ഹാർട്ട്. എനിക്കിതിന്ന് ഇപ്പോൾ ഉള്ള എല്ലാ പോഡ്കാസ്റ്റും കണ്ട് തീർത്തപ്പോൾ ഇത് പറയണമെന്ന് തോന്നി. പിന്നെ ഈ മെസ്സേജ് കണ്ടാൽ എല്ലാ ക്രൂമേറ്റ്സിനോടും എൻ്റെ താങ്ക് യു പറയണം. ഫൈസിൻ്റെ താങ്ക്സും സ്നേഹവും ഒക്കെ നമുക്ക് വന്നിട്ടുണ്ട്. താങ്ക് യു ഫൈസ് ഫോർ ദ ലെറ്റർ. ആൻഡ് നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മളുടെ എപ്പിസോഡ്സ് കാണുന്ന ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന ആൾക്കാർ ചിലപ്പം അവരുടെ ഫ്രണ്ട്ഷിപ്പ് ഗ്യാങ്ങിനെ ആയിരിക്കും, അവരുടെ ഫാമിലി ആയിരിക്കും മിസ് ചെയ്യുന്നത്. സോ അവർക്ക് വേണ്ടി, നമുക്ക് വേണ്ടി, ശരിക്കും നമ്മൾ നമുക്ക് വേണ്ടി ചെയ്യുന്നത്. അത് നിങ്ങൾക്കത് ഏതെല്ലാം തരത്തിൽ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുള്ള നമ്മൾ ഹാപ്പിയാണ് അതിനകത്ത്. ആൻഡ് നമ്മൾ ആരെയും അബാൻഡൻ ചെയ്തൊന്നും പോകുന്നില്ല. നമ്മൾ ശരിക്കും പുതിയ കണ്ടന്റുകൾ, നമുക്ക് ഷോസ് ഫോക്കസ് ചെയ്യാൻ, അങ്ങനെ ഓരോ കാര്യങ്ങൾക്ക് എല്ലാ ഈ ക്രൗഡ് വർക്ക് എന്ന് പറയുന്ന ഒരു ടൈപ്പ് ഓഫ് പോഡ്കാസ്റ്റ്. നമ്മൾ റീസെന്റ് ഒരു പോഡ്കാസ്റ്റിന് പകരം ഒരു ക്രൗഡ് വർക്ക് ഷോ റിലീസ് ചെയ്തത്. നിങ്ങളത് പുതിയ ഷോസ് കാണുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. നിങ്ങൾക്ക് പോഡ്കാസ്റ്റ് മാത്രം കണ്ടാൽ മതി, നിങ്ങൾ പോഡ്കാസ്റ്റ് തന്നെ വെയിറ്റ് ചെയ്യുക. നമ്മളിത് റിലീസ് ചെയ്യും. ഗസ്റ്റ് വരുന്ന എപ്പിസോഡ് പുതിയ നമ്മുടെ 5-6 എപ്പിസോഡ് നമ്മുടെ കയ്യിലുണ്ട്. പോഡ്കാസ്റ്റ് തീർന്നിട്ടില്ല. പോഡ്കാസ്റ്റ് വരും. നിങ്ങൾ ഇടയ്ക്ക് നമ്മൾ നമ്മൾ എന്തായാലും 100 എപ്പിസോഡ് ചെയ്യും. അത് കഴിഞ്ഞ് ബ്രേക്കിനെ പറ്റി ആലോചിക്കത്തു പോലേ ഉള്ളൂ. തൽക്കാലം നമ്മളുടെ കണ്ടന്റുകൾക്കൊരു ഡൈവേഴ്സിറ്റി ഫീൽ ചെയ്യിക്കാം. ഒരു അപ്രിസിയേഷൻ ലെറ്റർ ഇമെയിൽ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഫ്രം മരിയ. Hi Viddi. Let me begin by wishing you all a good day. I recently chanced upon your video, episode 83. Breakup ആണ്. 83 ഏതാ എപ്പിസോഡ്? To be precise, as is typical, I, as any girl of marriageable age, was being pushed to finding a suitable partner for marriage ആണ്. Okay. I always thought I was ready to get married, but as I got closer to the situation, I understood that I was far from it. After a certain amount of introspection, asking ChatGPT and writing down some questions to ask my potential partner, I decided to take some rest, and that is when I saw your video. How wonderful it must be to have a conversation with such a group of friends, to have a light-hearted conversation, to be able to speak up and not be judged and be accepted for who you are. Dina Craig puts it this way. Oh, the inexpressible comfort of feeling safe with a person, having neither to weigh thoughts nor measure words, but pouring them all right out, just as they are, chaff and grain together, certain that a faithful hand will take and sift them, keep what is worth keeping, and then, with the breath of kindness, blow the rest away. അവിടെ കോട്ട് തീർന്നു കേട്ടോ. 8ാം ക്ലാസ്സിൽ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്ക് ഒരാളെ കൊണ്ട് വായിപ്പിക്കൂലേ? It gave me a whole new perspective and to take the marriage thing a lot more slowly. Yes. I felt like everyone must have some kind of relationship to understand themselves, to know what they want, or most importantly, what they do not want in life. Well, one thing is true. Everyone at some point of their lives, be it Hitler or Nietzsche, craves for connection. It's all about finding the person who would be kind enough to want to witness your life before we ultimately fade away into oblivion. അതായത് ഒരു സിനിമയിലൊരു കോട്ടായിട്ടുണ്ട് അല്ലേ? ഇവരെല്ലാരും പോക്കറ്റ് ഫിലിമിൽ എടുക്കണം. എഴുത്തുകാരല്ലേ? As Novalis puts it, in cheerful souls there is no wit, which shows a disturbance of the equipoise. ഇതെന്താന്ന് എനിക്ക് മനസ്സിലായില്ല. In cheerful souls there is no wit. എന്നുവെച്ചാൽ വിറ്റ് വരുന്നത് ഒരു ചെറിയ പോയിന്റ് ഓഫ് പെയിനിൽ നിന്നും ഡിസ്റ്റർബൻസിൽ നിന്നുമാണെന്നുള്ളതായിരിക്കും ഉദ്ദേശിച്ചത്. Which shows a disturbance and equipoise. ഇക്വിപ്പോയിസിലാണ് സാധനം പോയത് അല്ലേ? അതുവരെ മനസ്സിലായി. എന്നുവെച്ചാൽ എപ്പോഴും നമ്മൾ പറയില്ല, അതായത് എപ്പോഴും കോമഡി വരുന്ന ഒരു ലെവൽ ഓഫ് ട്രാജഡി എന്നാണെന്നുള്ളൊരു സാധനം. എന്നുവെച്ചാൽ പ്രശ്നങ്ങളില്ലാത്ത ആൾക്കാർക്ക് ചിലപ്പോൾ ഒരുപക്ഷെ തമാശ വരില്ല. നമ്മൾ പ്രശ്നങ്ങളെ തമാശ രീതിയിൽ അവതരിപ്പിക്കാൻ നോക്കുന്നതായിരിക്കും. Best wishes for all your future works. Thank you for making our burdens lighter and our horizons wider. P.S. I'm personally a fan of handwritten letters and will surely try to write next time once I figured out the post offices in Bangalore. ബാംഗ്ലൂരിൽ മേരി. താങ്ക് യു മേരി. അടിപൊളി ലെറ്റർ ആയിരുന്നു. ഓക്കെ, താങ്ക് യു മേരി. നിങ്ങളാണ് ഈ ഹാൻഡ് റിട്ടൺ എഴുതിയിട്ട് നിങ്ങൾ ഫോട്ടോ എടുത്ത് അയച്ചാൽ മതി അല്ലേ? ബാംഗ്ലൂരിലെ നമ്മുടെ ഷോയ്ക്ക് പുറമേക്കുള്ള ഷോയ്ക്ക് വരൂ. നമ്മുടെ ഇന്ത്യൻ പോസ്റ്റ് ആയിട്ടുള്ള കൊളാബറേഷൻ ആണ്. ആൾക്കാർ കത്തുകൾ എഴുതാൻ വേണ്ടി, അനീസിക്കായി തിരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഈ ലെറ്റർ അടിപൊളി. അവസാനം വേറൊരു ഫീലാണ് നമുക്കിങ്ങനെ അവരുടെ കയ്യിൽ നിന്നൊരു സാധനം നമ്മുടെ കയ്യിലേക്ക് തരുന്ന പോലെ തന്നെയാണ് ശരിക്കും.
ഫീലിങ്സ് പകർത്തി എടുത്ത് തരുന്ന പോലെയാണ്. ഓക്കെ, നമുക്ക് ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് എഴുതാനുണ്ടെങ്കിൽ എഴുതിക്കോളൂ. നമ്മൾ അടുത്ത എപ്പിസോഡിൽ വായിക്കുന്നതാണ്. നിങ്ങൾക്ക് എഴുതാൻ ബുദ്ധിമുട്ടുള്ള പോസ്റ്റ് ഓഫീസ് ബാംഗ്ലൂരിൽ കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടുള്ള ആളുകളാണെങ്കിൽ എത്ര മോശമാണെങ്കിലും കുഴപ്പമില്ല, റിൻഷാദ് വായിക്കും. മെയിൽ അയച്ചാൽ അത് വായിച്ചോളും, കുഴപ്പമൊന്നുമില്ല. എനിക്ക് ആക്ച്വലി കുറച്ച് DM സാധനം വന്നിട്ടുണ്ട്. റിപ്ലൈ കൊടുക്കുന്നീ. പക്ഷെ ഞാൻ അവിടെ ചോദിക്കട്ടെ, ഞാനിത് പബ്ലിക്കലി വായിക്കാമോ? അത് അനോണിമസ് ആയിട്ട് നമ്മൾ വായിക്കാൻ കുഴപ്പമില്ല. അതും നമ്മൾ പറഞ്ഞിട്ടുണ്ട് എപ്പിസോഡ്. ഞാൻ ചോദിക്കട്ടെ, നമ്മൾ പേര് പറയുന്നത്. ഞാൻ ചോദിക്കാം, ഞാനിത് ഈ ഒരു ഇവന്റ് ഞാനാണെങ്കിൽ ചിലരുടെ ഈ ബ്രേക്കപ്പ് സാധനം എനിക്കാണെങ്കിൽ മെസ്സേജ് ആയിട്ട് അയച്ചിട്ടുണ്ട്. അത് ഞാൻ അവിടെ ചോദിച്ചു നോക്കാം, ഞാനത് പറഞ്ഞോട്ടെ, പേര് അനോണിമസ് ആയിട്ട്. അങ്ങനെയാണെങ്കിൽ ഞാൻ അടുത്ത എപ്പിസോഡിൽ വായിക്കാം ആ ലെറ്ററുകൾ. ഇതുപോലെ കൂടുതൽ നിങ്ങളുടെ ആൾക്കാരുടെ കൺഫെഷൻ നല്ലൊരു ഐഡിയ. നിങ്ങൾക്ക് കൺഫെസ് ചെയ്യേണ്ട ഒരു സാധനം നമ്മൾ നിങ്ങളുടെ അനോണിമിറ്റി കീപ്പ് ചെയ്ത് നമ്മളോടല്ല വേറൊരാളോട് നമ്മൾ ഈ പോഡ്കാസ്റ്റ് പക്ഷെ നമ്മൾ റിയാക്ട് ചെയ്തതിനോട് നിങ്ങളുടെ ഏറ്റവും വലിയ ഷെയിം, നിങ്ങളുടെ ഏറ്റവും വലിയ ഇൻസെക്യൂരിറ്റി, നിങ്ങൾ ആരുടെടുത്തും പറയാത്ത രഹസ്യങ്ങൾ, അതൊക്കെ നമ്മളോട് പറയാം. പക്ഷെ നമ്മൾ അതിനോട് റിയാക്ട് ചെയ്യുന്നത് നമ്മുടെ ജെന്യുവൻ രീതിയിലായിരിക്കും. ആ ഫീലിംഗ്സിനെ ഹർട്ട് ചെയ്തെന്ന് തോന്നരുത്. ഇപ്പൊ തന്നെ നമ്മൾ വായിച്ചപ്പോൾ ഞാൻ തമാശ, അപ്പൊ അത് ശരിക്കും നിങ്ങൾ അത് ഒഫൻഡ് ആവണില്ല. നമ്മൾ ആക്ച്വലി ഭയങ്കര ഫീൽ ഗുഡ് ഇരുന്ന് ഓക്വേർഡ് ആവുന്നതാണ് ഇത് തമാശയായിട്ട് വരുന്നത്. അല്ലാതെ നമുക്ക് ഇത് എങ്ങനെ ഇത്രയും സ്നേഹം നമുക്ക് കിട്ടിയിട്ടില്ല സത്യം പറഞ്ഞല്ലേ. ദീപുവിന് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഇത് കഴിയും. ഈ എപ്പിസോഡ് ഇറങ്ങുമ്പോഴേക്കും ഈ എപ്പിസോഡ് നെക്സ്റ്റ് വീക്കാ പ്ലാൻ ചെയ്തത്. എന്റെ ഷോയ്ക്ക് മുന്നേ ഇറങ്ങണം, അതുകൊണ്ട് ജൂലൈ 19 ഇറക്കി വിടണം. സോ ജൂലൈ വൺസ് മോർ പ്ലഗ് ചെയ്യാണ്. ജൂലൈ 19 ശനിയാഴ്ച രാത്രി 8 മണി കോറമാംഗല മിനിസ്ട്രി ഓഫ് കോമഡിയിൽ അഡൽറ്റ് സൊലി സ്റ്റാൻഡപ്പ് ഷോ A4. മേരി പോസ്റ്റ് ഓഫീസ് കണ്ടുപിടിച്ചില്ലെങ്കിലും കോറമാംഗല മിനിസ്ട്രി ഓഫ് കോമഡി ഗൂഗിൾ മാപ്പിലുണ്ട്. ലെറ്റർ കൈയോടെ വന്നു. ടിക്കറ്റ് ബുക്ക് മൈ ഷോയിലുണ്ട്. വിറ്റോക്സ് ആൾക്കാരും എല്ലാവരും ഷോ കാണാൻ വേണ്ടി വരിക. വിൽ മീറ്റ് ദേർ. ഓക്കെ, ക്യാൻസൽ ചെയ്യാതിരിക്കുന്ന ഒരു എപ്പിസോഡായിട്ട് കാണാം. ആവിഷ്കാര സ്വാതന്ത്ര്യവും അഭിപ്രായ സ്വാതന്ത്ര്യവും ക്യാൻസൽ ചെയ്യരുത്. ക്യാൻസൽ ചെയ്യണ അതിൻ്റെ അർത്ഥം എന്തോ, എനിക്ക് ഒരാൾ ഒരു ഫീഡ്ബാക്ക് തരുവാണ്, ഞാൻ അത് വെച്ച് പഠിക്കാൻ തയ്യാറാണ്, എൻ്റെ പ്രവൃത്തികൾ മാറ്റാൻ റെഡിയാണെങ്കിൽ നിങ്ങൾ എനിക്ക് രണ്ടാമത്തെ ഒരു ചാൻസ് തരണം. ക്യാൻസലിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഞാൻ നന്നാവൂല എന്നുള്ളൊരു സ്റ്റാൻഡ് ഒരിക്കലും നിങ്ങൾ നിങ്ങളുടെ ശത്രുക്കളെ പറ്റി എടുക്കരുത് എന്നുള്ളതാണ് പോയിന്റ്. അനീസിക്കയുടെ നാവ് നമുക്ക് ഇനി ആവശ്യമുള്ളതാണ് വെട്ടാതിരിക്കുക. അതെ, ഫിസിക്കലി ആരെയും ഹെർട്ട് ചെയ്യാതിരിക്കുക. അതെ, അത് എന്തൊരു സിറ്റുവേഷനിലാണെങ്കിലും ഫിസിക്കലി ആൾക്കാരെ ഹെർട്ട് ചെയ്യാതിരിക്കുക. അതും തെറി പറയാനാണെന്നുണ്ടെങ്കിൽ ഇദ്ദേഹത്തിന്റെ പ്രൊഫൈലുള്ള നമ്പറിൽ വിളിക്കാതിരിക്കുക. DM തെറി വിളിച്ചോ അനീസിക്കൊക്കെ എത്ര വേണമെങ്കിലും തെറി വിളിച്ചാൽ അനീസിക്ക വിളിക്കാം. ഇതൊരു സ്പോട്ടായിട്ട് നിങ്ങൾക്കിപ്പോൾ ചെറിയ ദേഷ്യമുണ്ട്, നിങ്ങൾ ഒരു ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ഫേസിലാണ്, നിങ്ങളുടെ ബോസ് ഒരു മൈരനാണെങ്കിൽ അനീസിക്കാനൊന്ന് തെറി വിളിച്ചോ, നിങ്ങൾ ആ ഫ്രസ്ട്രേഷൻ തീർത്തോ. ഇറ്റ്സ് ഓക്കെ. അതെ, അത് നിങ്ങളുടെ ഒരു ആവിഷ്കാര സ്വാതന്ത്ര്യമോ അഭിപ്രായ സ്വാതന്ത്ര്യമായിട്ട് കാണാനുള്ള സ്പിരിറ്റ് ശരിയും തെറ്റുകളിലും ജീവിക്കാത്ത അനീസിനുണ്ട്. ഓക്കെ, അടുത്ത എപ്പിസോഡിൽ കാണാം. ബൈ. താങ്ക് യു.